Hi, hello. My name is Ajesh, one of the chemistry faculty in Brilliant Study Center, Pala. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് KEAM എക്സാമിന്റെ 96 ഔട്ട് ഓഫ് 96 എന്നുള്ള എയിമിലേക്കുള്ള യാത്രയിലെ ഒരു ചെറിയ സെക്ഷനാണ്, ലൈവ് സെക്ഷൻ. നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അത് ട്രീറ്റ് ചെയ്യേണ്ട രീതിയാണ്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. That is 3 Faradays of current is passed through 3 electrolytic cells connected in series containing Ag plus Cu2 plus and Al3 plus respectively. The molar ratio in which the 3 metal ions are discharged at the electrode is. അതായത് നിങ്ങൾ 3 സെല്ലുകൾ സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരേ കറണ്ട് ഒരേ ടൈമിൽ പാസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പം ആദ്യത്തെ സെല്ലിലിരിക്കുന്ന അലുമിനിയം സിൽവർ പ്ലസും രണ്ടാമത്തേൽ കോപ്പർ 2 പ്ലസും മൂന്നാമത്തേൽ Al3 പ്ലസ് അയോൺസ് ഉള്ള ഇലക്ട്രോലൈറ്റുകളാണ്. അപ്പോൾ അതിൽ നിങ്ങൾ 3 ഫാരഡെയാണ് കടത്തിവിടുന്നത് ചാർജ്, ടോട്ടൽ ക്വാണ്ടിറ്റി 3 ഫാരഡെ. അപ്പോൾ ഇവരുടെ മോൾസിന്റെ റേഷ്യോ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്, ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അതിനാദ്യം നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുമ്പം ആദ്യം നമ്മൾ അയോൺസ് എഴുതുക, Ag പ്ലസ് Cu2 പ്ലസ് ആൻഡ് Al3 പ്ലസ്. നിങ്ങൾക്കറിയാം ഇത് മൂന്ന് ഡിഫറെന്റ് വാലൻസി ഉള്ള ആളുകളാണ്. അപ്പൊ ഇയാൾക്ക് ഒരു മോൾ അലുമിനിയം സിൽവർ ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ 1 ഫാരഡെ കറണ്ട് കയറ്റി വിട്ടാൽ മതി. കാരണം ഇതിനകത്തേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് Ag. ഇവിടെ നിങ്ങൾ 2 ഇലക്ട്രോൺ ആഡ് ചെയ്താൽ, ആക്ച്വലി 2 മോൾ ഇലക്ട്രോൺ ആഡ് ചെയ്താൽ ദിസ് ഇസ് Cu. 3 മോൾ ഇലക്ട്രോൺ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് അലുമിനിയം കിട്ടും. അപ്പൊ ഇവിടെ ശരിക്കും നിങ്ങൾ പാസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ടത് 1 മോൾ ഇലക്ട്രോണാണ്. 1 മോൾ ഇലക്ട്രോൺ ക്യാരി ചെയ്യുന്ന ചാർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 1 ഫാരഡെ, അല്ലെ? ഫാരഡേസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ചാർജ് ക്യാരിഡ് ബൈ 1 മോൾ ഓഫ് ഇലക്ട്രോൺ ആണ്. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് 1.602 ഇൻറ്റു 10⁻⁻19 കുളമ്പാണ്. അങ്ങനെയാണെങ്കിൽ 1 മോൾ ഇലക്ട്രോൺ ക്യാരി ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത് 1.602 ഇൻറ്റു 10⁻⁻19 കുളംസ് ഇൻറ്റു, നിങ്ങൾക്കറിയാം 1 മോള് എന്തെടുത്താലും അവഗാഡ്രോ നമ്പർ ആണ്. എന്ന് വെച്ചാൽ 1 മോൾ ഓഫ് എനിത്തിങ് ഈസ് 6.022 ഇൻറ്റു 10⁻23 ആണ്. സോ ദിസ് ഇസ് 6.022 ഓർ അപ്രോക്സിമേറ്റ്ലി 6 ഇൻറ്റു 10⁻23 പെർ മോൾ ആണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 96,500 കുളം പെർ മോളിന് കിട്ടും, ആൻഡ് വിച്ച് ഈസ് കോൾഡ് 1 ഫാരഡെ. സോ ദിസ് ഇസ് ഫാരഡേസ് കോൺസ്റ്റന്റ്. അപ്പോൾ 1 മോൾ ഇലക്ട്രോൺ കയറി ചെല്ലാൻ 1 ഫാരഡെയാണ്. നിങ്ങൾ മൊത്തം 3 ഫാരഡെ ആണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 ഫാരഡെ മതി, പക്ഷെ 3 ഫാരഡെ കൊടുത്തു. അപ്പൊ 3 മോൾ Ag പ്ലസ് ഡിപ്പോസിറ്റ് ആവും. ഇനി കോപ്പർ 2 പ്ലസ് ആണ്, 2 ഫാരഡെ ആണ് 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ. അപ്പൊ 3 ഫാരഡയിൽ നിന്ന് 2 ഫാരഡെ എടുത്തിട്ട് 1 മോൾ ഡിപ്പോസിറ്റ് ആയി. ഇനി 1 ഫാരഡെ മിച്ചമുള്ളൂ. 2 ഫാരഡെ ഉണ്ടെങ്കിൽ 1 മോൾ ഡിപ്പോസിറ്റ് ആവും, പക്ഷെ 1 ഫാരഡയിലോ 1/2 മോളെ ഡിപ്പോസിറ്റ് ആവുള്ളൂ. അപ്പൊ മൊത്തം 1.5 മോള്. 1.5 എന്ന് വെച്ചാൽ എത്രയാ? 3/2 മോൾ കോപ്പർ ഡിപ്പോസിറ്റ് ആയി. ഇനി അലുമിനിയത്തിന് 3 ഫാരഡെ ചാർജ് ആണ് വേണ്ടത്, നമ്മൾ കൊടുത്തതും 3 ഫാരഡെ ആണ്. സോ നിങ്ങൾക്ക് മൊത്തം കിട്ടുന്നത് 1 മോൾ Al3 പ്ലസ് ആണ്. കാരണം 3 ഫാരഡെ പാസ് ചെയ്യുമ്പോൾ 1 മോള് കിട്ടും. റേഷ്യോ പറഞ്ഞേ 3:3/2:1. നമുക്ക് അങ്ങനെ റേഷ്യോന്റെ അകത്തില്ല. സോ നമ്മൾ അതിനെ ഹോൾ നമ്പർ ആക്കാൻ വേണ്ടി ×2 which is equal to 6:3:2. 632. ആൻസർ ഇസ് ഓപ്ഷൻ സി വരും. സോ ഇത് ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിന്റെ കണക്ഷൻ പ്രോബ്ലം ആണ്. ഐ ഹോപ്പ് യു ഗോട്ട് ദി ഐഡിയ. അടുത്ത ക്വസ്റ്റ്യൻ, the standard EMF of the cell Ni bar Ni2 plus aqueous solution double bar Cu2 plus bar Cu. നിങ്ങൾക്കറിയാം ഒരു സെൽ റെപ്രസെന്റേഷൻ കൊടുക്കുമ്പം ഈ ഡബിൾ ബാർ എന്ന് പറയുന്ന സോൾട്ട് ബ്രിഡ്ജ് ആണ്. ഇത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ആനോഡ് ആണ്. പിന്നെ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ആണ് ഇത്, ആൻഡ് ദിസ് ഇസ് കോൾഡ് കാഥോഡ്, അല്ലെ? റൈറ്റ് ഹാൻഡ് സൈഡിൽ കാഥോഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ആനോഡും വയ്ക്കുന്നത്. നിങ്ങൾക്കറിയാം ഗാൽവാനിക് സെല്ലിന്റെ കോഡ് എന്ന് പറയുന്നത് ലോൺ ആണ്. ലെഫ്റ്റില് ഓക്സിഡേഷൻ നടക്കും, ആനോഡാണ് വെക്കേണ്ടത്. ആനോഡിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. സോ ദിസ് ഇസ് ആക്ച്വലി ഫോർ ഗാൽവാനിക് സെല്ല്. ഇലക്ട്രോലൈറ്റിക് സെല്ലിന് ലോപ്പ് എന്ന് പറയാം. ലെഫ്റ്റില് ഓക്സിഡേഷൻ ആണ്, ആനോഡ് തന്നെയാണ്, പക്ഷെ ആനോഡിന്റെ സൈൻ പോസിറ്റീവാ. അതായതല്ല, അത് നമ്മൾ ആക്കിയതാണ്. അതുകൊണ്ടാണ് ഇലക്ട്രോലൈറ്റിക് സെല്ല് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതും ഗാൽവാനിക് സെല്ല് സ്പോണ്ടേനിയസ് റിയാക്ഷനും ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ലോൺ എന്നുള്ള കോഡ് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇതാണ് നിങ്ങളുടെ സെല്ല്. അതിന്റെ പൊട്ടൻഷ്യൽ 0.59 വോൾട്ട് സ്റ്റാൻഡേർഡ് EMF ആണ്. സോ ഈ 0 സെൽ എന്ന് പറയുന്നത് 0.59 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ഹെൻസ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദി പർട്ടിക്കുലർ റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുമായിട്ടുള്ള റിലേഷൻ എന്താ? E0 സെൽ ഇസ് ഈക്വൽ ടു 0.059 by n log equilibrium constant K.
പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ എഴുതുമ്പം അറിയാണ്ട് നമ്മളുടെ ഉള്ളിൽ എന്താ പറയുക സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇക്വേഷൻസ് ആണിത്. ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നൊക്കെ കാണുമ്പോൾ ഇത് പെട്ടെന്ന് പുറത്തേക്ക് ചാടി വരും. അപ്പോൾ ഓർത്തോണം 0.059 can be used only if the temperature is 298 Kelvin. ഇവിടെ 298 Kelvin എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകും. അത് വേറെ ഏതെങ്കിലും ടെമ്പറേച്ചർ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ 2.303 RT/NF എന്ന് തന്നെ കൊടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷെ അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല, അങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാറില്ല. എങ്കിലും പറഞ്ഞതാണ് ഈ ടെമ്പറേച്ചർ ആണെങ്കിൽ നിങ്ങൾ ഈ 0.059 യൂസ് ചെയ്യാവുള്ളൂ. ഇനി E0 സെല്ല് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 0.59. ഇത് 0.059/N വാല്യൂ ഏതെങ്കിലും ഒരാളെ നോക്കിയാൽ മതി. നോക്കിയേ, നിക്കൽ 0 സ്റ്റേറ്റിലാണ്. അത് നിക്കൽ 2+ ആയെന്ന് വെച്ചാൽ എത്രയാ N വാല്യൂ? നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് 2. ആ ഇലക്ട്രോൺ ആണ് ഇപ്പുറത്തെ സൈഡിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്ത് കണ്ടുപിടിച്ചാൽ മതി 2 ആൻഡ് ദിസ് ഇസ് log k ആണ്. ആൻഡ് ഇത് രണ്ടും കൂടെ കട്ടായി പോകുമ്പോൾ ഇവിടെ ഒരു 10⁻⁻1 എക്സ്ട്രാ വരും. സോ log k എന്ന് പറയുന്നത് അല്ലെ, log k എന്ന് പറയുന്നത് ഇത് എന്താ 10⁻⁻1 താഴെ വരുമ്പോൾ 10 വരും. 10 × 2 എന്ന് വെച്ചാൽ 20 വരും. സോ log k is equal to 20 വരും. സോ k is equal to 10⁻20 വരും അല്ലെ, 10⁻20 വരും. അപ്പോൾ log k 20 ആണെങ്കിൽ k is equal to 10⁻20. So that is a large equilibrium constant. So the answer is option D വരും. That is also electrochemistry. അടുത്ത ക്വസ്റ്റ്യൻ, ദി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് HCl, CH3COO Na and NaCl are respectively 425, 90 and 125 ohm inverse centimeter square per mole at 298 Kelvin. അവർ തന്നിരിക്കുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് 3 ഇലക്ട്രോലൈറ്റ് ആണ്. ദി മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് 0.1 molar acetic acid solution is 7.8 Siemens centimeter square mole inverse at the same temperature. അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് അസറ്റിക് ആസിഡ് അറ്റ് ദിസ് ടെമ്പറേച്ചർ എന്നാണ് ചോദ്യം. ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കാനുള്ളത് എന്താന്ന് നോക്കുക. അയണൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ Ka ആണ്. അക്കോർഡിംഗ് ടു ഓസ്റ്റ്വാൾഡ് ഡൈല്യൂഷൻ ലോ ഇറ്റ് ഈസ് C⁴². സോ വിച്ച് ഈസ് ഈക്വൽ ടു നിങ്ങളുടെ അസറ്റിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ അവർ തന്നിട്ടുണ്ട് 0.1, പക്ഷെ ആൽഫ ഇല്ല അല്ലെ. α² ആൽഫ നമുക്കറിയില്ല. അപ്പൊ ആൽഫ കണ്ടുപിടിക്കണമെങ്കിൽ കോൾറാഷസ് ലോ അനുസരിച്ച് ആൽഫ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ അവർ തന്നിട്ടുണ്ട്. λm ഡിവൈഡഡ് ബൈ λm0. ദാറ്റ് ഈസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ് λm0, മോളാർ കണ്ടക്ടിവിറ്റി ആണ് λm, അതിന്റെ റേഷ്യോ ആണ് ആൽഫ. അവരെന്താ തന്നേക്കുന്നത്? മോളാർ കണ്ടക്ടിവിറ്റി 7.8 തന്നിട്ടുണ്ട്. ഓക്കെ, ബട്ട് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ് അവർ തന്നിട്ടില്ല. പകരം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഈ 3 പേര് തന്നിട്ടുണ്ട്. അപ്പൊ കോൾറാഷസ് ലോ അനുസരിച്ച് എങ്ങനെയാ ചെയ്യാ? λm0 ഫോർ എനി ഇലക്ട്രോലൈറ്റ് അല്ലെ, ഇതാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഈ CH3COO- ആൻഡ് H+ മുറിയുന്നത് ഇത് രണ്ടും ഉള്ള കോമ്പൗണ്ടുകൾ ഏതൊക്കെയാ തന്നേക്കുന്നത്? ഒന്ന് HCl ഉം ഒന്ന് സോഡിയം അസറ്റേറ്റും. നിങ്ങൾ ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് അത് രണ്ടും ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുമ്പം കുറച്ച് അധികപ്പറ്റ് കയറി വന്നു. ആരാ? NAയും CL ഉം. അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആളാ, അയാളെ സബ്ട്രാക്ട് ചെയ്യുക. അതിന് ഇതെടുത്ത് കുറച്ചാൽ മതി. അപ്പം എപ്പോഴും കോൾറാഷസ് ലോ ചെയ്യുമ്പം ആവശ്യമുള്ള ആളുകളെ കൂട്ടുകയും ആവശ്യമില്ലാത്ത ആളുകളെ കുറയ്ക്കുകയും ചെയ്താൽ മതി. സോ λm0 ഫോർ CH3COO Na പ്ലസ് λm0 ഫോർ HCl. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം അധികപ്പറ്റാറാണ് NaCl. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? λm0 ഫോർ NaCl സബ്ട്രാക്ട് ചെയ്യാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു സോഡിയം അസറ്റേറ്റിന്റെ 90 ആണ് ആൻഡ് ദിസ് ഇസ് 425 മൈനസ് NaClന്റെ 125 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 425 പ്ലസ് 90 എന്ന് പറയുമ്പോൾ 5 1 and this is 515 minus 125 എന്ന് പറയുമ്പോൾ 0 and this is 9 and 390 യൂണിറ്റ് ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് എന്ന് വന്നു. അപ്പൊ നിങ്ങൾക്ക് λm0 കിട്ടി. λm ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. therefore alpha is equal to λm എത്രയാണ്? 77.8. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, സാർ ദിസ് ഇസ് Siemens centimeter square per mole, അത് ഓം ഇൻവേഴ്സ് ആണ്. ബോത്ത് ആർ സെയിം അല്ലെ. ഓം ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാ? സീമൻ തന്നെയാണ്. സോ 7.8 ഡിവൈഡഡ് ബൈ 390. ഞാനിത് മോഡിഫൈ ചെയ്യാൻ എളുപ്പത്തിന് 780 × 10⁻⁻2/390 എന്ന് എഴുതുവാണേ. കാരണം 780 × 10⁻⁻2 എന്ന് വെച്ചാൽ 7.8. അപ്പൊ ഇതിന്റെ ഡബിൾ ആണ് ഇത് അല്ലെ. അപ്പൊ ആൻസർ 2 × 10⁻⁻2 എന്ന് ആൽഫ വരും. പക്ഷെ നമുക്ക് ആൽഫ അല്ല വേണ്ട, Ka. അപ്പൊ നമ്മൾ Ka യിലേക്ക് മാറ്റുവാണ്. therefore Ka is equal to
0.1 into 2 into 10 raised to minus 2 the whole square, that is 10 raised to minus 1 into 4 into 10 raised to minus 4, which is equal to 4 into 10 raised to minus 5. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ വരും. സോ ഇതിൽ കോൾറാഷസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ് അല്ലെ, കോൾറാഷസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ്, മറക്കരുത്. സോ നെക്സ്റ്റ് വൺ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 4. When a certain aqueous solution was electrolyzed with platinum electrode is an inert electrode, then the pH of the solution was found not to change. pH change ആയില്ല. അങ്ങനെയാണെങ്കിൽ solution is that of എന്നാണ് ചോദ്യം. ഉറപ്പായിട്ടും നോക്കിയാൽ മതി, ഈ സൊല്യൂഷനെ, ഏത് സൊല്യൂഷനെ ഇലക്ട്രോലൈസ് ചെയ്യുമ്പോഴാണോ pH മാറാത്തതെന്ന് ചോദിച്ചാൽ ആ ഇലക്ട്രോലൈറ്റ് ഉറപ്പായിട്ടും ഒരു സ്ട്രോങ് ആസിഡിന്റെയും സ്ട്രോങ് ബേസിന്റെയും സോൾട്ട് ആയിരിക്കും. അപ്പൊ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തത് AgNO3 ആണ്. അപ്പൊ ഇതിനെ നിങ്ങൾ ഇലക്ട്രോലൈസ് ചെയ്യുമ്പോൾ കാഥോഡിൽ കിട്ടുന്നത് നിങ്ങൾക്കറിയാം, നൈട്രേറ്റുകളാണെങ്കിൽ കാഥോഡിലെ നൈട്രേറ്റ് ചെല്ലില്ല. പകരം നമുക്ക് കാഥോഡിൽ ചെല്ലാൻ പോകുന്നത് എന്ന് പറയുന്നത്, ഇവിടെ കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന മെറ്റൽ ആദ്യം കണ്ടുപിടിക്കാം. ഏതാ? ഇത് Ag പ്ലസും NO3 മൈനസും ആ. കാഥോഡിൽ റിഡക്ഷൻ ആണ് നടക്കുന്നത്. സോ Ag പ്ലസ് റെഡ്യൂസ് ചെയ്താൽ എന്ത് കിട്ടും? Ag കിട്ടും അല്ലെ. പകരം ഒരു മത്സരം നടക്കുന്നുണ്ട്, വെള്ളം കൂടെ മത്സരിക്കാനുണ്ട് സിൽവറിന്റെ കൂടെ. പക്ഷെ സിൽവറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് കൂടുതൽ, അതുകൊണ്ട് സിൽവർ ഡിപ്പോസിറ്റ് ചെയ്യും. രണ്ടാമത്തെ കേസിൽ ആനോഡാണ്. ആനോഡിൽ NO3 മൈനസ് ചെല്ലും, പക്ഷെ NO3 മൈനസിനെ ഓവർടേക്ക് ചെയ്ത് വെള്ളം ചെല്ലും. കാരണം വെള്ളത്തിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണ് കൂടുതൽ. അവിടെ ലിബറേറ്റ് ചെയ്യുന്നത് ഓക്സിജൻ ആയിരിക്കും. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞ Ag പ്ലസ് പോയി. പിന്നെ എന്താ, ആരാ തോറ്റുപോയത്? വെള്ളത്തിന്റെ അകത്തുള്ള H+ തോറ്റുപോയി. NO3 മൈനസ് അവിടെ ചുമ്മാ കിടക്കുക. അപ്പൊ ഇലക്ട്രോലൈറ്റിൽ HNO3 ഉണ്ടാവും. മക്കളെ ഉറപ്പായിട്ടും എന്ത് ചേഞ്ച് ആവും? pH ചേഞ്ച് ആവും. അപ്പൊ ഇലക്ട്രോലൈറ്റിൽ HNO3 വന്നാൽ pH ചേഞ്ച് ആവും. അപ്പൊ ഇത് ആൻസർ അല്ല. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കി വരുമ്പോൾ മനസ്സിലാവും, NaCl നോക്കാം. അതും കൂടെ ഒരെണ്ണോടെ കാണിച്ചു തരാം. NaCl Na പ്ലസും Cl മൈനസും ആ. ഇവിടെ നിങ്ങൾ കാഥോഡില് റിഡക്ഷൻ ആണ്. Na+ അതുപോലെ വെള്ളം കൂടെ മത്സരിക്കും. പക്ഷേ സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം അങ്ങനെയുള്ള ആളുകൾ വരുമ്പം സോഡിയത്തിനല്ല പ്രിഫറൻസ് ഉള്ളത്, വെള്ളം പോയി റെഡ്യൂസ് ചെയ്യും. കാരണം ഇയാളുടെ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ നെഗറ്റീവാ. അങ്ങനെ വരുമ്പം കാഥോഡില് ഹൈഡ്രജൻ പോവും. ആനോഡില് ശരിക്കും പോകേണ്ടത് ആരാണ്? ഓക്സിജനാ. ക്ലോറിനേക്കാൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓക്സിജൻ, വാട്ടറിനാണ്. ഓക്സിജൻ വരും. പക്ഷെ ഓക്സിജന് ഓവർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞൊരു ഫിനോമിനൻ ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഓക്സിജനെ ഓവർടേക്ക് ചെയ്ത് അവിടെ ക്ലോറിൻ ഡിപ്പോസിറ്റ് ചെയ്യാം. അപ്പൊ എന്താ പ്രശ്നം പറ്റിയ? കാഥോഡില് Na+ തോറ്റുപോയി, ആനോഡില് OH- തോറ്റുപോയി. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് NaOH ആവും. NaOH pH ഉറപ്പായിട്ടും ഇൻക്രീസ് ചെയ്യിപ്പിക്കും. കാരണം NaOH എന്ന് പറയുന്ന ഒരു ബേസ് ആണ്. അതുപോലെ CuSO4 നോക്കാം. ഇതുപോലെ കോപ്പർ 2+ കാഥോഡില് കോപ്പർ ആയിട്ട് മാറും. സൾഫേറ്റിന് പകരം ഓക്സിജൻ ലിബറേറ്റ് ചെയ്യും. അപ്പൊ സൾഫേറ്റ് അവിടെ മിച്ചം കിടക്കും. പിന്നെ തോറ്റുപോയ H+ ഉണ്ട്, അതുകൂടി സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറാം. pH ചേഞ്ച് ആവും. ഇനി KNO3 പൊട്ടാസ്യം എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് എന്താ പറയാ ചേഞ്ച്, പൊട്ടാസ്യം ഒരിക്കലും ഡിപ്പോസിറ്റ് ആവില്ല. പൊട്ടാസ്യത്തിന് പകരം ആര് ഡിപ്പോസിറ്റ് ആവും? ഹൈഡ്രജൻ കാഥോഡിൽ ഡിപ്പോസിറ്റ് ആവും. അപ്പോൾ പൊട്ടാസ്യം അവിടെ തോറ്റുപോയി. NO3 പകരം ആര് ഡിപ്പോസിറ്റ് ആയി? NO3 പകരം ഓക്സിജൻ ഡിപ്പോസിറ്റ് ആവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പൊട്ടാസ്യത്തിന് പകരം ഹൈഡ്രജൻ അവിടെ ഡിപ്പോസിറ്റ് ആയി അല്ലെ. പൊട്ടാസ്യം പ്ലസിന് പകരം ഹൈഡ്രജൻ കയറി ഡിപ്പോസിറ്റ് ആയി എവിടെ? കാഥോഡില്. ആനോഡില് NO3 പകരം ഓക്സിജൻ ആയി. അപ്പൊ ഒന്ന് ആലോചിക്കേ, പൊട്ടാസ്യം K+ തോറ്റു, NO3- തോറ്റു എന്ന് വെച്ചാൽ മീനിങ് എന്താ? ഇവിടെ വേറൊരു ആസിഡോ ബേസോ ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുമ്പം ഇയാളുടെ pH ഒരിക്കലും ചേഞ്ച് ആവില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ D ആണ്. അപ്പൊ നല്ല രീതിയിൽ ആ ഇലക്ട്രോ കെമിക്കൽ പ്രിൻസിപ്പിൾ അറിഞ്ഞാലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക. സോ ഇപ്പൊ പറഞ്ഞ ഒരു രീതിക്ക് ബാക്കിയുള്ള ഈ ഓപ്ഷനും കൂടെ നിങ്ങൾ ചെയ്തു നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അസ്യൂമിംഗ് H2X with a molecular weight of 80 is dissolved in a solvent having a density 0.4 gram per ml. Assuming no change in volume upon dissolution, the molality of a 3.2 molar solution is എന്നാണ് ചോദ്യം. അതായത് ഒരു കോമ്പൗണ്ട് H2X മോളിക്കുലാർ വെയിറ്റ് 80 ആണ്, ഡിസോൾവ് ഇൻ എ സോൾവെന്റ് ഹാവിംഗ് ദി ഡെൻസിറ്റി 0.4 gram per ml. സോൾവെന്റിന്റെ ഡെൻസിറ്റി ആണ്, സൊല്യൂഷന്റെ ഡെൻസിറ്റി അല്ല. അടുത്തത് അസ്യൂമിംഗ് നോ ചേഞ്ച് ഇൻ വോളിയം അപ്പോൺ ഡിസൊല്യൂഷൻ. അതായത് നിങ്ങളിപ്പോൾ 1 ലിറ്റർ വെള്ളം എടുത്തു, സോൾവെന്റ് വെള്ളം വിചാരിച്ചോ, 1 ലിറ്റർ വെള്ളം എടുത്തു, നിങ്ങൾ അതിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്ത് ഡിസോൾവ് ചെയ്തപ്പോഴും സൊല്യൂഷന്റെ വോളിയം സോൾവെന്റിന്റെ വോളിയത്തിനേക്കാൾ ഒരുപാട് ചേഞ്ച് വന്നിട്ടില്ല. അടുത്തത് ദി മൊളാലിറ്റി ഓഫ് 3.2 മോളാർ എന്ന ചോദ്യം. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി സ്മോൾ ലെറ്റർ എം. അപ്പൊ നിങ്ങൾക്കറിയാം മൊളാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. നമ്പർ ഓഫ് മോൾസ് നിങ്ങളുടെ കയ്യിലുണ്ട്. കാരണം എന്താ? 3.2 മോളാർ എന്ന് വെച്ചാൽ മീനിങ് എന്താ?
3.2 മോൾ H2X in 1 ലിറ്റർ സൊല്യൂഷൻ എന്നാണ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് എന്താണ്? 3.2. വോളിയം ഓഫ് ദി സൊല്യൂഷൻ എന്താണ്? 1 ലിറ്റർ. ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നോ ചേഞ്ച് ഇൻ വോളിയം. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ദി സോൾവെന്റും എന്ത് തന്നെയാ? 1 ലിറ്റർ ആണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ N2 ഉണ്ട്, പക്ഷെ W1 ഇല്ല. സോ W1 എന്ന് പറയുന്ന വെയിറ്റ് ഓഫ് ദി സോൾവെന്റ്. പകരം നിങ്ങൾക്ക് വോളിയം ഓഫ് ദി സോൾവെന്റും ഉണ്ട്, ഡെൻസിറ്റി ഓഫ് ദി സോൾവെന്റും ഉണ്ട്. സോ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ മാസ് ഓഫ് സോൾവെന്റ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഡെൻസിറ്റി ഇസ് 0.4 gram per ml. ml ആയതുകൊണ്ട് ഞാൻ വോളിയം 1 ലിറ്ററിന് പകരം 1000 ml എടുത്തു. സോ ml ഡാഷ് ക്യാൻസൽഡ്. സോ ദിസ് ഇസ് 400 gram എന്ന് വരും. ഗ്രാമിലല്ല വേണ്ടത്, നിങ്ങൾക്ക് കിലോഗ്രാമിലാണ്. സോ ദിസ് ഇസ് 0.4 kilogram. ഇനി നിങ്ങൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. therefore molality is equal to number of moles 3.2 by mass of solvent in kilogram 0.4. so answer is 8, option B. സോ ഇതാണ് മൊളാലിറ്റി. അപ്പൊ ഇത് വളരെ സിമ്പിൾ കോൺസെപ്റ്റാ. ഇവിടെ മാത്രം ചെറിയൊരു സ്റ്റോപ്പ് വരുമായിരിക്കും. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോണം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ദി മിക്സ്ചർ ദാറ്റ് ഫോം മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺസെപ്റ്റ് കൊടുത്ത് ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം ടൈം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വെച്ചാൽ നിങ്ങളുടെ മിക്സ്ചറിലുള്ള 2 കമ്പോണന്റുകൾക്ക് ബോയിലിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. ഈ 2 കമ്പോണന്റുകളെ മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന മിക്സ്ചറിന്റെ ബോയിലിംഗ് പോയിന്റ് ഈ 2 പേരെക്കാളും കൂടുതലാണ്. എന്ന് വെച്ചാൽ ബോയിൽ ചെയ്യാൻ പാടാണ്. എന്ന് വെച്ചാൽ എന്താ? ഈ 2 പേരെ മിക്സ് ചെയ്തപ്പം അവരുടെ ഇന്ററാക്ഷൻ ഭയങ്കര സ്ട്രോങ് ആയി. ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് വെച്ച് ആൻസർ എഴുതാം. നൈട്രിക് ആസിഡും വെള്ളം കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുക, ഒരു ഫണൽ എടുക്കുക, അല്ലെങ്കിൽ ഒരു ബീക്കർ എടുക്കുക, വെള്ളം ഒഴിക്കുക, അതിലേക്ക് നിങ്ങൾ HNO3 ആഡ് ചെയ്ത് സൈഡിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളും. കൈ പൊള്ളുക വെച്ചാൽ മീനിങ് എന്താ? എക്സോതെർമിക്ക. എക്സോതെർമിക് എന്ന് വെച്ചാൽ എന്താ? എനർജി പുറത്തോട്ട് വന്നു. അപ്പൊ ഡെൽറ്റ എച്ചിന്റെ സൈൻ നെഗറ്റീവാ. അപ്പൊ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആളെ ഏതാന്ന് നോക്കിയാൽ മതി അല്ലെ? അതേതാ? വാട്ടർ പ്ലസ് നൈട്രിക് ആസിഡ് ആണ്. അപ്പൊ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് കാണിക്കുന്ന ആൾക്കാർ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ്. നെഗറ്റീവ് ഡീവിയേഷൻ നിങ്ങൾ ബോണ്ടിങ്ങിന്റെ ഇന്ററാക്ഷൻ വഴി ഓർത്ത് വെക്കണം. ഞാൻ ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. മിനറൽ ആസിഡ് പ്ലസ് വാട്ടർ എന്ന് പറയുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിളും, ആൽക്കഹോൾ പ്ലസ് എനിത്തിങ്, ആൽക്കഹോളിന്റെ അകത്തേക്ക് എന്ത് മിക്സ് ചെയ്താലും അത് പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിളും ആയിരിക്കും. അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കണം. നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും, പോസിറ്റീവ് ആണെങ്കിൽ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും ആയിരിക്കും. നിങ്ങൾക്കൊരു 90% നിങ്ങൾക്ക് ഇതിനുള്ള ആൻസർ ഇതിൽ നിന്ന് കിട്ടിക്കോളും. അപ്പൊ ഇതാണ് ആൻസർ. ഇനി എത്തനോൾ പ്ലസ് വാട്ടർ കണ്ടോ? ആൽക്കഹോൾ പ്ലസ് എനിത്തിങ് പോസിറ്റീവ് ഡീവിയേഷൻ. അസറ്റോൺ പ്ലസ് കാർബൺ ഡൈസൾഫൈഡ്. അസറ്റോൺ പോളാർ ആണ്, കാർബൺ ഡൈസൾഫൈഡ് നോൺ പോളാറാ. അസറ്റോണിന് ഇയാൾ ഇഷ്ടപ്പെട്ടില്ല. സോ ദിസ് ഇസ് പോസിറ്റീവ് ആണ്. ഹെപ്റ്റേൻ ഒക്ടേൻ നോ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൻഡ് ഓൾ, ആൻഡ് ദിസ് ഇസ് ഐഡിയൽ സൊല്യൂഷൻ ആണ്. ബെൻസീൻ ആൻഡ് ടോളുവിൻ ഈസ് ഓൾസോ ഐഡിയൽ സൊല്യൂഷൻ ആണ്. ഐഡിയൽ സൊല്യൂഷൻസ് ഒരിക്കലും അസിയോട്രോപ്സ് ഫോം ചെയ്യത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ട്രിക്ക് മിക്കവാറും വർക്ക് ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. which has minimum osmotic pressure? you know osmotic pressure pi is equal to I into CRT. ഇതാണ് ഇക്വേഷൻ അല്ലെ? അപ്പൊ ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു IC എന്ന് എഴുതാം. RT റിമൈൻസ് കോൺസ്റ്റന്റ്. ഇനി നോക്കിക്കോണേ, ഇവിടെ എല്ലാ ആളുകൾക്കും ഒരേ വോളിയമാണ്. അതുകൊണ്ട് ഓൾ ഹാവ് ദി സെയിം ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റില്ല. കാരണം വോളിയം അല്ല നമ്മൾ നോക്കേണ്ടത്, I ആൻഡ് കോൺസെൻട്രേഷനാണ്. ഇപ്പൊ നോക്കിക്കോണം, NaClന്റെ I വാല്യൂ, വാൻ ഹോ ഫാക്ടർ വാല്യൂ, ഇത് 2 അയോണായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ 2. ഗ്ലൂക്കോസ് ഇലക്ട്രോലൈറ്റ് അല്ല, I വാല്യൂ 1. യൂറിയ ഇലക്ട്രോലൈറ്റ് അല്ല, 1. ദെൻ കാൽഷ്യം ക്ലോറൈഡ് ഇലക്ട്രോലൈറ്റ് ആണ്, 3 അയോൺസ്. ഒരു കാൽഷ്യം 2 Cl- 3 അയോൺസ് ഫോം ചെയ്യും. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എന്ത് വരും? 2 into 2 which is equal to 4. ഇവിടെ 1 into 1 which is equal to 1, 2 into 1 which is equal to 2, 3 into 3 which is equal to 9. അപ്പൊ ഇതിലെ ഏറ്റവും വാല്യൂ കുറവാർക്കാണ്? ഓപ്ഷൻ ബി. ബിക്ക് ഭയങ്കര കുറവാണ്. സോ ബിക്ക് മിനിമം ഓസ്മോട്ടിക് പ്രഷറും ഇക്ക് മാക്സിമം ഓസ്മോട്ടിക് പ്രഷറും ആയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി അല്ലെ? ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. അതിൽ വാൻ ഹോ ഫാക്ടർ നോക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. വാൻ ഹോ ഫാക്ടർ ഇല്ലാണ്ട് സൊല്യൂഷൻസിൽ പ്രോബ്ലം ചെയ്യരുത്. 8th question, liquid A and B forms an ideal solution എന്ന് പറഞ്ഞാൽ എന്താ? ഇവർ രണ്ടുപേരും കൂടെ ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ
they obey Rolle's law. അല്ലെ, അവർ Rolle's law obey ചെയ്തു. At 30 degrees Celsius, the total vapor pressure of a solution containing 1 mole of A and 2 mole of B is 250 mmHg. നിങ്ങൾക്കറിയാം, according to Rolle's law, vapor pressure of the solution equal to P0A chi A plus P0B chi B. ഇതാണ് നമ്മുടെ Rolle's lawയുടെ ഫൈനൽ ഇക്വേഷൻ. അതിൽ ആദ്യത്തെ കേസിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എന്ന് പറയുന്നത് 1, നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി എന്ന് പറയുന്നത് 2. ആ സമയത്ത് പി എസ് എന്ന് പറഞ്ഞ 250. നിങ്ങൾ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 250 is equal to P0A into chi A എന്ന് പറയുമ്പോൾ എന്താ, നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇതിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും 1/1 + 2 3 പ്ലസ് P0B into 2/3. ദാറ്റ് ഈസ് 3 കോമൺ ആയിട്ട് എടുത്താൽ P0A പ്ലസ് 2P0B is equal to 750 എന്ന് കിട്ടും, ഇക്വേഷൻ നമ്പർ 1. ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം എന്നാ, because in this equation we have two unknown parameters. ഇനി നമ്മൾ എന്താ ചെയ്യുക, രണ്ടാമത്തെ കണ്ടീഷൻ അവർ പറയുന്നു the total vapor pressure becomes 300 അപ്പം when 1 more mole of A is added to the first solution. അപ്പം number of moles of A എന്തായി, 1 + 1 2 ആയി. number of moles of B already 2 ആണ്. അങ്ങനെ വരുമ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എയും മോൾ ഫ്രാക്ഷൻ ഓഫ് ബിയും എന്തായിടൂ, ഹാഫ് ആയി. കാരണം നമ്പർ ഓഫ് മോൾസ് സെയിം ആണെങ്കിൽ അവരുടെ മോൾ ഫ്രാക്ഷനും സെയിം ആയിരിക്കും. രണ്ട് കമ്പോണന്റ് ഉള്ളതുകൊണ്ട് 1/2 1/2. അപ്പൊ നമ്മൾ വീണ്ടും കൊടുക്കുവാണ് 300 ഈക്വൽ ടു P0A into 1/2 plus P0B into 1/2 again, or P0A plus P0B which is equal to 2 common ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു 600, ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ഇക്വേഷൻ ജനറേറ്റ് ആയി. അപ്പം മാത്തമാറ്റിക്സ് ആണല്ലോ, നിങ്ങൾ ഓൾറെഡി എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് മാത്സ് ഭയങ്കര ഈസി ആയിട്ട് അറിയാം. സോ എന്ത് ചെയ്താൽ മതി, രണ്ട് ലീനിയർ ഇക്വേഷൻ കിട്ടി സോൾവ് ചെയ്യാം. സോ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്താൽ P0A പോയി, P0B is equal to 750 minus 600 150. ഇത് കൊണ്ടുപോയി നിങ്ങൾ ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് കൊടുത്താൽ P0A is equal to 750 minus 300 which is equal to 450 mmHg എന്ന് കിട്ടും. And this is 150 mmHg. So P0A യുടെ 450, P0B യുടെ 150. Answer is option A വരും. So this is from solution chapter Rolle's law. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. 3 moles of A and 1 mole of B are mixed in a sealed 1 liter container. നിങ്ങൾ ഇക്ലിബ്രിയത്തിലെ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഈ വെസലിന്റെ കപ്പാസിറ്റി ആണ്. കാരണം വെസലിന്റെ കപ്പാസിറ്റി അനുസരിച്ച് വേണം കോൺസെൻട്രേഷൻ എഴുതാൻ. 1 ലിറ്റർ ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ, നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ആണ് കോൺസെൻട്രേഷൻ. നിങ്ങൾ അറിയാണ്ട് ആ വോളിയം ഇട്ട് ഡിവൈഡ് ചെയ്യാൻ മറന്നു പോയാലും പ്രശ്നമില്ല, കാരണം ആ നമ്പർ ഓഫ് മോൾസ് തന്നെ കോൺസെൻട്രേഷൻ ആയിട്ട് മാറിക്കോളും. പക്ഷെ ഇത് 2 ലിറ്റർ വല്ലാണെങ്കിൽ നിങ്ങൾ ആ നമ്പർ ഓഫ് മോൾസിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തോണം. സോ 1 ലിറ്റർ എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. The reaction taking place is A plus B gives 2C all gases. If 1.5 mole of C are formed at equilibrium, the Kc of the reaction. അതിന് ആദ്യം A plus B gives 2C, ഇതാണ് റിയാക്ഷൻ. ഇനീഷ്യലി അവർ പറയുന്നത് 3 mole of Aയും 1 mole of B എടുക്കുക, അപ്പോൾ പ്രൊഡക്റ്റ് 0 ആണ്. ഇനി അറ്റ് ഇക്വിലിബ്രിയത്തില് 1.5 mole C ഉണ്ടായി. നിങ്ങൾക്കറിയാം, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് എഴുതുന്നതിന് മുമ്പ് വേറൊരു കാര്യം എഴുതണം. അറ്റ് ഇക്വിലിബ്രിയം ശരിക്കും എന്താ സംഭവിച്ചത്, 3 മൈനസ് എക്സ് 1 മൈനസ് എക്സ് 2x, ശരിയല്ലേ? ഇവിടുന്ന് എക്സ് പോയി, ഇവിടുന്ന് എക്സ് പോയി, ഇവിടെ സ്റ്റോഷിയോമെട്രി 1ഉം 1ഉം ആയതുകൊണ്ടാട്ടോ 2x ഉണ്ടായി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ് 1.5, 2x ആ. സോ 2x ഈക്വൽ ടു 1.5. അപ്പൊ x ഈക്വൽ ടു എന്താണോ 0.75 എന്ന് കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ, ഇക്വിലിബ്രിയം 3 മൈനസ് 0.75 2.25, ഇവിടെയോ 1 മൈനസ് 0.75 0.25, ഇവിടെയോ 2 into 0.75 1.5, അത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി കേസിയുടെ എക്സ്പ്രഷൻ പറ, കോൺസെൻട്രേഷൻ ഓഫ് C സ്ക്വയർ ബൈ കോൺസെൻട്രേഷൻ ഓഫ് A into കോൺസെൻട്രേഷൻ ഓഫ് B, കോൺസെൻട്രേഷൻ ഓഫ് C സ്ക്വയർ 1.5 into 1.5 by next 2.25 into 0.25. മക്കളെ, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞു, ഇത് നമ്പർ ഓഫ് മോൾസാ, അവിടെ എടുത്തേക്കുന്ന കോൺസെൻട്രേഷനാ. ഞാൻ അങ്ങനെ നേരെ എടുക്കാൻ കാരണം ഇത് 1 ലിറ്റർ കണ്ടെയ്നർ ആയതുകൊണ്ടാണ്. 1 ലിറ്റർ കണ്ടെയ്നർ ആയതുകൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ 2 ലിറ്റർ കണ്ടെയ്നർ ആണെങ്കിൽ ഡിവൈഡ് ചെയ്തോണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോവും. അപ്പൊ ഈക്വൽ ടു ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഡെസിമൽ പോയിന്റ് മാറ്റിയേക്കാം. 15 into 15 ഡിവൈഡഡ് ബൈ 225 into 25, മേളില് 10⁻², താഴെ 10⁻⁻4 വരും. അപ്പോ 5
വെച്ച് കട്ട് ചെയ്തു, ഇവിടെ 3 വരും. ഇത് 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 5, 4, 20, 45 വരും. ഇത് 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 3 വരും. ഇത് കട്ട് ചെയ്യുമ്പോൾ 15 വരും. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ 5 വരും. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ മേളിൽ 100 വരും. 100 ഡിവൈഡഡ് ബൈ 25 എന്ന് കിട്ടും. സോ ദി ആൻസർ ഈസ് 4. സോ KCയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള +1 ചാപ്റ്റർ ആണ് ഇക്വിലിബ്രിയം. വളരെ ഈസിയാണ്. മോൾ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് ഡയറക്റ്റ്ലി ചെയ്യാം. വോളിയത്തിന്റെ കാര്യം മറക്കരുത്. അടുത്ത് 10ാമത്തെ ക്വസ്റ്റ്യൻ. PCl5 gives PCl3 plus Cl2. ഡെൽറ്റ H ഗ്രേറ്റർ ദാൻ 0 എന്ന് വെച്ചാൽ ഫോർവേഡ് റിയാക്ഷൻ ഈസ് എൻഡോയും ബാക്ക്വേർഡ് റിയാക്ഷൻ അപ്പോൾ ഉറപ്പായിട്ട് എക്സോയോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻ വിൽ സപ്രസ് ദി ഡിസോസിയേഷൻ ഓഫ് PCl5? PCl5ന്റെ ഡിസോസിയേഷൻ സപ്രസ് ചെയ്യണം എന്ന് വെച്ചാൽ ഇക്വിലിബ്രിയം ഈ സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ ചെയ്യണം. അതിന് എന്ത് ചെയ്യണം? എൻഡോ തെർമിക് റിയാക്ഷന്റെ പ്രത്യേകത ടെമ്പറേച്ചർ കൂടിയ റിയാക്ഷനും കൂടും അല്ലെ. അപ്പൊ എൻഡോ തെർമിക് റിയാക്ഷൻ കൂടിയാൽ എന്താ പറയാ PCl5 ഭയങ്കരമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ടെമ്പറേച്ചർ കുറച്ചാൽ മതി. ടെമ്പറേച്ചർ കുറച്ചാൽ എന്താ പ്രത്യേകത? ടെമ്പറേച്ചർ കൂട്ടിയാൽ റിയാക്ഷൻ കുറയാ ചെയ്യുക. ആർക്ക്? എക്സോയ്ക്ക്. അപ്പൊ എൻഡോ നടക്കണമെങ്കിൽ നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടണം. എൻഡോ നടക്കണ്ട. അപ്പൊ നിങ്ങൾ എക്സോ നടത്തിയാൽ മതി. എക്സോ നടക്കണ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ കുറയ്ക്കണം. സോ ലോ ടെമ്പറേച്ചർ എന്നുള്ള ഈ ഓപ്ഷൻസ് കറക്റ്റാ. അപ്പൊ ഇത് രണ്ടും നമ്മൾ ക്യാൻസൽ ആയി പോയി. ഇനേർട്ട് ഗ്യാസ് കോൺസ്റ്റന്റ് വോളിയത്തിൽ ആഡ് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. പിന്നെ ഉള്ളത് ഇതും പോയി. ലോ ടെമ്പറേച്ചർ. പ്രഷർ നോക്കണം. നിങ്ങൾക്കറിയാം പ്രഷർ കൂട്ടിയാൽ the equilibrium will shift to a side in which there is less number of moles ആണ്. ലെസ് നമ്പർ ഓഫ് മോൾസ് അല്ലെ. അതായത് പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ നോക്കും. പ്രഷർ കുറയ്ക്കാനുള്ള മാർഗം എന്ന് വെച്ചാൽ എന്താ? ഇടി കുറഞ്ഞ പ്രഷർ എന്ന് പറയുന്ന ഗ്യാസ് മോളിക്യൂൾ വോളിൽ പോയി ഇടിക്കുമ്പോഴാണ് ഇടി കുറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അപ്പൊ പ്രഷർ കൂട്ടുമ്പം പ്രഷർ കുറയ്ക്കാൻ നോക്കും. പ്രഷർ കുറയ്ക്കാൻ ഇടി കുറഞ്ഞ സ്ഥലത്ത് പോകണം. ഇടി കുറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാ അല്ലെ. അപ്പൊ പ്രഷർ കൂട്ടിയാൽ ഇടി കുറഞ്ഞ സ്ഥലത്തേക്ക് പോകും എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക്. അപ്പൊ ലോ ടെമ്പറേച്ചറും ഹൈ പ്രഷറും കൊടുത്താൽ ആൻസർ നിങ്ങൾക്ക് PCl5ന്റെ ഡിസോസിയേഷൻ സപ്രസ്ഡ് ആക്കാം. പ്രഷർ കൂട്ടിയാൽ എന്താ സംഭവിക്കുക? ലെസർ നമ്പർ ഓഫ് മോൾസിലേക്ക് പോകും എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ. 11th question. If KSP of Ag2CrO4, AgCl, AgBr and AgI at a certain temperature are respectively 4 values തന്നിട്ടുണ്ട്. Which one of the following silver salt will precipitate last if AgNO3 solution is added to a solution containing equal moles of NaCl, NaBr, NaI and Na2CrO4? അവർ ചോദിച്ചേക്കുന്ന ഏതാണ് ലാസ്റ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക? ഒന്ന് ആലോചിച്ചേക്കേ. സോലിബിലിറ്റി വളരെ കുറവാണെങ്കിൽ എന്താ? സോലിബിൾ ആകില്ല, precipitate ആയിട്ട് തിരിച്ചടിക്കും. സോലിബിലിറ്റി വളരെ കൂടുതലാണെങ്കിലോ സോലിബിൾ ആകും, precipitate ചെയ്യില്ല. അപ്പൊ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഹൈ സോലിബിലിറ്റി ചെക്ക് ചെയ്താൽ പോരെ. ഏറ്റവും ലാസ്റ്റ് precipitate ചെയ്യാന്ന് വെച്ചാൽ മീനിങ് എന്താ? അയാൾക്ക് നല്ല സോലിബിലിറ്റി ഉണ്ട്. അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ Ag2CrO4 ആണ്. ഇത് നിങ്ങൾക്കറിയാം ഏത് ടൈപ്പ് സോളിഡാ? A2B സോളിഡാ. അപ്പൊ ഇയാളുടെ KSPയുടെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതും? 2^2 into 1^1 into S^2+1 അല്ലെ. നമ്മൾ സോൾട്ടിന്റെ ഫോർമുല നിങ്ങൾക്കറിയാം. ഇപ്പൊ AXBY എന്നാണെങ്കിൽ നമ്മൾ X^x into Y^y into S^x+y ആണ് KSPയുടെ എക്സ്പ്രഷൻ. നമുക്ക് ഇങ്ങനെ നേരെ എഴുതാൻ പറ്റും. അങ്ങനെ നോക്കുമ്പം KSP is equal to 4s³ എന്ന് വരും. S is equal to KSP by 4^1/3 എന്ന് വരും. Which is equal to 1.1 into 10⁻⁻12 by 4 all raised to 1/3 which is equal to 1.1 by 4^1/3 into 10⁻⁻4. തൽക്കാലം നിങ്ങൾ ഈ പവർ മാത്രം നോക്കിയാൽ മതി. എല്ലാം കൂടെ ചെയ്യാൻ നമുക്ക് സമയമില്ലല്ലോ. അപ്പോ അടുത്ത സോൾട്ടുകളുടെ പ്രത്യേകത നോക്കിയേ. AgCl, AgBr, AgI എല്ലാരും 1 ഇലക്ട്രോലൈറ്റാ. അപ്പൊ ഇക്വേഷൻ എന്താ? 1^1 into 1^1 into S^2. This is KSP. So solubility equal to root of KSP. അപ്പൊ എളുപ്പമായി. 10⁻, രണ്ടാമത്തെ വാല്യൂ നോക്കിയോണേ. 10⁻⁻10ന്റെ റൂട്ട് വരുമ്പോൾ 10⁻⁻5. ഇത് 10⁻⁻6.5. ഇത് 10⁻⁻8.5. 8.5. ഇനി പറ ഏറ്റവും ഹൈ കോൺസെൻട്രേഷൻ ഏതാ? ഇതിലെ ഏറ്റവും വലിയ വാല്യൂ ഇത് അല്ലെ. അപ്പൊ ഏറ്റവും ഹൈ കോൺസെൻട്രേഷൻ Ag2CrO4 ആണ്. അതുകൊണ്ട് അത് ഏറ്റവും ലാസ്റ്റ് precipitate ചെയ്യും. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. അപ്പൊ നിങ്ങൾ എല്ലാം ചെയ്ത് നോക്കരുത്. 3 ഒരേപോലെ ഉള്ളതായതുകൊണ്ട് ആ രീതിയിലേ ചെയ്യാവുള്ളൂ കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 12.
in a buffer solution containing equal concentration of B minus and weak acid. മക്കളെ HB എന്ന് പറയുന്ന വീക്ക് ആസിഡ് ആണ്, അതിന്റെ സോൾട്ട് ആണ് B മൈനസ്. ഈ രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ സെയിം ആണെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം ഒരു വീക്ക് ആസിഡും അതിന്റെ സോൾട്ടും എന്തായിട്ട് മാറും? ബഫർ ആയിട്ട് മാറും. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബഫർ. ഇത് എന്ത് ബഫറാണ്? ബേസ് ആയതുകൊണ്ട് ബേസിക് ബഫർ. KB ഓഫ് B മൈനസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, pH കണ്ടുപിടിക്കണം. പക്ഷെ ബേസിക് ബഫറിന്റെ pH അല്ല, നമ്മൾ POH കണ്ടുപിടിക്കുക, വിച്ച് ഈസ് കോൾഡ് ഹെൻഡേഴ്സൺ ഹെസൽബാച്ച് ഇക്വേഷൻ. സോ POH is equal to PKB plus log concentration of salt divided by concentration of the base ആണ്, which is equal to KB 10 raised to minus 9 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ PKB എന്താ? മൈനസ് ലോഗ് KB, that is minus log 10 raised to minus 9, which is equal to 9. സോ ഇവിടെ 9 വരും. പ്ലസ് ലോഗ് നോക്കിക്കേ, ഈക്വൽ കോൺസെൻട്രേഷൻ. അപ്പൊ ഇത് രണ്ടും സെയിം കോൺസെൻട്രേഷൻ ആകുമ്പോൾ log 1. log 1ന്റെ വാല്യൂ 0. അപ്പൊ ആൻസർ 9 വരും. പക്ഷെ ദിസ് ഇസ് POH. 9 എന്നുള്ള ഓപ്ഷൻ അവിടെ കിടക്കേണ്ട, ചാടിക്കറി എഴുതരുത്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന PH ആണ്. PH ഈക്വൽ ടു 14 മൈനസ് POH, which is 14 മൈനസ് 9 എത്രയാ? 5 വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ B ആണ്. സോ ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 12. അടുത്തത് 13. Two substances, ഇത് chemical kinetics ആണ്. Two substances A and B are present such as A0 is equal to 4 into B0. A0 and B0 initial concentration. Half-life of A is 5 minutes and that of B is 15 minutes. If they start decaying at the same time during first order kinetics, how much time later will the concentration of both of them would be same? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയതുകൊണ്ട് ഇത് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. നിങ്ങൾക്കറിയാം ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡറിന്റെ ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, B0യുടെ കോൺസെൻട്രേഷൻ X എന്ന് വിചാരിച്ചോ, അപ്പൊ A0യുടെ കോൺസെൻട്രേഷൻ എന്തെന്ന് എടുക്കാം? 4X എന്ന് എടുക്കാം. അപ്പൊ നോക്കിക്കോണം, ഇത് എക്സും ഇത് ആരുടെയാ? 4X. ഇത് A0യുടെ വാല്യൂ, സോറി ഇത് B0യുടെ വാല്യൂ ആണ്. ആൻഡ് ദിസ് ഇസ് ടേക്കൺ ആസ് A0 വാല്യൂ. ഇനി എയുടെ ഹാഫ് ലൈഫ് 5 മിനിറ്റാ, ബിയുടെ 15. അപ്പൊ നോക്കിക്കോണം, 5 മിനിറ്റ് കഴിയുമ്പം ഇവിടെ നമുക്ക് എന്താണെന്നറിയില്ല, പക്ഷെ ഇവിടെ എന്താവും? 4x/2 ആവും. കാരണം ഇത് എയുടെ ഹാഫ് ലൈഫാ. വീണ്ടും ഒരു 5 മിനിറ്റ് നടക്കുമ്പം ഇവിടെ എന്താന്ന് നമുക്കറിയില്ല, പക്ഷെ ഇത് വീണ്ടും 2x/2 എന്ത് x/2 ആവും അല്ലെ. ആദ്യം 4x ആയിരുന്നു, അതിന്റെ പകുതി 2x ആയി. 2x/2 എന്ന് പറയുമ്പോൾ x ആവും അല്ലെ. 2x/2 എന്ന് പറയുമ്പോൾ x ആവും. വീണ്ടും ഒരു 5 മിനിറ്റ്, ഞാൻ ചുമ്മാ ചെയ്തു പോകുന്നതാണേ. അപ്പൊ ഇതെന്തായി? x/2 ആയി. നമുക്ക് നോക്കാവേ. ഇപ്പൊ നോക്കിയേ, ഈ 5 മിനിറ്റ് എന്ന് വെച്ചാൽ എത്ര മിനിറ്റാ? ടോട്ടൽ 15 മിനിറ്റാ. അപ്പൊ ഈ 15 മിനിറ്റ് എന്ന് വെച്ചാൽ ആരുടെ ഹാഫ് ലൈഫാ? ബിയുടെ ഹാഫ് ലൈഫാ. അപ്പൊ 15 മിനിറ്റ് കൊണ്ട് എക്സ് എന്തായി? x/2. ഇപ്പൊ രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ സെയിം ആയില്ലേ? ആയി. അപ്പൊ രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ ടൈം ആവാൻ എത്ര നേരം വെയിറ്റ് ചെയ്താൽ മതി? 15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. വളരെ നല്ല കോൺസെപ്റ്റൽ ക്വസ്റ്റൻ ആണ് അല്ലെ. ഓർത്തോണം, ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ ഈ രീതിയിൽ എഴുതി വിട്ട ആൻസർ കിട്ടും. And 14th question. In the following reaction, XA gives YB. അവര് റിലേഷൻ തന്നിട്ടുണ്ട് in terms of log. A and B respectively can be. മക്കളെ 0.3010 എന്ന് പറയുന്ന log 2ന്റെ വാല്യൂ അല്ലെ. ഇപ്പൊ എല്ലാം ലോഗ് ആയില്ലേ? ലോഗ്. ഇനി പറഞ്ഞോ, ലോഗ് മൈനസ് ഓഫ് DA/dt which is equal to log DB concentration of അല്ലെ, log DB divided by dt ഈ പ്ലസ് ലോഗ് 2 എന്ന് നമ്മൾ എഴുതി. ഇനി പറഞ്ഞോ, ലോഗ് A പ്ലസ് ലോഗ് B എന്താ? ലോഗ് AB. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? ലോഗ് 2 ഇൻറ്റു dB/dt എന്ന് എഴുതാം. ശരി, രണ്ട് സൈഡിലും ലോഗ് ക്യാൻസൽ ആയി. എന്ത് വരും? മൈനസ് ഓഫ് DA/dt is equal to 2 into dB/dt എന്ന് വരും. That means minus of 1/2 into dA/dt which is equal to dB/dt എന്ന് വരും. കാരണം ഞാൻ ഈ 2 ഇങ്ങോട്ട് കൊണ്ടിട്ടു. അപ്പൊ റിയാക്ഷൻ പറ. മൈനസ് ആവുമ്പോൾ റിയാക്ടന്റ് 2 എണ്ണം, 2A എന്തായിട്ട് മാറി? ഒരു B ആയിട്ട് മാറി. സോ ദിസ് ഈസ് ദി റിയാക്ഷൻ. അപ്പൊ ഇതിൽ നോക്കണം, ബ്യൂട്ടൈൻ 4 കാർബൺ ആറ്റം, ഐസോബ്യൂട്ടൈൻ 4 കാർബൺ ആറ്റം. ഇക്വേഷൻ മാച്ച് ആയില്ല. അടുത്ത C2H4 ട്വൈസ് C4H8 മാച്ച് ആയി. അതായത് 2A കൺവേർട്ടഡ് ടു B ആ. അപ്പൊ 2 C2H4 C4H8 ആയി. കറക്റ്റ് മാച്ചിങ് ഇതാ. ഇത് നേരെ പകുതിയായി. ഈ റിയാക്ഷൻ നേരെ തിരിച്ചിട്ടാൽ ഇത് ശരിയാവും. പിന്നെ ഇതിന്റെ ഡബിൾ അല്ല ഇത്, ഇതിന്റെയും ഡബിൾ അല്ല ഇത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ B വരും. ആൻഡ് ദിസ് ഇസ് ഓൾസോ ഫ്രം കെമിക്കൽ കൈനറ്റിക്സ്. ഇത് നമ്മളുടെ
ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദി ഫോളോയിങ് ഡേറ്റ പെർടെയിൻസ് ടു ദി റിയാക്ഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. രണ്ട് റിയാക്ടന്റ് എ ആൻഡ് ബി, അവരുടെ റിയാക്ഷനിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻ ദി ഫസ്റ്റ് റിയാക്ഷൻ, സെക്കൻഡ് റിയാക്ഷൻ, തേർഡ് റിയാക്ഷൻ, കോൺസെൻട്രേഷൻ ഓഫ് ബി ഇൻ ദി റെസ്പെക്റ്റീവ് റിയാക്ഷൻ, അറ്റ് ദാറ്റ് ടൈം റേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ അവർ ചോദിച്ചേക്കുന്ന വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻഫറൻസസ് ആർ ഡ്രോൺ ഫ്രം ദി എബോ ഡേറ്റ. അതിൽ നിങ്ങൾ ഈ ഡേറ്റയിലേക്ക് ഇതിലേക്ക് നോക്കണ്ട, ആദ്യം നിങ്ങൾ ഇതിൽ നിന്ന് റേറ്റ് ലോ കണ്ടുപിടിക്കണം. റേറ്റ് ഇസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു സംതിങ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു സംതിങ്. അത് നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. അതിനാദ്യം ഒന്നില്ലെങ്കിൽ എയുടെ അല്ലെങ്കിൽ ബിയുടെ ആരുടെയെങ്കിലും ഒരാളുടെ കോൺസെൻട്രേഷൻ നമ്മൾ ഫിക്സ് ചെയ്യണം. ഇപ്പൊ ഇവിടെ ഞാൻ എയുടെ കോൺസെൻട്രേഷൻ ഫിക്സ് ആക്കി, എയുടെ കോൺസെൻട്രേഷൻ ഫിക്സ് ചെയ്തു. എന്നിട്ട് ബി നോക്കിയപ്പം ഇത് ഡബിൾ ആയത് കണ്ടു, ബിയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആയി. അപ്പൊ റേറ്റോ ഡബിൾ ആയി. അപ്പോ ബിയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആകുമ്പം റേറ്റ് ഡബിൾ ആകണമെങ്കിൽ ബി വിത്ത് റെസ്പെക്ട് ടു 1 ആയിരിക്കും. കാരണം ഇവിടെ ഞാൻ ബി എന്നുള്ളത് 2b എന്ന് എടുത്തു കഴിഞ്ഞാൽ 2 ഫ്രണ്ടി വരും, റേറ്റ് ഡബിൾ ആയി. ഇനി നമ്മൾ അടുത്തയില് ബി ഫിക്സ് ചെയ്യും. ഇത് ബിയുടെ വാല്യൂ ഫിക്സ് ചെയ്താണ്. അപ്പൊ എയുടെ വാല്യൂ എന്തായി? ഡബിൾ ആയി. അപ്പോൾ റേറ്റ് എന്തായി? വീണ്ടും ഡബിൾ ആയി. അപ്പൊ ഇത് ഡബിൾ ആയപ്പം ഇത് ഡബിൾ, അങ്ങനെ വരണമെങ്കിൽ എ വിത്ത് റെസ്പെക്ട് ടു 1. അപ്പൊ നമ്മളുടെ ഈ രണ്ടാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. റേറ്റ് ലോ ഫോർ ദി റിയാക്ഷൻ ഈസ് എ ഇൻറ്റു ബി എന്ന് വന്നു. ഇനി ആദ്യത്തെ ഓപ്ഷൻ റേറ്റ് കോൺസ്റ്റന്റ് ആ പറഞ്ഞേ, കെ ഇസ് ഈക്വൽ ടു റേറ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. ഏതെങ്കിലും ഒരു റിയാക്ഷന്റെ റേറ്റ് എടുക്കുക. റേറ്റ് ആദ്യത്തെ റിയാക്ഷൻ ആണെങ്കിൽ 2 × 10⁻⁴ ബൈ ആദ്യത്തെ 1 × 10⁻² ഇൻറ്റു 2 × 10⁻², വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പൊ കെയുടെ വാല്യൂ 1 ആണ്. ഇവർ കൊടുത്തേക്കുന്ന 10⁻⁴ തെറ്റിപ്പോയി. അടുത്തത് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഇൻക്രീസസ് 4 times ബൈ ഡബിളിംഗ് ദി കോൺസെൻട്രേഷൻ ഓഫ് ഈച്ച് റിയാക്ടന്റ്. റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി ആണ്. രണ്ടിന്റെ ഡബിൾ ആക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 2a ഇൻറ്റു 2b എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. ഇത് പഴയ റേറ്റ്. അപ്പൊ പുതിയ റേറ്റ് എന്ന് പറയുന്നത് പഴയ റേറ്റിന്റെ 4 ഇരട്ടി. അപ്പൊ രണ്ടുപേരുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയാൽ നിങ്ങളുടെ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഇൻക്രീസസ് 4 times. ദിസ് ഇസ് ഓൾസോ കറക്റ്റ്. ഇപ്പൊ ഇവർ ചോദിച്ചേക്കുന്ന സെലക്ട് ദി കറക്റ്റ് ആൻസർ ആണ്. 1 ഒഴികെ 2ഉം 3ഉം ആൻസർ ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്. അങ്ങനെ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി, അതുപോലെ സൊല്യൂഷൻസ്, കൈനറ്റിക്സ്, അങ്ങനെ ഇത്രയും ചാപ്റ്ററുകൾ എടുത്തു. ഫിസിക്കൽ കെമിസ്ട്രി ആണ്. ഫിസിക്കൽ കെമിസ്ട്രിയിലെ പ്രോബ്ലം നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എഞ്ചിനീയറിംഗുകാരായതുകൊണ്ട്. അപ്പൊ ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ലൈവായിട്ട് പിന്നീട് ഒരിക്കലും കാണാം. ഇപ്പം നമുക്ക് മാത്സിന്റെ സാറ് വെയിറ്റിംഗ് ആണ്. നമുക്ക് സാറിനെ സ്വാഗതം ചെയ്യാം. Welcome all of you. This session we are going to solve the problem from vectors and 3D. Vectors and 3D le questions ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. Vector 3D നമ്മുടെ സെക്കൻഡ് ഇയർ ടോപ്പിക് ആണ്, നമുക്കറിയാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, see this question from vectors. Vectors എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് കേരള എൻട്രൻസിനല്ലേ, നമുക്ക് നോക്കാം. ഈ a is equal to 2i minus j minus mk and b is equal to 4/7i minus 2/7j plus 2k are collinear. Two vectors are collinear ആണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ കൺസെപ്റ്റ്? എങ്ങനെയാണ്? if one vector is this one and another vector is this one, if they are collinear, their components are in ratio ആയിരിക്കും. അപ്പം we have to find the value of m. m ന്റെ വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. so here one m is there
and the corresponding constant in the second one is 2. So നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ഈ റേഷ്യോ സെയിം ആയിരിക്കും -1 divided by -2 by 7 which is equal to -m divided by 2 വരും. Okay, simplifying this one, 7 will come up. നമുക്ക് 2 ഈ മൈനസും മൈനസും കട്ടായി പോകും. 7 by 2 is equal to -m divided by 2. 2 will be cancelled. So what is the right answer of this one? M is equal to -7. We obtained this one. So what is the concept behind this one? A is parallel to B. A and B are collinear, means the components are in ratio. Vectors in the components ratio. Let's see the second one. If the position vectors of three consecutive vertices of a parallelogram are I plus j plus k and I plus 3j plus 5k and 7i plus 9j plus 1k, then the coordinates of the fourth vertex. So there is a parallelogram. There is a parallelogram. Their position vectors of three consecutive vertices I plus j plus k. So this one is 1 1 1 I plus j plus k. The components are I j k. So the coefficients are നമുക്ക് എങ്ങനെ എഴുതാം 1 1 1 എന്ന് എഴുതാം. And the second one is I plus 3j plus 5k. So 1 3 5. And the third one is 7 9 and 1. And we have to find the vertex, that the fourth vertex we should get. നമുക്കറിയാമല്ലോ diagonals bisect each other ആണ്. അപ്പോൾ ഈ ഡയഗണലിന്റെ മിഡ് പോയിന്റ് തന്നെയായിരിക്കും ഈ ഡയഗണലിന്റെ മിഡ് പോയിന്റ്. സോ വാട്ട് ഇസ് എ മിഡ് പോയിന്റ് ഓഫ് ദ ഫസ്റ്റ് ഡയഗണൽ? ഇതിനെ നമ്മൾ എ ബി സി ഡി എന്ന് വിളിച്ചാൽ വാട്ട് ഇസ് എ മിഡ് പോയിന്റ് ഓഫ് ദിസ് വൺ? 1 plus 7 by 2. So 8 by 2 4. 1 plus 9 by 2 5 and 1 plus 1 by 2 1. 4 5 1 but a 1 3 1. So if these values are a b and c, we can find the midpoint of that one. So 1 plus a by 2 is equal to 4. So what is the value of a? ഇവിടെ എത്ര വരും? 1 plus a by 2 is equal to 4. So 8 minus 1, a equal to 8 minus 1. 7 വരുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. 7 വരുന്ന ഫസ്റ്റ് എലമെന്റ് 7 വരുന്ന ഓപ്ഷൻ, only one option in this one, that is 7 7 7. We can finalize the answer. ഇനി കൂടുതൽ ചെയ്യണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. 3 plus b divided by 2 is equal to 5 ആയിരിക്കും. 3 plus b divided by 2 is equal to 5 ആയിരിക്കും. 10 minus 3. Again the second one is also 7. So we can finalize the answer of this one as 7 7 7. So that is the, they are the coordinates of the fourth vertex. Okay, next one. See, the sum of two vectors is a unit vector. Then the magnitude of their difference. Given that sum of two vectors is a unit vector, let us assume that a and b are two vectors and the sum of the vectors, so a plus b, magnitude of a plus b is equal to 1 ആയിരിക്കും. Sum of two unit vectors is also a unit vector. So sum of two unit vector and magnitude is also a unit vector. 1 ആണ്, magnitude 1 ആണ്. പക്ഷെ കണ്ടുപിടിക്കാനുള്ള എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദർ ഡിഫറൻസ്. വി ഷുഡ് ഗെറ്റ് മോഡ് ഓഫ് എ മൈനസ് ബി. ഇതാണ് കിട്ടേണ്ടത്. നമുക്കിതിനെ ഒന്ന് സ്ക്വയർ ചെയ്യാം. നമുക്ക് മോഡ് ഓഫ് എ പ്ലസ് ബി സ്ക്വയർ ഇട്ടാൽ മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ പ്ലസ് 2 എ ഡോട്ട് ബി വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇതും 1 ആണ്, ഇതും 1 ആണ്. 1 plus 1 plus 2 എ ഡോട്ട് ബി വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 1. ഒരു 1ഉം 1ഉം കട്ട് ചെയ്ത് പോയാൽ 2 എ ഡോട്ട് ബി വി will get 2 a dot b is equal to എത്രയാണ്? -1. Okay, and at the same time we can find the square of this one. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോഡ് ഓഫ് എ മൈനസ് ബി ആണ്. മോഡ് ഓഫ് എ മൈനസ് ബി കിട്ടാത്തതുകൊണ്ട് മോഡ് ഓഫ് എ മൈനസ് ബി സ്ക്വയർ അങ്ങോട്ട് എടുക്കുക. മോഡ് ഓഫ് എ മൈനസ് ബി സ്ക്വയർ എടുക്കുമ്പോൾ മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ മൈനസ് 2 എ ഡോട്ട് ബി വരും. And this quantity is 1 already given and b is also 1. Minus 2 a dot b is -1. So minus 1 plus. So what is the answer? 3. Mod of a minus b square is equal to 3. So what is mod of a minus b? Mod of a minus b, which is equal to square root of 3. Which option? That option C is the right answer. That is root 3. Okay. Next one. If lambda into 3i plus 2j minus 6k is a unit vector, then the value of lambda r.
Actually, this given vector is a unit vector, lambda into 3i plus 2j minus 6k. The magnitude of this quantity will be 1 എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 എന്ന് തന്നിട്ടുണ്ട്. മോഡ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 1. സോ ലാംഡ എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതിന് മാഗ്നിറ്റ്യൂഡ് ഇറ്റ് സെൽഫ് ലാംഡ തന്നെയാണ്. സോ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സെക്കൻഡ് വൺ? റൂട്ട് ഓഫ് 9 പ്ലസ് 4 പ്ലസ് 6. This is equal to 1. So what should be the value of lambda such that the entire magnitude will be 1? ഇത് എത്ര വരും? 9 plus 4 plus 6. 6 36 ആണ്. 6 അല്ല 36. Okay. 6 square. 9 plus 4 plus 36. 36 plus 4 40. 40 plus 9 49. Root 49 7. So lambda into 7 which is equal to 1 means the value of lambda is equal to what? 1 by 7. 1 by 7. Which is the answer for this one? Here the right answer for this one is plus or minus 1 by 7 വന്നാലും കുഴപ്പമില്ല. കാരണം മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പം we can take the positive value or mod lambda എന്ന് നമുക്ക് assume ചെയ്താലും കുഴപ്പമില്ല. Plus or minus 1 by 7 is the answer. Okay. Next one. A vector of magnitude 7 units parallel to the resultant of the vectors A 2i minus 3j minus 2k and b minus I plus 2j plus k is രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റിന് എലോങ് ആയിട്ടുള്ള ഒരു തേർഡ് വെക്ടർ ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വൺ ഷുഡ് ബി 7 ആയിരിക്കണം. അപ്പോൾ റിസൾട്ടന്റ് എടുക്കണമെങ്കിൽ നമുക്ക് രണ്ട് വെക്ടേഴ്സിന്റെ സം എടുക്കണം. a plus b, that is the sum of resultant of that two vectors. 2i minus 3j minus 2k, that is one vector, and minus I plus 2j plus k is the second vector. What is the sum of these two? Adding these two vectors, 2i minus I minus 3j plus 2j minus j and k minus 2k. So it is minus k. I minus j minus k. Any such option given there, I minus j minus k ഇവിടെ ഉണ്ട് and I minus j minus k ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെ ഉണ്ട്. ഇതൊന്നും ആൻസർ ആവത്തില്ല. നമുക്ക് ഏതായാലും അതിനെ കട്ട് ചെയ്ത് കളയാം. And we should get a vector. റിസൾട്ടന്റ് കിട്ടി. റിസൾട്ടന്റിന്റെ എലോങ് ആയിട്ട് പക്ഷെ മാഗ്നിറ്റ്യൂഡ് 7 വരണം. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഇതിനെ ഒന്ന് യൂണിറ്റ് ആക്കിക്കേ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് I minus j minus k divided by root 3 ഇട്ടാൽ മാഗ്നിറ്റ്യൂഡ് 1 square 1 square 1 square കൊണ്ട് ഡിവൈഡ് റൂട്ട് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യൂണിറ്റ് വെക്ടറായി. ഇനി നമുക്ക് വേണ്ടത് റിസൾട്ടന്റിന് എലോങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ. ഇത് റിസൾട്ടന്റിന് എലോങ് ആയിട്ട് മാഗ്നിറ്റ്യൂഡ് 7 ഉള്ള വെക്ടർ ആണെങ്കിൽ ഇതിനൊട്ടൊരു 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ അഗൈൻ ദെൻ വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ ഓഫ് ദിസ് വൺ? 7 by root 3 into I minus j minus k. 7 by root 3 into I minus j minus k. The right answer of that one is option D. Okay. Resultant എടുക്കുക, റിസൾട്ടന്റിനെ യൂണിറ്റ് ആക്കുക, then you multiply with the required magnitude. ആവശ്യമുള്ള മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. Okay. I minus j minus k by root 3 the whole into 7. The answer of that one is option D. Next one. If the vectors 3i minus 4j minus k and 2i plus 3j minus 6k represents the diagonals of a rhombus, then what is the length of the side of the rhombus is? There is a rhombus. റോംബസിന്റെ പ്രത്യേകത നമുക്ക് അതെല്ലാം സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും. The vectors represents the diagonals of a rhombus. One diagonal and another diagonal. They are represented by 3i minus 4j minus k and 2i plus 3j minus 6k. And you know, if the sides are a and b, then the diagonals are a plus b and a minus b. These are the diagonals of a rhombus d1 and d2. Actually ഇവിടെ തന്നിരിക്കുന്നത് a plus b യും a minus b യും ആണ്. ഡയഗണൽസ് തന്നാൽ അതിന്റെ അർത്ഥം ഡയഗണൽസ് സം ഓഫ് ദ സൈഡ്സും ഡിഫറൻസ് ഓഫ് ദ സൈഡ്സും ആയിരിക്കും. വൺ ഡയഗണൽ is a plus b, that we know. This is a plus b because this vector is a and this vector is b. Definitely the first diagonal is a plus b. And മൈനസ് ബി എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങനെ താഴോട്ടാക്കിയാൽ മതി. അപ്പൊ എ മൈനസ് ബി ഈ വെക്ടർ ആണ്. അത് തന്നെയായിട്ട് നമുക്ക് ഈ വെക്ടറിനെ എടുക്കാം. സോ ദ സെക്കൻഡ് ഡയഗണൽ ഈസ് എ മൈനസ് ബി. ഞാൻ പറഞ്ഞത് എന്താണ്? D1. ഫസ്റ്റ് ഡയഗണൽ ഈസ് എ പ്ലസ് ബി ആൻഡ് ദ സെക്കൻഡ് ഡയഗണൽ ഈസ് എ മൈനസ് ബി. പക്ഷെ ഇത് രണ്ടും അല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് അതിന്റെ സൈഡ്സിന്റെ മാഗ്നിറ്റ്യൂഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൈഡ്സ് കണ്ടുപിടിക്കണം. ഇതങ്ങ് ആഡ് ചെയ്യാം. അപ്പൊ ബി വെട്ടിപ്പോയിട്ട് നമുക്ക് സൈഡ്സ് എത്ര വരും? ഇവിടെ
sides, adding this to, we will get 2a. 2a കിട്ടിയാൽ ഒരു സൈഡ് ആവും. അപ്പം ആ സൈഡിന്റെ ട്വൈസ് ആണ് 2a. നമുക്ക് അതിന്റെ ലെങ്ത് മാത്രമായിട്ട് എടുക്കണമെങ്കിൽ അതിന്റെ ഹാഫ് എടുത്താൽ മതി, a by 2 എടുത്താൽ മതി. അപ്പൊ d1 plus d2 by 2 is equal to a, one of the side. Otherwise d1 minus d2 divided by 2 is equal to b. നമുക്ക് ഏതായാലും d1 plus d2 by 2 എന്ന് എടുത്ത് നോക്കാം ഇതിന്റെ അകത്ത് ആൻസർ കിടപ്പുണ്ടോന്ന്. അല്ലെങ്കിൽ നമുക്ക് d1 minus d2 by 2 എടുക്കാം. d1 plus d2 എത്രയാണ്? 3i plus 2i, 5i, 5 d1 plus d2 by 2 is equal to 5i minus j minus 7k by 2. And you take the magnitude of this one. എന്നിട്ട് നോക്കാം നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ 1 by 2 of root of 25 plus 1 plus 49. Okay, 49 plus 1, 50. 50 plus 25, 75. Root 75 divided by 2. Root 75 ne can we write it as root of 25 into 3. So you can write it as 5 root 3 divided by 2. Any such option given there? One option is given there. C is the right answer of that one. 5 root 3 divided by 2. Okay. Where are there is a single correct answer question ആണ്. JEE പോലെ multiple correct answer question അല്ല. അപ്പം നമുക്ക് ഒരു ആൻസർ മതിയാവും. 5 root 3 divided by 2. സെക്കൻഡ് ആയിട്ടുള്ള d1 minus d2 by 2 കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്കില്ല. Okay. So the right answer is C. Next one. A vector 8i plus aj of magnitude 10 in the direction of ഏതാണ് 4i minus 3j. 8i plus aj ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് പറഞ്ഞത്? 10 യൂണിറ്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് 4i minus 3j. ഈ ഡയറക്ഷനിലാണ് അത് നിൽക്കുന്നത്. Then the value of a should be, നമുക്കറിയാമല്ലോ ഇതിനെ നമുക്ക് 8i plus aj യുടെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് a സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 ആണ്. അപ്പൊ 8 സ്ക്വയർ പ്ലസ് a സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 വരും. സോ a സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 മൈനസ് 8 സ്ക്വയർ വരും. 8 സ്ക്വയർ എത്രയാ? 64. സോ 100 മൈനസ് 64 എത്രയാ? 36. സോ a ഇസ് ഈക്വൽ ടു എത്രയാണ്? പ്ലസ് ഓർ മൈനസ് എത്രയാ വരുന്നത്? 6 വരും. അപ്പൊ സപ്പോസ് a ഈക്വൽ ടു 6. ഇവിടെ നമുക്ക് പല ഓപ്ഷൻസ് ഇവിടെ കിടപ്പുണ്ട്. 6 ഉണ്ട്, 3 ഉണ്ട്, മൈനസ് 3 ഉണ്ട്, മൈനസ് 6 ഉണ്ട്. അപ്പൊ ഈ വെക്ടർ ഇതിന്റെ ഡയറക്ഷനിൽ നിൽക്കുന്ന പാരലൽ എന്നേ പറഞ്ഞുള്ളൂ, ഈക്വൽ ആണെന്നൊന്നും പറഞ്ഞില്ല, ഇൻ ദ ഡയറക്ഷൻ. അപ്പൊ ഇതിനെ 4i മൈനസ് 3j എന്ന് മാറ്റിയാൽ വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് ദിസ് a? 6 വരണോ? 6 വരണ്ടല്ലോ. ഇതിനെ നേരെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ പോരെ. ഇത് 4i ആകണം, 8i 4i ആകണം. അപ്പൊ aj എന്നുള്ള ക്വാണ്ടിറ്റി മൈനസ് 3j ആകണം. നേരെ നോക്കിയാലും a 6 എന്നല്ല നമ്മൾ എഴുതേണ്ടത്. a is equal to എത്ര വരണം ഇവിടെ? a equal to 6 വന്നാൽ 8i plus 6j. അപ്പൊ 4i minus 3j എന്നാ കിടക്കണം. അപ്പൊ a equal to minus 3 വന്നാലല്ലേ അത് ആക്ട് ആവത്തുള്ളൂ. a equal to plus or minus 6 വന്നതിന്റെ കാരണം ഇവിടെ 6 വരാം, പ്ലസ് 6 എന്ന് ഇവിടെ എഴുതാം, നമുക്ക് മൈനസ് 6 എന്ന് എഴുതാം. പക്ഷെ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് വാല്യൂ ഓഫ് a എത്ര വരണമായിരിക്കും? ഇൻ ദ ഡയറക്ഷൻ ഓഫ് അതാണെങ്കിൽ പ്ലസ് 6ഓ മൈനസ് 6ഓ അതോ 3ഓ? 3 അല്ല, മൈനസ് 6 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. എന്നാലേ 8i മൈനസ് 6j എന്നുള്ളത് 4i മൈനസ് 3jക്ക് പാരലൽ ആകത്തുള്ളൂ. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് മൈനസ് 6 എന്നുള്ളത് മൈനസ് 3 ആയി മാറത്തുള്ളൂ. So the right answer of that one is a equal to minus 6. Minus 3 എന്നല്ല, minus 6. Now question 8. What is that? A is equal to 1 minus 1, 2 and b is equal to 2, 3 minus 1, b 2 points. If a point P divides AB internally in the ratio 2:3. There are 2 points. They are represented by 1, minus 1, 2. And the second point is 2, 3, minus 1. If a point P divides AB internally in the ratio 2:3. Okay, that is internally dividing point. നമുക്കറിയാമല്ലോ ഒരു സെക്ഷൻ ഫോർമുല ഉണ്ടല്ലോ,
mx2 plus nx1 divided by m plus n. So the first value, first coordinate of p is 2 into 2 into 2 plus 3 into 1 divided by 2 plus 3. That is the first coordinate. 4 plus 3, 7 by 5. Any such option given there? 2 into 2, 4 plus 3 by 5, 7 by 5 varavunna option undo nokka. This is 1 by root 5 avilla, 1 by root 3 avilla, 1 by root 3 avilla, 1 by 5 of 7, 7 by 5, 7 by 5 I, 7 by 5 I. That is the first element, and no need to find the all other options. The right answer of that one is option D. Okay. നമ്മൾ ഓരോ ഓപ്ഷനിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ if we can avoid some options from this one, then you will get the final answer of that one. നമുക്ക് അതിനെ shrink ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അല്ലെങ്കിൽ അടുത്ത എലമെന്റ് കൂടെ കണ്ടുപിടിച്ചാലും മതി. 2 into 3 plus 3 into minus 1, 3 into minus 1 divided by 2 plus 3. ഇതാണ് സെക്കൻഡ് കമ്പോണന്റ് വരേണ്ടത്. That is 6 minus 3 divided by 5. 6 minus 3 divided by 5 is 3 by 5. So that is also the second component of this one, that is 3 by 5. Okay, so the right answer of that one is option D. Next one, the position vectors of the points A and B with respect to O are 2i plus 2j plus k and 2i plus 4j plus 4k. The length of the internal bisector of BOA of AOB. AOB യുടെ internal bisector കിട്ടണം. Suppose this one is O and this is A and this one is B, and AOB is a triangle, and internal bisector ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് വരുന്നത്. internal bisector ആംഗിളിനെ ബൈസെക്ട് ചെയ്യണം. This is one angle, the other one is this one. Okay, internal bisector വരുമ്പോൾ the first position vector of the first point A യുടെ കോർഡിനേറ്റ്സുകൾ നമ്മൾ എഴുതിയാൽ ഇത് ഒറിജിൻ ആണെങ്കിൽ 2 2 1 ആണ്. The second one is 2 4 4 ആണ്. Can you say what is the ratio by which this internal bisector divides AB? In a triangle, the internal bisector divides the opposite side in the ratio of the length of the sides. ഈ ratio ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നേക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് OA എന്ന് പറയുന്നത് 4 plus 4 plus 1, root of 4 plus 4 plus 1 എത്രയാ അത് വരുന്നത്? 9. root 9 എത്രയാ വരുന്നത്? 3 ആണ് ഇവിടെ വരേണ്ടത്. And here it is എത്ര വരുന്നത്? root of 4 plus 16 plus 16, 36. അപ്പോൾ ഇവിടെ വരുന്നത് 6 ആണ്. So the internally dividing point, the internal bisector divides AB in the ratio of 3:6. 3:6 നെ റേഷ്യോ ആകുന്നതുകൊണ്ട് കുറച്ചുകൂടെ ചെറുതായിട്ട് എഴുതാം, 1:2. Now it is the coordinates of this particular point is 1 into 2 plus 2 into 2 divided by 2 plus 1. അപ്പോൾ എത്ര വരും? 1 into 2 plus 2 into 2, 4, 2 into 2 divided by 2 plus 1, 3. And the next element in this 1 into 4 plus 2 into 2, 4 plus 4 divided by 3, and the third coordinate of that one is 1 into 4, that is 4, plus 2 into 1 plus 2 divided by 1 plus 2, 3. So the coordinates are 4 by 3, 8 by 3 and 6 by 3. Okay, 4 by 3, 6 by 3 and 8 by 3. അപ്പം നമുക്കിവിടെ ഒരു പോയിന്റ് P ഇട്ടാൽ OP is equal to, vector OP is equal to, any mistake, 1 into 2 plus 2 into 2, that is 2 plus 2, 4 by 3, and 1 into 4, 4 plus 2 into 2, 4, 4 plus 4, 8 by 3, and 1 into 4, that is 4 plus 2 into 1, 6 by 3. So the component OP can be written as 4 by 3I plus 8 by 3J plus 6 by 3K. Now what is the
ലെങ്ത് ഓഫ് ദ ഇന്റേണൽ ബൈസെക്ടർ ആണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര വരും? റൂട്ട് ഓഫ് 16/3 plus 64/3 plus 36/3 by 9. Okay, square ചെയ്യുമ്പോൾ I think the answer is 136/3. Okay, internal bisector divides the opposite side in the ratio of the length of the sides. Okay, next one, if A equal to 2i plus lambda j plus k and b equal to I plus 2j plus 3k are orthogonal, and this question that is from the product of vectors, ഇവിടെ നമുക്ക് വരുമ്പോൾ എങ്ങനെയാ, one vector is this one and another vector is this one are orthogonal. That means A is perpendicular to B. A is perpendicular to B ആണെങ്കിൽ എത്ര വരുന്നേ? A dot B which is equal to 0. If two vectors are perpendicular to each other, their dot product will be 0. So take the dot product of this one, A dot B, that is 2 plus 2 into 1, 2 plus lambda into 2 plus 1 into 3 which is equal to 0. So 2 lambda plus 5 is equal to 0. The value of lambda is equal to what? Minus 5 divided by 2. Which option is the right answer? Option C is the right answer of this one. That is minus 5 divided by 2. Let A be a unit vector. Okay. And it is given that x minus a dot x minus b x plus a is equal to 12. We have a formula a dot a is equal to what? Mod a square. And here it is x minus a dot x minus x plus b x plus a, which is given as 12. Here it is mod x square minus mod a square is equal to 12. ഇതാണ് ആ തന്നിരിക്കുന്ന സ്റ്റെപ്പിന്റെ അർത്ഥം. X minus a dot x minus a which is equal to 12. So mod x square minus mod a square is equal to 12. Then the magnitude of x is equal to a എന്ത് വെക്ടർ ആണ്? Here that a is a unit vector. Now mod x square is equal to എത്രയാണ്? 12 plus mod a square. Mod a square is equal to 1. 12 plus 1 13. Mod x square is equal to 13. So what is the value of mod x? The answer is എത്രയാണ്? 13. Okay. Next one. Here a is equal to 2i plus 5j minus 7k and b is equal to I plus 3j plus 5k. There are two vectors given, 2i plus 5j minus 7k and I plus 3j plus 5k. And here we have to find the value of 3a minus 5b dot of 4a cross 5b. Here in this vectors, one dot and one cross is obtained. And it is required to find one dot and one cross. And it is box product. ഇത് സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്നൊരു കൺസെപ്റ്റ് ആണ്. സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. മൂന്ന് വെക്ടേഴ്സ് ഉണ്ട് ഇവിടെ. 3a minus 5b dot 4a cross 5b. So we have to find 3a minus 5b. What is 3a minus 5b? ഇത് കണ്ടുപിടിക്കണം. 3a. 3 times of the first one minus 5 times of the second one. 3 times of the first one എത്ര വരും? 6i plus 15j minus 3 times minus 21k minus of, ഇത് ഇച്ചിരി ലെങ്തി ആണ്, and 5 times of b is equal to 5i plus 15j, 5 into 3 15 plus 5 into 5 25k. Simplifying this one, 6i minus 5i, ഇവിടെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു, 3a minus 5b. 6i minus 5i, that is I. Okay. 15j minus 15j, 0j. Minus 21k minus 25k. 21 minus 46k.
So one vector is obtained, that is 3a minus 5b, which is equal to I minus 0j minus 46k. And another one is 4a. 4a is equal to 4a. Here 4a is equal to 4 into 2, 8i, plus 4 into 5, 20j, minus 4 into 7, 28k. And 5b, 5 times of b, that is 5i plus 15j plus 25k. So there are three vectors. One vector is 3a minus 5b, and the other vector is 4a, and the other last vector is 5b. And the required expression is the determinant, the components of the first one, 1, 0, minus 46, 8, 20, minus 28, and 5, 15, and 25. And it is little difficult to calculate. Anyway, determinant evaluate ചെയ്യാൻ നമുക്കറിയാം. 1 into ഇത് ഉൾപ്പെടുന്ന റോ കോളം മാറ്റി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. The answer will be 0. ഇപ്പം നമുക്കത് കംപ്ലീറ്റ് സിംപ്ലിഫൈ ചെയ്യേണ്ട. The answer of that one is equal to 0. Next one. If 4i plus 6j and 3j plus 4k are two vectors, then the vector form of component of A along B. Vector form of component of A along B. Component of a vector along B. നമുക്ക് projection of a vector, projection of A on B അറിയാവുന്നതാണ്. There is a formula for projection of A on B. Projection of A on B യുടെ formula എന്താണ്? A dot B divided by modulus of B. അപ്പോൾ ഒരു വെക്ടർ എടുത്താൽ ആ വെക്ടറിനെ വേറൊരു വെക്ടറിലേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ എയെ ബിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ എ ഡോട്ട് ബി ബൈ മോഡ് ബി എന്ന് വരും. ഇനി ഇതിന്റെ കമ്പോണന്റ് എലോങ് ബി ആണെങ്കിൽ ഇതിനെ ഒരു ബി ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബി ബൈ മോഡ് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമ്മളിത് വെക്ടർ ആക്കി മാറ്റും. ദിസ് ഈസ് വെക്ടർ component of A along B means A dot B divided by mod B into B by modulus of B. That means B cap. B cap ആണ് രണ്ടാമത് എഴുതിയേക്കുന്നത്, B by mod B. അപ്പം നമുക്ക് A dot B by mod B ആദ്യമേ നോക്കാം. What is A dot B by mod B? ഇവിടെ 4i plus 6j ആണ്. That is 4i plus 6j dot 3i plus 4k by modulus of b, that is root of 3 square plus 4 square into the cross alla the whole into, because this is a scalar quantity, into the component of the vector b, that is 3i plus 4k divided by modulus of that one is root of 3 square plus 4 square. Now I dot I മാത്രമേ ഉള്ളൂ, j dot j എടുക്കാനില്ല, k dot k എടുക്കാനില്ല. So it is 12 divided by 5 into 3i plus 4k divided by again 5. Any such option given there. 3i plus 4k divided by എത്ര വരും? 25. Now 4i plus no, we made a small mistake there. 4i, ഇവിടെ ഒരു 4i 6j ഉണ്ട്, ഇവിടെ ഒരു 3j 4k ഉണ്ട്. അപ്പോൾ ഇവിടെ കമ്പോണന്റ് ഇല്ലാതെ പോയത് 4i plus 6j dot 3j plus 4k ആയിരുന്നു. നമ്മൾ എഴുതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 4i കൊണ്ട് കമ്പോണന്റ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാനില്ല. 6j കൊണ്ട് 3j ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ 6j dot j 6 into 3 വരുന്നത് 18 ആണ് വരുന്നത്. 12 അല്ല 18 വരും. 18 divided by 25 into 3j plus 4k, because the second one is not 3i, it is 3j plus 4k. Is it? The formula is a dot b by mod b into b cap. Okay. The answer is
18 by 25 into 3j plus 4k. Next one. ABC are unit vectors such that a plus b plus c is equal to 0. Then which one of the following is correct? If three vectors satisfying the condition a plus b plus c is equal to 0 means they are the sides of a triangle. Ingote b and c ingane edukkumbozhana a plus b plus c is equal to 0 varunathu. So if a plus b plus c is equal to 0 means the ABC are the sides of a triangle. ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് ആണ് ആൻഡ് എ ബി സി ആർ യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. യൂണിറ്റ് വെക്ടേഴ്സ് ആണെങ്കിൽ ദ ട്രയാങ്കിൾ വിൽ ബി എന്തായിരിക്കും? ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. എല്ലാ സൈഡ്സും ഈക്വലും ആണ്. അപ്പം അത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു ബി ക്രോസ് സി ഇസ് ഈക്വൽ ടു സി ക്രോസ് എ ആയിരിക്കും. അല്ലെങ്കിൽ ഇതൊന്ന് മാറ്റിയിട്ടാൽ മതി. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് സി എന്ന് എടുക്കുക. വെക്ടർ മൈനസ് സി എന്ന് എടുക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു വാല്യൂ കൊണ്ട് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. Take it as cross product with a. A cross a plus b which is equal to minus of a cross c വരും. A cross a 0 ആയി പോയിട്ട് a cross b which is equal to minus a cross c എന്ന് എഴുതാം. And it can be written as c cross a. So a cross b which is equal to c cross a വരും. Similarly, by taking the cross product with b ആണെങ്കിൽ we will get a cross b equal to b cross c is equal to c cross എന്ന് വരും. ആൻഡ് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇത് ഇങ്ങനെയുള്ള ആംഗിൾ എയും ബിയും തമ്മിലുള്ള ആംഗിൾ ഇവിടെ വരും. ഇവിടെ 60 ആയിരിക്കും, ഇവിടെ 120 ആയിരിക്കും. അപ്പൊ എ ക്രോസ് ബി ഒരു കാരണവശാലും 0 ആവത്തില്ല. ബിക്കോസ് മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി ഇൻറ്റു ആംഗിൾ ബിറ്റ്വീൻ ദം സൈൻ 120 ആണ് വരുന്നത്. അപ്പം ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ ദ റൈറ്റ് ആൻസർ ഓഫ് ദാറ്റ് വൺ ഈസ് എ ക്രോസ് ബി ഈക്വൽസ് ബി ക്രോസ് സി ഈക്വൽസ് സി ക്രോസ് എ വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0. ഇവിടെ അങ്ങനെ വേറെ ഓപ്ഷൻ ഉണ്ട് 0 കിടക്കുന്നത്. അതുകൊണ്ട് ഇത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. ദ ആൻസർ ഈസ് എ ക്രോസ് ബി ഈക്വൽസ് ബി ക്രോസ് സി ഈക്വൽസ് സി ക്രോസ് എ. ഓക്കെ, നെക്സ്റ്റ് വൺ. If a equal to I plus 2j plus 2k and b is equal to 5, then the angle between a and b is equal to pi by 6. Area of the triangle formed by two vectors a and b are the sides. Suppose this one is a and this one is b. The area of triangle formed by these two vectors is half of a cross b. Half of mod of a cross b എടുത്താൽ അത് കൃത്യമായി സ്കേലാർ വാല്യൂ കിട്ടും. a cross b എന്ന് മാത്രം പറയുകയാണെങ്കിൽ വെക്ടർ ഏരിയ കിട്ടും. ഫോർമുല ഇതാണ്. ഒരു പാരലലോഗ്രാം ആയിരുന്നെങ്കിൽ അത് ഹാഫ് അങ്ങ് മാറ്റിയാൽ മതി, എ ക്രോസ് ബി എടുത്താൽ മതിയാവും. അപ്പോൾ ഹാഫ് ഓഫ് എ ക്രോസ് ബി ഇസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഹാഫ് ഓഫ് എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ ഹാഫ് ഇൻറ്റു എ ക്രോസ് ബി നമുക്കറിയാം മോഡ് എ ഇൻറ്റു മോഡ് ബി ഇൻറ്റു ആംഗിൾ ബിറ്റ്വീൻ ദം സൈൻ തീറ്റ വരും. മോഡുലസ് ആയതുകൊണ്ട് യൂണിറ്റ് വെക്ടർ ആയ പെർപെൻഡിക്കുലർ വെക്ടറിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മോഡ് എ മോഡ് ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. ഹിയർ വി നീഡ് ദ മോഡ്. So the answer is half into mod a. Mod a, that is very clear from the first a, because mod a is equal to root of 1 square plus 2 square plus 2 square, 1 plus 4 plus 4, 1 plus 8, 9, root 9, 3. Mod b is clearly given there, 5. And the angle between a and b is given as pi by 6. Pi by 6 is 30, sin pi by 6. So what is the answer? 3 into 5, 15 by 2, and sin pi by 6 is what? 1 by 2. So the right answer of that one is 15 divided by 4. Okay. Next one. U, V, W be the vector such that u plus V plus W is equal to 0, and mod u equal to 3, mod B equal to 4, and mod W is equal to 5. Then what is u dot V, V dot W, W dot U? ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. യു പ്ലസ് ബി പ്ലസ് ഡബ്ല്യു 0 ആണ്, വെക്ടർ 0 ആണ്. സോ ഐ എം ഗോയിങ് ടു ടേക്ക് ദ മോഡുലസ് ഓഫ് ദാറ്റ് വൺ ഹോൾ സ്ക്വയർ. അപ്പോഴും 0 ആയിരിക്കും, കാരണം മോഡുലസ് ഓഫ് ദാറ്റ് സം ഓഫ് 3 വെക്ടേഴ്സ് 0 എന്ന് തന്നാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് മോഡുലസ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്തു. മോഡ് യു സ്ക്വയർ mod b square mod w square plus 2 into a b u v എന്നല്ല u dot v v dot w u dot w ഇതാണ് ആ വാല്യൂ.
So this is also equal to എത്രയാണ് വരേണ്ടത് 0. അതിൽ mod u തന്നിട്ടുണ്ട് 3. അപ്പോൾ 3 സ്ക്വയർ 9 mod b 16 mod w എത്രയാണ് 5 25 plus 2 into the required expression is equal to 0. Then this is the required expression in that question. So what is that quantity? U dot b, v dot w, w dot u, which is equal to, shift all these quantities into the right hand side. Now it is what? 25 plus 16, 41 plus 9, 50. So u dot w, etc. That quantity is equal to minus 50 divided by 2. So what is answer? The answer is minus 25. Okay. Next one. If a cross b is equal to 5 and a dot b is equal to 3. A cross b യും a dot b യും തമ്മിൽ കണക്ട് ചെയ്യുന്ന നല്ലൊരു ഫോർമുല നമുക്കുണ്ട്. That formula is a cross b square which is equal to mod a square into mod b square minus a dot b square. This is a formula connecting a cross b and a dot b. Now a cross b is given as 5, so it is 25. 5 square is equal to mod a square into mod b square minus a dot b is given as 9. So you write it as 9. 3. A dot b is given as 3, so a dot b square is given as 9. So what is the value of mod a square, mod b square? 25 plus 9. So the answer is 34. Okay, that is the answer. Next one. If a equal to 1 and b equal to 1, mod a equal to 1, mod b equal to 3, and mod of a minus b is equal to root 7, then the angle between a and b. Angle between a and b വരണമെങ്കിൽ a dot b എന്നുള്ള ഒരു ടേം അവിടെ ഉണ്ടായി വരണം. Mod of a minus b is equal to root 7 ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. Mod of a minus b square is equal to 7 ആണ്. ഇത് എക്സ്പാൻഡ് ചെയ്യാം. ഫോർമുല ഉണ്ട് നമുക്ക്. Mod a square plus mod b square minus 2a dot b എന്നാണ് പറയേണ്ടത്. a dot b. a b എന്ന് വെക്ടറിന്റെ കേസിൽ പറയത്തില്ല, a dot b എന്ന് പറയുന്നത്. Is equal to 7. So bring this to a dot b in the right side and 7 into the left side. Mod a equal to 1, 1 plus mod b is equal to 3, 9 minus 7, which is equal to 2 into a dot b. A dot b means mod a into mod b into cos theta. ഇവിടെ എത്ര വരും? 9 plus 1, 10, 10 minus 7, 3 is equal to 2 into mod a 1, mod b 3 cos theta. 3 3 cancelled and cos theta is equal to 1 by 2. Cos theta 1 by 2 ആണ്. theta എത്ര ആയിരിക്കും? നമുക്കറിയാവുന്ന വാല്യൂ അല്ലേ? cos theta is 1 by 2. So theta is equal to 60 degree. The answer is pi by 6. No. Here cos theta is 1 by 2 അല്ലേ? Cos theta is 1 by 2. The answer is pi by 3. Angle between a and b ഇതല്ല. Okay. ഇവിടെ 7 ആണ്. a square plus b square. 1 plus 9, 10. 10 minus 7 is 3. 2 a dot b. 2 into 1 into 3. So 3 3 will be cancelled and cos theta is equal to 1 by 2. So the angle is 60 degree. Okay. പെട്ടെന്ന് എഴുതിയപ്പോൾ pi by 6 എന്നല്ല pi by 3 എന്നാണ് ആൻസർ വരുന്നത്. The value of lambda, so that the vectors a equal to 2i minus j plus k and b equal to I plus 2j minus 3k and 3i plus lambda j plus 5k are coplanar. Coplanar means 3 vectors lying on the same plane. 3 vectors lying on the same plane, they are called coplanar vectors. Coplanar ആണെങ്കിൽ determinant of the components will be 0 ആയിരിക്കും. 3 vectors are coplanar, then the determinant of the components will be 0. That is 2 minus 1, 1, 1, 2, minus 3, 3, lambda 5 equal to 0. If 3 vectors are coplanar, the components determinant value will be 0 ആയിരിക്കും. Now
you can solve for lambda. Lambda is equal to, നിങ്ങൾക്ക് ഇത് expand ചെയ്യാൻ പറ്റും. The value of lambda is equal to minus 4. Okay, try to expand this one and find the answer. So 2 into, ഇങ്ങനെ എഴുതണം നമ്മൾ, 2 into 10 minus 10 plus 3 lambda plus 1 into 5 minus 5 plus 9, and the last one 1 into lambda minus 6, which is equal to 0. Solve for lambda. Lambda is equal to minus 4. Now question number 21. The angle between any two diagonals of a cube. ഒരു ക്യൂബ് നമ്മൾ കൺസിഡർ ചെയ്താൽ, നമുക്ക് ഏകദേശം ഒരു ക്യൂബ് കൺസിഡർ ചെയ്താൽ ഇതിന്റെ രണ്ട് ഡയഗണലുകൾ തമ്മിലുള്ള ആംഗിൾ എടുക്കണം. ഇതാണ് ഒരു ക്യൂബ്. 3 ഡയമെൻഷണൽ സിസ്റ്റത്തിൽ നമ്മൾ വരച്ചാൽ ഏകദേശം ഈ ഷേപ്പിലിരിക്കും. അപ്പൊ ഈ ക്യൂബിന് 1 യൂണിറ്റ് ആണ് ലെങ്ത് ഓഫ് ദ സൈഡ് എന്ന് വിചാരിക്കുക. ഏത് ലെങ്ത് ഓഫ് ദ സൈഡ് എടുത്താലും കുഴപ്പമില്ല, ലെങ്ത് ഓഫ് ദ സൈഡ് എല്ലായിടത്തും സെയിം ആയിട്ടേ വരുള്ളൂ. അപ്പൊ ഇത് ലെങ്ത് 1 യൂണിറ്റ് ആണെങ്കിൽ ദിസ് പോയിന്റ് എക്സ് ആക്സിസിലെ പോയിന്റ് നമുക്ക് 1 0 0 എന്ന് എടുക്കാം. ഇവിടെ കിടക്കുന്ന പോയിന്റ് ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസഡ് ആക്സിസ് ആണെങ്കിൽ ദിസ് പോയിന്റ് ഓൺ എക്സ് വൈ പ്ലെയിൻ ആകുമ്പോൾ എക്സും വൈയെ കാണത്തുള്ളൂ, 1 1 0 എന്ന് വരും. ഇത് ഒക്ടന്റിൽ നിൽക്കുന്നതുകൊണ്ട് 1 1 1 എന്ന് എടുക്കാം. And take another point on the z axis as 0 0 1 എന്ന് എടുക്കാം. ഒരു ഡയഗണൽ നമുക്ക് ഇങ്ങോട്ടും ഒരു ഡയഗണൽ ഇങ്ങോട്ടും എടുക്കുക. ക്യൂബിന് 4 ഡയഗണൽ ഉണ്ട്, ഏതെങ്കിലും 2 ഡയഗണൽ എടുക്കുക. അപ്പൊ ഞാനിവിടെ എടുത്തേക്കുന്ന ഡയഗണൽസ് ഒ പി എന്നുള്ള ഒരു ഡയഗണലും എ ബി എന്നുള്ള ഒരു ഡയഗണലുമാണ്. ഒ പിയുടെ വെക്ടർ നമ്മൾ എഴുതുകയാണെങ്കിൽ 1 1 1 ആണ് ഇതിന്റെ പോയിന്റ് പൊസിഷൻ വെക്ടർ. സോ ഒ പി is equal to I plus J plus K വരും. ആൻഡ് എ ബി is equal to പൊസിഷൻ വെക്ടർ ഓഫ് ദ n മൈനസ് ഇനീഷ്യൽ ഇട്ടാല് എത്ര വരും നമുക്ക്? എ ബി, ബി മൈനസ് എ മൈനസ് ബി, ഏതെങ്കിലും ഒരെണ്ണം എടുത്തോ, കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യാം. I പ്ലസ് ജെ മൈനസ് കെ എന്ന് വരും. 1 into 1 minus 0 1 minus 0 0 minus 1 minus k. So ഇവർ തമ്മിലുള്ള ആംഗിൾ എടുത്താൽ മതി. ഒ പി ആൻഡ് എ ബി ആർ 2 ഡയഗണൽസ്. Then what is angle between them? നമുക്ക് എപ്പോഴും ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് എടുക്കാൻ cos theta എന്നുള്ളത് a dot b divided by mod I into mod b ആണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. That is a formula for angle between 2 vectors. Now it is a dot b 1 1 1 plus 1 minus 1 dot എടുത്താൽ 1 into 1 1 into 1 1 into minus 1 divided by root of 1 square 1 square 1 square root 3 into root 3. Cos theta is equal to, ഒരു 1 അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും, it is 1 by 3. So what is the answer? Cos theta is equal to 1 by 3 ആണെങ്കിൽ theta is equal to cos inverse 1 by 3. Cos inverse 1 by 3. This is the answer. This is a standard question. You can remember this question. The angle between any two diagonals of a cube is always equal to cos inverse 1 by 3. That is standard question I have to treat here. Now, alpha, beta, gamma are the direction cosines of a line in space. Then the value of sin square alpha plus sin square beta plus sin square gamma. ഇത് നമ്മൾ 3Dയിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം എൽ എം എൻ ആർ ദ ഡി സീസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് എൽ is equal to cos alpha, m equal to cos beta and n is equal to cos gamma. ഇങ്ങനെയാണ് പഠിച്ചേക്കുന്നത്. ആൽഫ ബീറ്റ ഗാമ ആർ ദ angle made by the line with the positive direction of x, y and z axis. So ഇവിടെ നമുക്ക് എഴുതുമ്പോൾ cos square alpha plus cos square beta plus cos square gamma which is equal to 1 നമ്മൾ പഠിച്ചതാണ്. അല്ലെ l square plus m square plus n square is equal to 1 ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ച സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ഗാമ, ഈ കോസ് സ്ക്വയർ ആൽഫയെ 1 മൈനസ് സൈൻ സ്ക്വയർ ആൽഫ ആക്കുക, 1 മൈനസ് സൈൻ സ്ക്വയർ ബീറ്റ 1 മൈനസ് സൈൻ സ്ക്വയർ ഗാമ ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ഒരു 1 ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് ഇവിടെ എത്ര വരും? 1 1 റൈറ്റ് സൈഡിൽ ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് പോയി, ഇത് 3 കൂടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ 2 ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ഗാമ. That value is always equal to 2. So the right answer of this one is option D. Next one. If a plane meets the coordinate axis at ABC such that the centroid of the triangle is 1 to 4. ഒരു പ്ലെയിൻ വന്നിട്ട്, പ്ലെയിൻ ആണിത്, പ്ലെയിനിന്റെ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു പ്ലെയിൻ വന്ന് ഇങ്ങനെ കോർഡിനേറ്റ് ആക്സിസിൽ മീറ്റ് ചെയ്തു.
അപ്പോൾ ഈ പോയിന്റ് സപ്പോസ് A0 0 എന്ന് എടുക്കാം, ഈ പോയിന്റ് 0B 0 എന്ന് എടുക്കാം, ആൻഡ് ദിസ് പോയിന്റ് ക്യാൻ ബി ടേക്കൺ ആസ് 0 0 C. ഓക്കെ, ഇങ്ങനെ മീറ്റ് ചെയ്താൽ ഇവിടെ എയും ഇവിടെ ബിയും ഇവിടെ സിയും ആയിരിക്കും. ഇപ്പം നമ്മളോട് പറഞ്ഞത് ഈ ട്രയാങ്കിള് എ ബി സിയുടെ സെൻട്രോയിഡ് തന്നിട്ടുണ്ട്. ഇതിന്റെ സെൻട്രോയിഡ് അത് തന്നേക്കുന്നത് 1 to 4. സോ സെൻട്രോയിഡ് എടുക്കണേ A plus 0 plus 0. A by 3 is given as 1, B by 3 is given as 2, C by 3 is given as 4. So the value of A equal to 3, B equal to 6 and C is equal to 12. അപ്പോൾ ഇവിടെ വന്ന ഇന്റർസെപ്റ്റുകൾ A equal to 3, B equal to 6 and C is equal to 12. The standard equation of the plane when the intercepts are given is x by a plus y by b plus z by c is equal to 1. That is x by 3 plus y by 6 plus z by 12 is equal to 1. Any such option similar to this one? 12 LCM എടുത്ത് cross multiply ചെയ്താൽ നമുക്ക് ഏത് ആൻസർ വരും? 12 by 3 4. 4x plus 2y plus z is equal to 1 അല്ല 12. This is the answer. Okay, 4x plus 2y plus z is equal to 12. Okay, cross multiplying this one. അല്ല ഒരു 12 കൊണ്ട് throughout multiply ചെയ്താൽ മതി. അത് 1 അല്ല 12 ആണ്. That will be the right answer. Okay, ഇവിടെ ഒരു x plus 2y plus 4z 12 എന്ന് വന്നിട്ടുണ്ട്. അതല്ല, കാരണം നമുക്ക് ഇവിടെ വരുന്നത് 4x ആണ് വരുന്നത്. Next one. The projection of a line segment on the axis are 9, 12 and 8. The projection of a line segment on the axis. ഒരു ലൈൻ സെഗ്മെന്റ് ഇവിടെ എടുത്താൽ ഇവിടെ ഒരു 8 പ്രൊജക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്, 12 പ്രൊജക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്, അല്ല 9, 12 and 8. 9 ഉണ്ട്, 12 ഉണ്ട്, 8 ഉണ്ട്. That means OP എന്ന് പറയുന്ന ലൈനിന്റെ P യുടെ കോർഡിനേറ്റ്സ് 9, 12 and 8 എന്നാണ്. What we have to find then? The length of the line segment OP is equal to mod of OP. Mod of OP ഇതിന്റെ ലെങ്ത് എടുത്താൽ മതി, root of എത്ര വരും? 9 square plus 12 square plus 8 square. നമുക്കറിയാം 12 square 144, 8 square 64 and 9 square. So the right answer 289 ആണ്. So the answer is option C, root of 289. 17 is the answer. Okay. The straight line x minus 2 by 1, y minus 3 by 1, z minus 4 divided by 0 and x minus 1 by k, y minus 4 by 2 and z minus 5 by 1 are coplanar. രണ്ട് ലൈൻസ് കോപ്ലൈനർ എന്ന് പറഞ്ഞാൽ അവർ രണ്ടും ഇന്റർസെക്റ്റിംഗ് ആയിരിക്കും. If two lines are intersecting like this, if the lines are parallel, they are coplanar. If the lines are intersecting, they are coplanar. Intersecting ആണെങ്കിൽ ഇവരുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 0 ആയിരിക്കും. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 0 ആണെങ്കിൽ നമുക്കറിയാം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഫോർമുല അറിയാം, a2 minus a1 dot b1 cross b2 by modulus of b1 cross b2 ആണ്. അതിൽ ന്യൂമറേറ്റർ അങ്ങ് 0 ആയി പോകും. a2 minus a1 dot b1 cross b2 which is equal to 0. In this equation b1 എന്ന് പറയുന്നത് the direction of the first line ആണ്, 110. B2 എന്ന് പറയുന്നത് K21 ആണ്. If the given equations are in standard form. So B1 and B2 are obtained 110, K20 and A2 minus A1. ഇവിടെ വരുമ്പോൾ ഈ പോയിന്റ് എടുത്താൽ A1 എന്ന് എടുക്കാം, that is 2, 3, 4 and A2 is 1, 4, 5. So A2 minus A1 dot B1 cross B2 is a scalar triple product. Okay, scalar triple product ആവുമ്പോൾ 1 minus 2 minus 1, 4 minus 3, 1, 5 minus 4, 1. That is the first component. And the second component is 110. And the third component is K21. This will be 0. Now what is the answer? Minus 1, 1, 1, 110. K21 is equal to 0 means the value of K is equal to 0. Solving, we will get the value of K is equal to 0.
Okay. Next one. If the planes are perpendicular to each other, then the value of lambda square plus lambda. Two planes, one plane is this one and another plane is this one. They are perpendicular to each other means their normals are perpendicular to each other. N1 and N2 are perpendicular. R dot, this is the standard equation of the plane of, here the first normal is 2 minus lambda 3 and N2 is equal to the second normal, here that is lambda 5 minus 1. N1 dot N2 is equal to 0 because normals are perpendicular to each other. Now 2 lambda minus 5 lambda minus 3 which is equal to 0. Minus 3 lambda minus 3 is equal to 0. Definitely the value of lambda is minus 1. If lambda is minus 1, the required expression is lambda square plus lambda. That is minus 1 square plus minus 1. Minus 1 square atraya 1. 1 plus minus 1 atraya 0. The answer is 0 there. Next one. The vector equation of the straight line is, here we have to write the equation in most standard form, that is x minus 2 divided by 1, that is y by minus 3 is equal to, here it is 1 minus z, we write it as z minus 1 divided by minus 2. ഈ ലൈനിൽ നിന്ന് ഈ മേളിൽ കാണുന്ന x minus 2 y z minus 1 ഇവിടെ നിന്നൊരു പോയിന്റ് കിട്ടും. The point is ഏതാണ് 2 0 1 and its direction can be written as b equal to 1 minus 3 minus 2. So a vector equation of the line is r is equal to a plus lambda b. Here a is the point 2 0 1. 2 0 1 ഉള്ള point line ഉണ്ടോ എന്ന് നോക്കുക. 2 0 1 ഇവിടെ 2 0 1 വരുന്നുണ്ട്. 0 j യുടെ കമ്പോണന്റ് ആണ്. 2 0 1 ഇവിടെ വരുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ ഇവിടെ രണ്ടും ഇത് രണ്ടും ആൻസർ അല്ല, കാരണം 2i minus k ആണ്. 2 0 minus 1 ആണ് വന്നത്. ഇവിടെ 2 0 1 ആണ് പോയിന്റ്. And the direction is 1 minus 3 minus 2. 1 minus 3 minus 2 ഇവിടെ ഇല്ല. You can cancel this one. 1 minus 3 minus 2 ഇവിടെ ഇല്ല. So the right answer of this one is option E. Okay. Next one. A unit vector parallel to the straight line. ഈ straight line parallel ആയിട്ടുള്ള ഒരു unit vector വേണം. See, the standard equation of this one can be written as x minus 2 by 3, y plus 3 by minus 1 can be written as y plus 3 by minus 1, no problem, and z minus 2 divided by minus 4. The direction of this line segment is 3 minus 1 minus 4. Direction ratios ആണ് നമുക്ക് കിടക്കുന്നത്. X minus x1 by a equals y minus y1 by b equals z minus z1 by c. A, b, c are the direction ratios. So the parallel vector can be written as 3i minus j minus 4k. And its unit vector can be written as b cap is equal to 3i minus j minus 4k divided by root of 3 square plus 1 square plus 4 square. 5. 3 square plus 4 square is 25 plus 1 is 26. Root 26 in denominator. Root 26 എല്ലാവർക്കും ഉണ്ട്. So the numerator is 3i minus j minus 4k. So this is the right answer. Okay. Next one. The straight line x plus 1 by 2 minus y plus 1 by 3 z plus 1 by minus 2 and x minus 3 by 1 y minus lambda by 2 and z by 3 intersect. Intersect ചെയ്താൽ already I mentioned when two lines are intersecting the shortest distance will be 0. Shortest distance എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കേണ്ട component a2 minus a1 dot b1 cross b2 that is equal to 0 ആയിരിക്കും. a2 minus a1 എടുക്കണമെങ്കിൽ 3 minus minus 1 that is minus 4
lambda minus ഇവിടെ എഴുതുമ്പോൾ this component can be written as y minus 1 divided by minus 3. So here it is lambda, it is 1, lambda minus 1, and the last one here it is 0, and z plus 1 means z minus minus 1, 0 minus minus 1, 1, and the direction of the first one is 2 minus 3 minus 2, and 1 2 3, the last one is equal to 0. Solve for lambda. When you solve for lambda, you will get the value of lambda is equal to minus 13 by 8. This is the answer. Next, the equation of a straight line making an angle 60 degree, 60 degree and 45 degree with the positive direction of the coordinate axis and passing through the point 2 1 minus 1. Line pass ചെയ്ത് പോകുന്ന point 2 1 minus 1 ആണ്. ഇത് മേക്ക് ചെയ്യുന്ന ആംഗിളുകൾ എക്സും വൈ ഇസഡ് ആക്സിസുമായിട്ട് 60 60 45 60 60 45. So we know that the direction cosine of that line L is equal to cos alpha എന്ന് നമുക്ക് എടുക്കാം cos 60 cos 60 1 by 2. M is equal to cos beta, that is equal to cos 60 1 by 2, and N is equal to cos gamma, that is equal to 1 by root 2. These are the DRs of the line along the direction, along our required direction, and it passes to the point 2 1 minus 1. ഈ ഡയറക്ഷൻ റേഷ്യോ ഇത് ഡയറക്ഷൻ കൊസൈൻസ് ആണ്. ഇതിന്റെ ഏത് മൾട്ടിപ്പിൾ വേണേലും നമുക്ക് എടുക്കാം. അപ്പം ലൈൻ എഴുതണം എന്നുണ്ടായിരുന്നെങ്കിൽ എക്സ് മൈനസ് 2 ബൈ 1 by 2 equals y minus 1 divided by 1 by 2, which is equal to z plus 1 divided by 1 by root 2. ഇതാണ് ലൈനിന്റെ സ്റ്റാൻഡേർഡ് ഫോം. ഇതിന് മാച്ച് ആകുന്ന ഓപ്ഷൻസ് ഉണ്ടാവുന്ന നോക്കുക. എക്സ് മൈനസ് 2 വൈ മൈനസ് 1 ഇസഡ് പ്ലസ് 1, അങ്ങനെയുള്ള എത്ര ഓപ്ഷൻസ് ഉണ്ട്? ഈ ഓപ്ഷൻ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. ഓക്കെ, എക്സ് മൈനസ് 2 വൈ മൈനസ് 1 അല്ല, അത് റൂൾ ഔട്ട് ചെയ്യേണ്ടല്ലോ, കാരണം അത് റൂൾ ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ നോക്കാം. ഇവിടെ 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു വൈ മൈനസ് 1 ഇസ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു ഇസഡ് പ്ലസ് 1 എന്ന് കിടപ്പുണ്ട്. അങ്ങനെയുള്ളതുണ്ടോ? 2 ഇല്ല, റൂട്ട് 2സിലാണ് കിടക്കുന്നത്. ലെറ്റ് us divide this equation by റൂട്ട് 2. റൂട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റൂട്ട് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു വൈ മൈനസ് 1 ഇസ് ഈക്വൽ ടു റൂട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇസഡ് പ്ലസ് 1. Any such option given there, this is a right answer. Root 2 into x minus 2, root 2 into y minus 1 is equal to z plus 1. The right answer of this one is option A. Next one, the vector equation of the line passing through the point 3 to 1 and minus 2 1 3. രണ്ട് പോയിന്റ് വഴി പാസ് ചെയ്ത് പോകുന്ന ലൈൻ. The first point is 3 2 1 and the second point is minus 2 1 3. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുക്കാം. നമുക്ക് 3 minus 2 5, 2 minus 1 1, and 1 minus 3 minus 2. The direction of the line is 5 1 minus 2. 5 1 minus 2 ഡയറക്ഷൻ ഉള്ള എത്ര ലൈൻ ഉണ്ടെന്ന് നോക്കുക. ഡയറക്ഷൻ 5 1 minus 2. പോയിന്റ് എത്രയാണ്? 2 1 3. 1 minus 3 minus 2. 3 minus minus 2 1, 2 minus 1 1, and 1 minus 3 minus 2. ഒന്നുകിൽ ആ ഡയറക്ഷൻ വരും, അല്ലെങ്കിൽ minus 5 minus 1 2 വന്നാലും മതി. Any such option given there? And it passes through the point, ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. Point 3 to 1 and direction 5i minus j, 5i plus j minus 2k എന്ന് വരണം. And here the option 5i minus j plus 2k. ഒരു കാര്യം ചെയ്താൽ മതി, the plus 2k എന്നാക്കിയാൽ മതി. Let us take this one as the option of this one. കാരണം പോയിന്റ് 3 to 1 ആണ്. 3 to 1 വഴി പോകുന്ന ഒരെണ്ണത്തിന് പിന്നെ 3ഉം നെഗറ്റീവ് ഏതായാലും വരില്ല, 3ഉം പോസിറ്റീവും വരത്തില്ല. കാരണം ഇവിടെ സബ്ട്രാക്ട് ചെയ്താൽ the option is 3 minus minus 2 5, 2 minus 1 is 1, and 1 minus 3 is minus 2 വരുള്ളൂ. അപ്പൊ ഇതും വരില്ല, ഇതും വരില്ല, 3ഉം ഒരേപോലെ വരത്തില്ല. Let us take this one 5i minus j plus 2k. Otherwise you can take it as 5i plus j
minus 2k. രണ്ടായാലും answer ആവും. So let us assume the first option as the answer of this one. And next question. The angle between the pair of lines. What is the formula for angle between lines? Angle between lines is cos theta is equal to b1 dot b2 by mod b1 into mod b2. Here the first direction is 2, 5, minus 3. No problem. X ഉം y ഉം z ആദ്യമേയാണ്. ഇവിടെ x, y, z ആദ്യമേയാണെങ്കിൽ minus 1, 8 and 4. The second direction is minus 1, 8 and 4. So cos theta is equal to 2 into minus 1 minus 2 plus 5 into 8, 40 plus minus 3 into 4 minus 12 divided by modulus of the first direction 4 plus 25 plus 9 and in the root of 1 plus 64 plus 16. What is the numerator of this one? Minus 14 and 40. So the numerator is 26. Cos theta is equal to 26 by root of a quantity. 26 all options and idililla. So the right answer of this one is cos inverse 26 by 9 root 12. You can simplify the denominator. You will get 9 into root 38 as the denominator of that one. So cos theta is equal to 26 by 9 root 38. So theta is equal to cos inverse 26 by 9 root 38. Okay. Next one. If A is equal to 3, B equal to 4 and C is equal to 5, each one of A, B, C is perpendicular to the sum of the remaining vectors, then A is perpendicular to B plus C. Then A dot B plus A dot C, which is equal to 0. And B is perpendicular to C plus A, implies B dot C plus B dot A equal to 0. Continue like this, you will get A plus B plus C, which is square is equal to mod A square plus mod B square plus mod C square plus 2 into A dot B, B dot C, C dot A. ഈ രണ്ടും ഒരു എക്സ്പ്രഷൻ കൊണ്ട് എടുക്കുകയാണെങ്കിൽ this quantity entirely will be 0 ആവും. Now mod A plus B plus C the whole square equal to mod A square mod B square mod C square. Mod A equal to 3, so here it is 9. Okay. Mod B equal to 4, so it is 16. And mod C is equal to 5, so 25. 25 plus 16 plus 1, root 50. Root 50, namakku mod A plus B plus C the whole square equal to 50. So mod of A plus B plus C, which is equal to root 50, that is 5 root 2. The answer is this one. Okay. Question number 34. Are perpendicular. They are perpendicular to each other. From the first equation, there are two equations of lines are given. They are perpendicular to each other. If they are perpendicular to each other, then b1 dot b2, which is equal to 0. From the first equation, b1 can be taken as 2 minus a 4, because the numerator is 1 minus y. We should take the reverse of that one is y minus 1. By multiplying the entire ratio by minus 1. അപ്പോൾ അത് തിരിഞ്ഞു വരും 2a4 and b2 is equal to here 1, okay, but it is 2i minus 3 dividing by 2. The denominator is 2 and 3 by it is a point in the ആവശ്യമില്ല. Z minus 2 by 2 and b1 dot b2 is equal to 0. So 2 into 1 implies 2 minus 2a plus 8 is equal to 0. So what is the value of this one? 2. So 2a plus 2a equal to 10. The value of a equal to 5. B is the right answer of this one. Okay. Two lines are perpendicular to each other. Okay. Next one. The foot of the perpendicular from the point 163 to the line. There is a point 163 to a line. That line is given as x by 1 equal to y minus 1 by 2 equal to z minus 2 by 3. ഇവിടെ നിങ്ങോട്ട് ഒരു perpendicular വരച്ചാൽ what are the coordinate of this point? So this is P is given
and we have to find the value of coordinates of Q. ക്യൂവിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ക്യൂ ഈ ലൈനിൽ കൊടുത്താൽ അത് സാറ്റിസ്ഫൈ ചെയ്യും. നമുക്കൊരു ഓപ്ഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, സോ 135 ഇതിനകത്തിട്ട് സാറ്റിസ്ഫൈ ചെയ്യുമോ? 1/1, 3 - 1/2, 3 - 1, 2/2, 5 - 2/3 സാറ്റിസ്ഫൈ ചെയ്യും. നമുക്ക് നോക്കാം ഇത് ആൻസർ ആകുമെന്ന്. And if it is 135, take the DRs of this line. 1 - 1, 0, 6 - 3, 3, 3 - 5, -2. And what are the DRs of this line? 1, 2, 3. Take the dot product of these two. If it is equal to 0, then they are perpendicular to each other. To identify the foot of the perpendicular, one point satisfies the given line and the direction ratio of that PQ is perpendicular to the direction of the given line. Check this one is the right answer of this one. 1 into 0, 0, plus 2 into 3, 6, plus 3 into -2, -6, that is equal to 0. So definitely the first coordinate 135 is the right answer of that question. You verify it. That is an easy way to find the foot of the perpendicular. Otherwise it will take time. Next, the angle between the lines. Here the first line can be written as x/1/2 is equal to y/1/3 is equal to z/-1. The second line is x/1/6 y/-1 equal to z/-1/4, right? And if they are perpendicular, if the angle between the lines, നമുക്ക് കിട്ടേണ്ട ഇത് first direction, ഇത് second direction. അപ്പോൾ b1 and this is b2. Cos theta is equal to angle between two lines b1 dot b2 by modulus of b1 modulus of b2. Dot എടുത്താൽ 1/2 into 1/6 plus 1/3 into -1 plus -1 into 1/4. 1/12 minus 1/3 plus 1/4. The answer will be 0. Divided by ചെയ്യേണ്ട ആവശ്യമില്ല. The numerator will be 0. If b1 dot b2 equal to 0 means the lines are perpendicular to each other. So the right answer of this one, angle between them is pi/2. The shortest distance between the lines. Everybody familiar with the formula? The shortest distance. Shortest distance is equal to a2 minus a1 dot b1 cross b2 divided by modulus of b1 cross b2. Okay. So by calculating this one, a2 a1 ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കാം. a1 0 0 0, a2 -2 4 5, b1 2 2 1 and b2 -2 8 and 4. So the determinant a2 minus a1 -2 4 5 2 2 1 -2 8 and 4. Solving, you will get the right answer, and that one belongs to the set 2,3. 2 നും 3 ക്കും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ഇത് സോൾവ് ചെയ്താൽ കിട്ടും. I think it is 2.8 something ആണെന്ന് തോന്നുന്നു. 2 point something. Okay. That one belongs to the interval 2 3. Okay. Next one. If the line meets the plane at a point P, there is a line x plus 1/2 which is equal to y plus 1/3 which is equal to z plus 1/4. Take it as lambda. And x is equal to, from this one, x is equal to 2 lambda minus 1, y equal to 3 lambda minus 1 and z equal to 4 lambda minus 1. A general point on the line. Suppose a plane is this one and a line which meets this plane like this. Assume this point is P, and if this line meets this plane, then the coordinate 2 lambda minus 1, 3 lambda minus 1, 4 lambda minus 1 lies on this plane. That is x ന് പകരം 2 lambda minus 1 plus y ക്ക് പകരം 2 into 3 lambda minus 1 plus z ന് പകരം 3 into 4 lambda minus 1 which is equal to 14 എന്ന് വരും. Solve for lambda. നമുക്ക് lambda എടുത്താൽ
ആ ലാംഡയുടെ വാല്യൂ വെച്ച് ഈ പോയിന്റിനെ ഫിക്സ് ചെയ്യാം. നമുക്ക് ഒ പി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ഒറിജിൻ നമുക്ക് ഒ പി കണ്ടുപിടിക്കുകയും ചെയ്യാം. കാരണം ഒറിജിൻ ഇവിടെ വല്ലതായിരിക്കും, എവിടെയെങ്കിലും ഒരിടത്ത് ഒറിജിൻ ഒ പി എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടും. എത്ര ലാംഡ വരും? 2 ലാംഡ, 6 ലാംഡ ആൻഡ് 12 ലാംഡ. 12 plus 2, 14 plus 6, 20 lambda, which is equal to, the constant is 14, 14 plus 3, 17, 17 plus 2, 19, 19 plus 1, 20. The lambda value is 1. So that coordinate of P can be written as lambda ki 1 ayal, the point lies on the plane, so they are intersecting. So if lambda is equal to 1, the point coordinate is 2 minus 1, 1, 3 minus 1, 2, 4 minus 1, 3. O is origin 0, 0, 0. So what is the value of OP? Here OP is equal to root of 1 square, 2 square, 3 square. What is the right answer? 9 plus 1 plus 4, 14. The answer is 14. And next one, the equation of the plane passes to the point 102, minus 112 and 503. ഒരു പ്ലെയിൻ പാസ് ചെയ്ത് പോകുന്ന പോയിന്റുകൾ 102, -1, 12 and 503. ഈ 3 പോയിന്റൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓപ്ഷൻ എടുത്ത് എഴുതിയാൽ മതി. 3 പോയിന്റ് വഴി പാസ് ചെയ്ത് പോകുന്ന ഒറ്റ പ്ലെയിൻ ഉണ്ടാവത്തുള്ളൂ. When we substitute 102 into this one, 102 plus 7 equal to 0. 1 ഇവിടെ 0 ആണ്, ഇവിടെ 2. 1, 2 into എത്രയാണ് 0, അത് പോയി. -4 into 2, -8, 7 plus 8 സാറ്റിസ്ഫൈ ചെയ്യും. And 1, -1, 1, 2, -1, 1, 2, -1, 1, -8 plus 7, the answer is 0. So you verify these points into the equation. The first one satisfies the answer. So the right answer of that question is x plus 2y minus 4z plus 7, which is equal to 0. See the last one. The equation of the plane passing through the point -1, 1, 2 and whose normal makes equal acute angle with the coordinate axis. Equal acute angle with coordinate axis ആണെങ്കിൽ alpha, alpha, alpha are the angles. So we have the formula cos square alpha plus cos square alpha plus cos square alpha equal to 1 by using the formula L square plus M square plus N square is equal to 1. Okay, so the direction ratios are 3 cos square alpha is equal to 1 cos alpha is equal to 1 by root 3. So L is equal to M is equal to N. DRs എല്ലാം same ആണ്. And it passes to the point -1, 1, 2. DRs സെയിം ആണെങ്കിൽ നമുക്ക് ഈ 1 by root 3 തന്നെ എടുക്കണമെന്നില്ല. ഇത് DCs ആണ്. ആ DCയുടെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ എടുത്താൽ മതി. You take 1, 1, 1 as the DRs. And it passes to the point -1, 1, 2. So the standard equation of the plane is A into x minus 1, etc. നമുക്ക് എഴുതാൻ അറിയാം. That is 1 into x minus minus 1, that is x plus 1 plus 1 into y minus 1 plus 1 into z minus 2, which is equal to 0. So the equation is x plus y plus z minus എത്ര വരും? -2 minus ഒരു 1 will be cancelled is equal to 2. How many option with the right side is equal to 2? ഇവിടെ 6 ഉണ്ട്, we can cancel, ഇത് cancel ചെയ്യാം. Here ഒരു 2 ഉണ്ട്, but here the direction ratios 3, -3 and 3, they are different. ഒരെണ്ണത്തിന്റെ സൈൻ മാറിയാണ് കിടക്കുന്നത്. Here it is 1, 1, 1 are the DRs and it satisfies the point -1, 1 and 2. So the right answer of that question is option A. Okay, so we discussed that 40 questions. You try to practice it. നമ്മൾ വെക്ടർ ആൻഡ് 3D ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഫിസിക്സിന്റെ സാർ വെയിറ്റിംഗ് ആണ്. ദ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് സാർ വന്ന് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ക്വസ്റ്റ്യൻ തന്നെ ഇല്ലേ? 9, 10.
ഹൈ സ്റ്റുഡൻസ്, ഫിസിക്സിൻ്റെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിലെ ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, സമയം കളയുന്നില്ല, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. ക്വസ്റ്റ്യൻ ഇതാണ്: എ ആൻഡ് ബി ആർ ടു വയർസ്, റേഡിയസ് ഓഫ് എ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ബി. അപ്പോൾ എയുടെ റേഡിയസ് നോക്കുവാണെങ്കിൽ എയുടെ റേഡിയസ് നമുക്ക് R എന്ന് എടുക്കാം. അപ്പൊ എയുടെ റേഡിയസ് എന്ന് പറയുന്നത് ബിയുടെ റേഡിയസിന്റെ ട്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ R is equal to 2RB ആണ്. റേഡിയസ് ഓഫ് എ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ബി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദേ ആർ സ്ട്രെച്ച്ഡ് ബൈ ദ സെയിം ലോഡ്, അതായത് സെയിം ഫോഴ്സ് ആണ് രണ്ടുപേരിലേക്കും അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ദെൻ സ്ട്രെസ് ഓൺ ബി ഈസ്, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സ്ട്രെസ്സിന്റെ ഫോർമുല എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പൊ അറ്റ് ഇക്വിലിബ്രിയം റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈക്വൽ ടു ഡിഫോമിംഗ് ഫോഴ്സ് ആണ്. ഏരിയക്ക് നമുക്ക് എന്ത് കൊടുക്കാം? പൈ ആർ സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് ഓൺ എ എന്ന് പറയുന്നത് എഫ് ബൈ പൈ ആർ എ സ്ക്വയർ എന്ന് വരും അല്ലെ. സിമിലർലി സ്ട്രെസ് ഓൺ ബി എന്ന് പറയുന്നത് എഫ് ബൈ പൈ ആർ ബി സ്ക്വയർ എന്ന് പറയുന്നത് വരും. കാര്യം ക്രോസ് സെക്ഷണൽ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. ദെൻ അവരൊരു റിലേഷൻ തന്നിട്ടുണ്ട്, ആർ എന്ന് പറയുന്നത് 2RB ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എഫ് ബൈ പൈ ഇൻറ്റു ആർ ഐ സ്ക്വയർ എന്ന് പറയുന്നത്, ആർ എന്ന് പറയുന്നത് 2RB ആണ്. അപ്പൊ ആർ ഐ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും മക്കളെ? 4RB സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ആർ ഐ സ്ക്വയർ എന്ന് പറയുന്നത് 4RB സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ആരെന്ന് പറയുന്നത്? സ്ട്രെസ് ഓൺ എ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതാണ് സ്ട്രെസ് ഓൺ എ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ എഫ് ബൈ പൈ ആർ ബി സ്ക്വയറിന് നമുക്ക് എസ് ബി എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എസ് എ എന്ന് പറയുന്നത് എസ് ബി ബൈ 4 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എസ് എ എന്ന് പറയുന്നത് എസ് ബി ബൈ 4 എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് ഓൺ ബി എന്ന് പറയുന്നത് 4 ടൈംസ് സ്ട്രെസ് ഓൺ എ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് ഓൺ ബി എന്ന് പറയുന്നത് 4 ടൈംസ് സ്ട്രെസ് ഓൺ എ എന്ന് വരും. ഓക്കെ, അപ്പൊ സ്ട്രെസ് ഓൺ ബി എന്ന് പറയുന്നത് 4 ടൈംസ് സ്ട്രെസ് ഓൺ എ എന്ന് പറയുന്ന വരും. അപ്പൊ ആൻസർ ഏതെന്ന് കിട്ടും മക്കളെ? അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 എന്ന് കിട്ടും. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ മറ്റൊന്നുമല്ല, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. മക്കളെ, ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. വൺ എൻഡ് ഓഫ് എ യൂണിഫോം വയർ ഓഫ് ലെങ്ത് L ആൻഡ് വെയിറ്റ് W. അപ്പൊ ഒരു വയറുണ്ട്, ആ വയറിന്റെ ലെങ്ത് എന്ന് പറയുന്ന L ആണ്, അവന്റെ വെയിറ്റ് എന്ന് പറയുന്നത് W ആണ്. അപ്പൊ ഒരു വയറുണ്ട്, ആ വയറിന്റെ ലെങ്ത് എന്ന് പറയുന്ന L ആണ്, അവന്റെ വെയിറ്റ് എന്ന് പറയുന്ന W ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ വയർ എന്ന് പറയുന്നത് വയർ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ വയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്, വെയിറ്റ് എന്ന് പറയുന്നത് W ആണ്. ഈസ് അറ്റാച്ച് ടു റിജിഡ്ലി എ പോയിന്റ് ഇൻ ദ റൂഫ്. അപ്പൊ റൂഫിലെ ഒരു പോയിന്റിലാണ് അതിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെ റൂഫിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും മക്കളെ? a weight W1 is suspended from its lower end. അപ്പൊ അതിന്റെ ലോവർ എൻഡിൽ നിന്ന് ഒരു വെയിറ്റ് കൂടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലോവർ എൻഡ് കൺസിഡർ ചെയ്താൽ ഇതാണ് ലോവർ എൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ലോവർ എൻഡിലേക്ക് ഒരു വെയിറ്റ് കൂടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ വെയിറ്റ് എത്രയാണെന്ന് വെച്ചാൽ that weight will be what? That weight will be W1. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? if S is the area of cross section of the wire, stress in the wire at a height L/4 from its lower end. അതിന്റെ ലോവർ എൻഡിൽ നിന്ന് L/4 ദൂരം അകലെയുള്ള പോയിന്റിലെ, അതിന്റെ ലോവർ എൻഡിൽ നിന്ന് L/4 അകലെ ഉള്ള പോയിന്റിലെ എന്താ മക്കളെ ചോദിച്ചിരിക്കുന്നത്? സ്ട്രെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അഗെയിൻ ക്വസ്റ്റ്യൻ സ്ട്രെസ്സിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ആ പോയിന്റിലെ സ്ട്രെസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അവർ ചോദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ആ പോയിന്റിലെ സ്ട്രെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പൊ ആ സ്ട്രിങ്ങിലെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന ടെൻഷൻ എന്ന് എടുക്കാം. സോ ദാറ്റ് വിൽ ബി ടെൻഷൻ ബൈ ഏരിയ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പൊ സ്ട്രിങ്ങിലെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന ടെൻഷൻ ആണ്. മക്കളെ, ഈ പോയിന്റിലെ ടെൻഷൻ എന്ന് പറയുന്നത് അതിന് താഴെയുള്ളവരുടെ വെയിറ്റ് ആണ്. അപ്പൊ ഈ സ്ട്രിങ്ങിന് മൊത്തത്തിൽ എത്ര വെയിറ്റ് ഉണ്ട്? W വെയിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവന്റെ L/4 ലെങ്തിൽ എത്ര വെയിറ്റ് ഉണ്ട് മക്കളെ? W/4 വെയിറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ സ്ട്രിങ്ങിന് മൊത്തത്തിൽ W വെയിറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ L/4 ലെങ്തിൽ W/4 വെയിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത് അതിന് താഴെയുള്ളവന്റെ വെയിറ്റ് ആണ്. സിസ്റ്റം റെസ്റ്റിലാണെങ്കിൽ ഈ പോയിന്റിലെ ടെൻഷൻ എന്ന് പറയുന്നത് അതിന് താഴെയുള്ളവന്റെ വെയിറ്റ് ആണ്. അപ്പൊ ഈ വെയിറ്റ് W1 ഉണ്ട്, സ്ട്രിങ്ങിന്റെ പോർഷന്റെ വെയിറ്റ് എന്ന് പറയുന്നത് W/4 ഉണ്ട്. സോ ദ ടെൻഷൻ അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത് W1 + W/4 ആണ്. ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സ്ട്രിങ് എന്ന് പറയുന്ന S ആണ്. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന പോയിന്റിലെ സ്ട്രെസ് എന്ന്
എത്രയാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും. അപ്പോൾ ഒരു പറഞ്ഞിരിക്കുന്ന പോയിന്റിലെ സ്ട്രെസ് എത്രയാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആയിരിക്കും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. മക്കളെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എ യൂണിഫോം ക്യൂബ് ഈസ് സബ്ജക്റ്റഡ് ടു വോളിയം കംപ്രഷൻ. അപ്പൊ ഒരു ക്യൂബിനെ കംപ്രസ് ചെയ്യുന്നു, വോളിയം കംപ്രഷൻ നടത്തുന്നു. ഇഫ് ഈച്ച് സൈഡ് ഈസ് ഡിക്രീസ്ഡ് ബൈ 1%. അപ്പൊ ക്യൂബിന്റെ സൈഡ് എ എന്ന് എടുക്കുവാണെങ്കിൽ അതിന്റെ പെർസെന്റേജ് ചേഞ്ച് ആ തന്നിരിക്കുന്നത്. അപ്പം ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 ആ തന്നിരിക്കുന്നത്. അവന്റെ പെർസെന്റേജ് ചേഞ്ച് ആ തന്നിരിക്കുന്നത്. അപ്പൊ ഡെൽറ്റ ബൈ എ ഇൻറ്റു 100 ആ തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഗിവൺ ആസ് വാട്ട്? ദാറ്റ് ഈസ് ഗിവൺ ആസ് വാട്ട്? 1 ആണോ? അപ്പൊ അവന്റെ പെർസെന്റേജ് ചേഞ്ച് ആ തന്നിരിക്കുന്നത്, സൈഡിന്റെ പെർസെന്റേജ് ചേഞ്ച് ആ തന്നിരിക്കുന്നത്. അപ്പൊ ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 എന്നാ തന്നിരിക്കുന്നത്. മക്കളെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചുമ്മാ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുന്നു. ഡെൽറ്റ എ ബൈ എ എന്ന് പറയുന്നത് 1/100 എന്ന് കിട്ടും, അഥവാ 0.01 എന്ന് കിട്ടും. ഞാൻ ചുമ്മാ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുന്നു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വെൻ വോളിമെട്രിക് സ്ട്രെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ആണ്, അല്ലേ? വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ആണ്. നമുക്കറിയാം ഒരു ക്യൂബിന്റെ വോളിയം നോക്കുവാണെങ്കിൽ, ക്യൂബിന്റെ സൈഡ് എ ആണെങ്കിൽ ക്യൂബിന്റെ വോളിയം നോക്കുവാണെങ്കിൽ എ ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടതാ ഡെൽറ്റ വി ബൈ വി ആണ്. അപ്പൊ നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്നത് 3 ടൈംസ് ഡെൽറ്റ എ ബൈ എ ആണ്. അപ്പൊ ഡെൽറ്റ വി ബൈ വി ആണ് വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത് 3 ടൈംസ് ഡെൽറ്റ എ ബൈ എ എന്ന് വരും, അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത് 3 ടൈംസ് ഡെൽറ്റ എ ബൈ എ എന്ന് പറയുന്ന വരും. നമുക്കറിയാം ഡെൽറ്റ എ ബൈ എ എന്ന് പറയുന്നത് എത്ര മക്കളെ? 0.01 ആണ്. അപ്പൊ അത് ചെയ്തു നോക്കുവാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് 0.03 എന്ന് പറയുന്ന വരും. ഇതാണ് അവിടുത്തെ വോളിയം സ്ട്രെയിന്റെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ വോളിയം സ്ട്രെയിന്റെ ഫോർമുല നോക്കുവാണെങ്കിൽ അവിടുത്തെ വോളിയം സ്ട്രെയിന്റെ ഫോർമുല 0.03 എന്ന് പറയുന്നവർ. മക്കളെ, ഞാൻ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എ 2 മീറ്റർ ലോങ് റോഡ് ഓഫ് റേഡിയസ് 1 സെന്റിമീറ്റർ. അപ്പൊ റോഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. റോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. പറയട്ടെ, റോഡിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. which is fixed from one end and is given a twist. Twist തന്നിട്ടുണ്ട്. Angle of twist എന്ന് പറയുന്നത് theta ആണ്. Theta is given as what? Theta is given as 0.8 radian. Theta is given as what? Theta is given as 0.8 radian. Then shear strain എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Shear strain എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം phi ആണ്. Shear strain എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ? ഇതാ ഇങ്ങനെ നമ്മൾ ടാൻജൻഷ്യൽ ആയിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇതിങ്ങനെയാകും, അല്ലേ? അപ്പൊ ഈ ആംഗിൾ ഫൈനെയാണ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കേസിൽ ഒരു ഫോർമുലയുണ്ട് മക്കളെ. ആംഗിൾ ഓഫ് ട്വിസ്റ്റും ആംഗിൾ ഓഫ് ഷിയറും തമ്മിലൊരു റിലേഷനൊക്കെ ഉണ്ട്. ആംഗിൾ ഓഫ് ട്വിസ്റ്റും ആംഗിൾ ഓഫ് ഷിയറും തമ്മിലൊരു റിലേഷനൊക്കെ ഉണ്ട്. എന്താ റിലേഷൻ എന്ന് ചോദിച്ചാൽ ആർ തീറ്റ ഈസ് ഈക്വൽ ടു L5 എന്നാണ് ഫോർമുല. ആർ തീറ്റ ഈസ് ഈക്വൽ ടു L5. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആണ്, ഫൈ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഷിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ആർ തീറ്റ ഈസ് ഈക്വൽ ടു L5. ആംഗിൾ ഓഫ് ഷിയർ ആണ് എന്നത് പറയുന്നത് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആർ എന്ന് പറയുന്നത് എത്ര? ആർ എന്ന് പറയുന്ന 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ അത് 1 × 10⁻² എന്ന് വരും. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ഗിവൺ ആസ് 0.8 റേഡിയൻ. ദെൻ എൽ എന്ന് പറയുന്നത് എത്ര മക്കളെ? എൽ എന്ന് പറയുന്ന 2 ആണ്. അപ്പൊ എൽ എന്ന് പറയുന്ന 2 ആണ്. സോ ദാറ്റ് വിൽ ബി ഒബ്റ്റൈൻഡ് ആസ് 5. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 5 കിട്ടും, അല്ലേ? അപ്പൊ ഇത് എത്ര കിട്ടും? 0.8/2 എന്ന് പറഞ്ഞാൽ 0.4 ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 0.4 × 10⁻² എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? ദാറ്റ്സ് ഈക്വൽ ടു 5 എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ ഒന്നുകൂടെ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ 5 എന്ന് പറയുന്നത് 0.04 എന്ന് പറയുന്നത് കിട്ടും. സോറി, 0.004 എന്ന് കിട്ടും, അല്ലേ? 0.004 എന്ന് കിട്ടും. അപ്പൊ ഒന്നുകൂടെ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ 5യുടെ വാല്യൂ എന്ന് പറയുന്നത് 0.004 എന്നാണ് കിട്ടുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പറയട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the dimension of two wires A and B are the same. അതായത് എയുടെയും ബിയുടെയും ഡയമെൻഷൻ സെയിം ആണ്. അതായത് ലെങ്ത് ഓഫ് എ ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? ലെങ്ത് ഓഫ് എ ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ബി ആണ്. സിമിലർലി ഏരിയ ഓഫ് എ ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? ഏരിയ ഓഫ് ബി ആണ്. അതാണ് ഡയമെൻഷൻ സെയിം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. കേട്ടോ, ദ ഡയമെൻഷൻ ഓഫ് ടു വയേഴ്സ് എ ആൻഡ് ബി, അതായത് എൽ എ ഈസ് ഈക്വൽ ടു എൽ ബി ആണ്. സിമിലർലി ഏരിയ ഓഫ് എ ഈസ് ഈക്വൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എ ഈസ് ഈക്വൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ബി ആണ്. ബട്ട് ദർ മെറ്റീരിയൽ ആർ ഡിഫറെന്റ്. മെറ്റീരിയൽ ഡിഫറെന്റ് ആയിരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി യങ്സ് മോഡുലസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ യങ്സ് മോഡുലസ് ഓഫ് എ നോട്ട് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഓഫ് ബി ആയിരിക്കും. അപ്പൊ യങ്സ് മോഡുലസ് ഓഫ് എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ? യങ്സ് മോഡുലസ് ഓഫ് ബി ആയിരിക്കും. Their load extension graph are shown. YA and YB are the values of Young's modulus of elasticity of A and B. Then പറോക്കളെ, അപ്പൊ ഇവിടെ ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. ലോഡ് എന്ന് പറയുന്നത് നമുക്ക് എഫ് എന്ന് കൊടുക്കാം, എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ എന്ന് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താ മക്കളെ വൈയുടെ ഫോർമുല എന്ന് പറയുന്നത്? വൈയുടെ ഫോർമുല എന്ന് പറയുന്നത് FL/A ഡെൽറ്റ എൽ ആണ്.
വൈയുടെ ഫോർമുല എന്ന് പറയുന്നത് FL/A ഡെൽറ്റ എൽ ആണ്. മക്കളെ രണ്ടുപേരുടെയും ലെങ്ത് സെയിം ആണ്, രണ്ടുപേരുടെയും ഏരിയയും സെയിം ആണ് അല്ലേ? രണ്ടുപേരുടെയും ലെങ്ത് സെയിം ആണ്, രണ്ടുപേരുടെയും ഏരിയയും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം y എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് പറയാം മക്കളെ? y എന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ ടു F/Δ L എന്ന് പറയാം. അപ്പൊ y എന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ ടു F/Δ L എന്ന് പറയാം. അപ്പൊ F/Δ L എന്ന് പറയുന്നത് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് അല്ലേ? അപ്പൊ F/Δ L എന്ന് പറയുന്നത് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ്. അപ്പൊ എന്താ മക്കളെ? y പ്രൊപ്പോർഷണൽ ടു സ്ലോപ്പ് എന്ന് പറയാം. അപ്പൊ ഈ ഗ്രാഫിലേക്ക് നോക്കുവാണെങ്കിൽ y പ്രൊപ്പോർഷണൽ ടു സ്ലോപ്പ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ആർക്കാണ് സ്ലോപ്പ് കൂടുതൽ? എക്കാണ് സ്ലോപ്പ് കൂടുതൽ ബി യെക്കാളും അല്ലേ? ബി ദ എക്സാക്സുമായിട്ട് ഇത്രയും ആംഗിളെ മേക്ക് ചെയ്യുന്നുള്ളൂ, എ ഇത്രയും ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആംഗിൾ മേക്കിംഗ് എക്കാണ് കൂടുതൽ, അപ്പം എയുടെ സ്ലോപ്പ് ആണ് കൂടുതൽ. അപ്പൊ സ്ലോപ്പ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് ബി. അപ്പൊ y ഓഫ് എ ഗ്രേറ്റർ ദാൻ y ഓഫ് ബി. അപ്പൊ എയുടെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് ബിയുടെ യങ്സ് മോഡുലസിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ ആൻസർ ഏത് വരും മക്കളെ? അപ്പൊ ആൻസർ നോക്കുവാണെങ്കിൽ ആൻസർ ഓപ്ഷൻ 1 വരും. y ലെസ് ദാൻ yb തെറ്റാണ്, y ഈക്വൽ ടു yb തെറ്റാണ് അല്ലേ? yb ഈക്വൽ ടു 2y, അതായത് yb ഗ്രേറ്റർ ദാൻ y എന്തായാലും വരത്തില്ല. y ഗ്രേറ്റർ ദാൻ yb വരത്തുള്ളൂ. yb ഒരിക്കലും ഗ്രേറ്റർ ദാൻ y ആവത്തില്ല. അതേ കണക്ക് yb ഗ്രേറ്റർ ദാൻ y അഗെയിൻ ആകത്തില്ല. അതുകൊണ്ടാണ് ബാക്കി എല്ലാ ഓപ്ഷനും തെറ്റാകുന്നത്. ഏത് ഓപ്ഷൻ മാത്രം കറക്റ്റ് വരുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ മാത്രം കറക്റ്റ് വരുന്നത്. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കും. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കംപ്രസിബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ. മക്കളെ നിങ്ങൾക്കറിയാം കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. അപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ബൾക്ക് മോഡുലസിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുവാണെങ്കിൽ ബൾക്ക് മോഡുലസിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി ബൈ വി എന്നാണ്. ഒരു മൈനസും കൂടെ ഉണ്ട്, ഞാൻ മൈനസ് എടുക്കുന്നില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ബൾക്ക് മോഡുലസിന്റെ ഫോർമുല എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി ബൈ വി എന്നാണ്. അപ്പൊ കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 ബൈ ബൾക്ക് മോഡുലസ് ആണ്, അതായത് ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കൽ എടുക്കേണ്ടി വരും. അപ്പൊ ഇക്വേഷൻ എന്ന് പറയുന്നത് നേരെ അങ്ങ് തിരിയും, ഇവൻ അങ്ങ് മുകളിൽ പോകും, ഡെൽറ്റ പി അങ്ങ് താഴെ വരും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ വി ബൈ വി ബൈ ഡെൽറ്റ പി എന്ന് വരും അല്ലേ? ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ വി ബൈ വി ബൈ എന്തെന്ന് വരും മക്കളെ? ഡെൽറ്റ പി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഏത് ഓപ്ഷൻ? പ്രോഡക്റ്റ് ഓഫ് വോളിയം ആൻഡ് ഇറ്റ്സ് പ്രഷർ ഒരിക്കലും വരത്തില്ല. ചേഞ്ച് ഇൻ പ്രഷർ പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ വോളിയം വരത്തില്ല. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം പെർ ചേഞ്ച് ഇൻ പ്രഷർ. കറക്റ്റ് അല്ലേ മക്കളെ? ഇതാണ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം, ഇതാണ് ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറയുന്നത്. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം പെർ ചേഞ്ച് ഇൻ പ്രഷർ അല്ലേ? അപ്പൊ അതാണ് 1 ബൈ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. 1 ബൈ ബൾക്ക് മോഡുലസ് ആണ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 എന്ന് വരും. മക്കളെ സ്ട്രെസിന്റെയും സ്ട്രെയിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. അപ്പൊ അത് ബൾക്ക് മോഡുലസേ വരത്തുള്ളൂ, ഒരിക്കലും കംപ്രസിബിലിറ്റി വരത്തില്ല. 5th ഓപ്ഷനും എന്തായാലും വരത്തില്ല. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 3rd ഓപ്ഷൻ വരും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. A mass of 5.5 kg is suspended from wire. Then length of wire increases by 3 millimeter. Find out the work done. അല്ലേ? വർക്ക് ഡൺ. മക്കളെ വർക്ക് ഡൺ ഒരു ഫോർമുലയുണ്ട്. നമ്മളൊരു വയറിനെ എഫ് ഫോഴ്സ് ഉപയോഗിച്ച് പുള്ള് ചെയ്യും. ഒരു വയറിനെ നമ്മൾ എഫ് ഫോഴ്സ് ഉപയോഗിച്ച് പുള്ള് ചെയ്യുമ്പോൾ അവന്റെ ലെങ്ത് ഡെൽറ്റ എൽ കൂടിയാൽ അതിൽ സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു ഫോർമുലയുണ്ട്, ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ എന്നാണ്. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. നമ്മളൊരു വയറിനെ എഫ് ഫോഴ്സ് ഉപയോഗിച്ച് പുള്ള് ചെയ്താൽ ആണോ അവന്റെ ലെങ്ത് ഡെൽറ്റ എൽ കൂടിയാൽ വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദ വയർ എന്ന് ചോദിച്ചാൽ ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ ആണ്. അപ്പൊ ഇവിടെ ആ എം ജി വെയിറ്റ് കെട്ടിത്തൂക്കിയാണ് അവനെ എക്സ്റ്റെൻഡ് ചെയ്തത്, അതുകൊണ്ട് എഫിന്റെ സ്ഥാനത്ത് എം ജി ഇട്ട് കൊടുക്കണം. അപ്പൊ ഹാഫ് ഇൻറ്റു എം ജി ഇൻറ്റു ഡെൽറ്റ എൽ എന്ന് എഴുതേണ്ടി വരും കേട്ടോ. അവിടെ എഴുതേണ്ടി വരുന്ന കാര്യം എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എം ജി ഇൻറ്റു ഡെൽറ്റ എൽ എന്ന് എഴുതേണ്ടി വരും. അപ്പൊ നമുക്കറിയാം ഹാഫ് ഇൻറ്റു എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് എമ്മിന്റെ വാല്യൂ 0.5 ആണ്. മക്കളെ ജി 10 എടുക്കാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ജി 9.8 എടുത്തേ പറ്റത്തുള്ളൂ. ജി 10 എടുക്കാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ജി 9.8 എടുത്തേ പറ്റത്തുള്ളൂ. ഡെൽറ്റ എൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 3 മില്ലിമീറ്റർ ആണ്, അതുകൊണ്ട് അതിനെ 3 × 10⁻³ എന്ന് എഴുതേണ്ടി വരും. മക്കളെ അപ്പൊ ഇത് ചെയ്തു നോക്കുവാണെങ്കിൽ ആൻസർ 7.3 × 10⁻³ ജൂൾ എന്നാണ് വരുന്നത് കേട്ടോ. കാര്യം ഇത് 10 ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. 10 ആയിരുന്നെങ്കിൽ 0.5 × 10 5 ആണ്. 5 × 3 എന്ന് പറഞ്ഞാൽ 15 ആണ്. 15/2 എന്ന് പറഞ്ഞാൽ 7.5 ആണ്. അപ്പൊ ആൻസർ വിൽ ബി 7.5 × 10⁻³ അല്ലേ? അപ്പൊ ജി 10 എടുത്താൽ 7.5 × 10⁻³ ആണ്. അപ്പൊ ഇവിടെ ജി 10 എന്നൊന്നും പറഞ്ഞിട്ടില്ല, അപ്പൊ ജി 9.8 എടുത്തേ വരത്തുള്ളൂ. അപ്പൊ 7.5 അടുത്ത് നിൽക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 7.3 ആണ്. ഓക്കെ, 7.5 അടുത്ത് നിൽക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 7.3 ആണ്. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഡയഗ്രാം ഷോസ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ ദ മെറ്റീരിയൽസ് എ ആൻഡ് ബി. ആ ഡയഗ്രാം
എ എന്ന് പറയുന്ന മെറ്റീരിയലിന്റെയും ബി എന്ന് പറയുന്ന മെറ്റീരിയലിന്റെയും സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫുകളാണ് തന്നിരിക്കുന്നത്. ആ മെറ്റീരിയൽ അല്ലെങ്കിൽ അവിടെ ഗ്രാഫ് തന്നിട്ടുണ്ട്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. എ എന്ന് പറയുന്ന മെറ്റീരിയലിന്റെയും ബി എന്ന് പറയുന്ന മെറ്റീരിയലിന്റെയും സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് അവിടെ തന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫ്രം ദ കർവ് വി ഇൻഫർ ദാറ്റ് A is brittle but B is ductile. A is ductile but B is brittle. മക്കളെ ബിയിലേക്ക് നോക്കുവാണെങ്കിൽ ദാ ഇവിടം തൊട്ട് ഇവിടം വരെ ഇലാസ്റ്റിസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ, ഇവിടം വരെ ഇലാസ്റ്റിസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടാൽ അവൻ പെട്ടെന്ന് ബ്രേക്ക് ആവുന്നുണ്ട് അല്ലേ. പക്ഷെ ഏറെ നോക്കുവാണെങ്കിൽ ദാ ഇവിടം വരെ ഇലാസ്റ്റിക് ലിമിറ്റ് ഒക്കെ ഉള്ളൂ, എന്നിട്ടും നമുക്ക് അവനെ വലിച്ചു നീട്ടാൻ പറ്റുന്നുണ്ട് അല്ലേ. അതായത് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടാൽ അവൻ ഉടനെ പൊട്ടിപ്പോകുന്നുണ്ട്. ആര് മക്കളെ? ബി. ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു, അതായത് ഇവിടം വരെ ഓൾമോസ്റ്റ് ഇലാസ്റ്റിസിറ്റി കാണും അല്ലേ, ഇവിടം വരെ ഓൾമോസ്റ്റ് ഇലാസ്റ്റിസിറ്റി കാണും. പക്ഷെ പിന്നെ ഗ്രാഫ് വരയ്ക്കാത്തെന്ന് പറഞ്ഞാൽ മീനിങ് അവിടെ വെച്ച് അവൻ പൊട്ടിപ്പോയി, പിന്നെ സ്ട്രെസ് കൂട്ടിയപ്പോൾ അവൻ പൊട്ടിപ്പോയി. അപ്പൊ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട ഉടനെ ബി എന്ത് ചെയ്തു പോയി മക്കളെ? പൊട്ടിപ്പോയി. അപ്പൊ ബീനെ നമുക്ക് വലിച്ചു നീട്ടാനൊന്നും പറ്റത്തില്ല. അപ്പൊ ബി എന്ന് പറയുന്നത് ബ്രിട്ടിൽ ആണ്. ഇനി മക്കളെ എ എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടിട്ടും പിന്നെ നമുക്ക് അവനെ വലിച്ചു നീട്ടാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് ഡക്ടൈൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ നോക്കുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ണുമടച്ച് ആൻസർ പറയാം. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ആ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. മക്കളെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ. ഈ ഗ്രാഫിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ അപ്പൊ സോളിഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. സോളിഡ്സിൽ നിന്ന് നമ്മൾ ഫ്ലൂയിഡ്സിലേക്ക് പോവുക. നിങ്ങൾക്കറിയാം സോളിഡ്സിനേക്കാൾ കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ഫ്ലൂയിഡ്സ് ആണ്. അപ്പൊ നമ്മൾ ഫ്ലൂയിഡ്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആദ്യം തന്നെ ഡെൻസിറ്റിയുടെ ക്വസ്റ്റൻ ആ ചോദിച്ചിരിക്കുന്നത്. 2 liquids having densities d1 and d2 are mixed in such a way that both have same masses. Density of the mixture. മക്കളെ ഡെൻസിറ്റി ഓഫ് ദ മിക്സ്ചറിന് ഒരു ഫോർമുലയുണ്ട്, ടോട്ടൽ മാസ് ബൈ ടോട്ടൽ വോളിയം എന്നാണ്. ഡെൻസിറ്റി ഓഫ് മിക്സ്ചറിന് ഒരു ഫോർമുലയുണ്ട്, ടോട്ടൽ മാസ് ബൈ ടോട്ടൽ വോളിയം എന്നാണ്. ആദ്യത്തെ ലിക്വിഡിന്റെ മാസ് എം ആണ്, രണ്ടാമത്തെ ലിക്വിഡിന്റെ മാസ് എം ആണ് അല്ലേ. ആദ്യത്തെ ലിക്വിഡിന്റെ മാസ് എം ആണ്, രണ്ടാമത്തെ ലിക്വിഡിന്റെ മാസ് എത്ര മക്കളെ? എം ആണ്. കാര്യം അവരുടെ രണ്ടുപേരുടെ മാസസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 liquids having density d1 and d2 are mixed in such a way that both have same mass എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തെന്ന് എടുക്കേണ്ടി വരും മക്കളെ? m plus m എന്ന് എടുക്കേണ്ടി വരും. ഇനി ടോട്ടൽ മാസ് ബൈ ടോട്ടൽ വോളിയം എന്നാണ്. ടോട്ടൽ വോളിയത്തിന് നമുക്ക് v1 plus v2 എന്ന് എടുക്കേണ്ടി വരും. അപ്പൊ m plus m നോക്കുവാണെങ്കിൽ m plus m എന്ന് പറയുന്നത് 2m ആണ്. അപ്പൊ m plus m നോക്കുവാണെങ്കിൽ m plus m എന്ന് പറയുന്നത് 2m ആണ്. ഇനി മക്കളെ ആദ്യത്തെ ലിക്വിഡിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ മാസ് ബൈ ഡെൻസിറ്റി ആണ്. വോളിയം എന്ന് പറയുന്ന മാസ് ബൈ ഡെൻസിറ്റി ആണ്. അപ്പൊ മാസ് എന്ന് പറയുന്ന m ആണ്, ഡെൻസിറ്റി എന്ന് പറയുന്നത് d1 ആണ്. അടുത്ത ലിക്വിഡിന്റെ മാസ് m ആണ്, ഡെൻസിറ്റി എന്ന് പറയുന്ന d2 ആണ്. അപ്പൊ എല്ലാത്തിൽ നിന്നും m എടുത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ദെൻ ഇത് 2 ബൈ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, d2 പ്ലസ് d1 ബൈ d1 d2 എന്ന് വരും. d2 പ്ലസ് d1 ബൈ d1 d2 എന്ന് പറയുന്ന വരും. കാര്യം പിടി കിട്ടിയോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്തു നോക്കുവാണെങ്കിൽ 2 d1 d2 ബൈ d1 പ്ലസ് d2 എന്ന് വരും. അപ്പൊ ഇത് ചെയ്തു നോക്കുവാണെങ്കിൽ ആ ഡെൻസിറ്റി ഓഫ് ദ മിക്സ്ചർ എന്ന് പറയുന്നത് 2 d1 d2 ബൈ d1 പ്ലസ് d2 എന്ന് വരും. അപ്പൊ ഡെൻസിറ്റി ഓഫ് ദ മിക്സ്ചർ എന്ന് പറയുന്നത് 2 d1 d2 ബൈ d1 പ്ലസ് d2 എന്ന് വരും. മക്കളെ എപ്പോഴും ആലോചിച്ച് വെച്ചേക്കണം, ഡെൻസിറ്റി ഓഫ് മിക്സ്ചറിന്റെ ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ബൈ ടോട്ടൽ വോളിയം ആണ്. മക്കളെ ഇവിടെ എടുത്തിരിക്കുന്ന രണ്ട് ലിക്വിഡിന്റെ മാസസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ m plus m എന്ന് എടുത്തത്. വോളിയത്തിന് v1 plus v2, വോളിയത്തിന് നമുക്ക് മാസ് ബൈ ഡെൻസിറ്റി എന്ന് കൊടുക്കാം, അപ്പൊ m by d1. രണ്ടാമത്തെ ആളുടെ വോളിന് മാസ് ബൈ ഡെൻസിറ്റി എന്ന് കൊടുക്കാം, m by d2. അപ്പൊ സോൾവ് ചെയ്ത് വന്നാൽ ആൻസർ 2 d1 d2 by d1 plus d2 എന്ന് കിട്ടും. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 vessels A, B, Z of different shapes contain water up to the same height as shown in the figure. PA, PB and PCB the pressure exerted by water at the bottom of vessel A, B and C. Then മക്കളെ ഇത് നമ്മൾ NCERT-യിലൊക്കെ ഡയറക്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്ന് പറഞ്ഞ് അത് സിമ്പിൾ ആണെന്ന് വിചാരിക്കരുത്, ശ്രദ്ധിക്കണം കേട്ടോ. സിമ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കരുത്. പറോക്കളെ ഇവിടെ 3 vessels A, B, C of different shapes contain water up to same height എന്നാ പറഞ്ഞിരിക്കുന്നത്. വാട്ടർ അപ് ടു സെയിം ഹൈറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു പോയിന്റിലെ പ്രഷർ എത്രയാണെന്ന് ചോദിച്ചാൽ പ്രഷർ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രഷർ P0 ആണെങ്കിൽ P0 പ്ലസ് HρG എന്നാ പറയുന്നത്. അപ്പൊ റോയ്ക്ക് മാറ്റമില്ല, ജിക്ക് മാറ്റമില്ല, എച്ചിനും മാറ്റമില്ലെങ്കിൽ എല്ലായിടത്തും പ്രഷർ എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. കാര്യം എല്ലായിടത്തും സെയിം ഹൈറ്റ് ഓഫ് ലിക്വിഡ് ആണ് ഉള്ളതെന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലായിടത്തും സെയിം ഹൈറ്റ് ഓഫ് ലിക്വിഡ് ആണ് ഉള്ളതെന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലായിടത്തും സെയിം ഹൈറ്റ് ഓഫ് ലിക്വിഡ് ഉള്ളതെന്നാ പറഞ്ഞിരിക്കുന്നത്. കാര്യം പിടികിട്ടിയോ? അപ്പൊ ഇതാണ് കേസ് എന്ന് പറയുന്നത്. അപ്പം എല്ലായിടത്തും പ്രഷർ എന്ന് പറയുന്ന ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് PA is equal to PB is equal to PC എന്ന് പറയേണ്ടി വരും. മക്കളെ അടുത്തത് നമ്മൾ 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇൻ ഹൈഡ്രോളിക് ലിഫ്റ്റ് used at a service station,
the radius of the large and smaller pistons are in the ratio 20:1 ആണ്. ലാർജർ പിസ്റ്റന്റെ റേഷ്യോ R2 എന്ന് കൊടുക്കാം, സ്മാളർ പിസ്റ്റന്റെ റേഷ്യോ R1 എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പൊ R2/R1 എന്ന് പറയുന്നത് 20:1 ആണ്. അപ്പം നിങ്ങൾ ആലോചിച്ചോണം, പിസ്റ്റൺ സർക്കുലർ ഷേപ്പിലാണുള്ളത് അല്ലേ. What weight must be placed on the small piston will be sufficient to lift a car of mass 1500 kg അല്ലേ. അപ്പൊ നമുക്കറിയാം, നമുക്ക് അവിടെ അറിയാവുന്ന ഫോർമുല എന്ന് പറയുന്നത് F1/A1 എന്ന് പറയുന്നത് F1/A1 എന്ന് പറയുന്നത് F2/A2 എന്നാണ്. F1/A1 എന്ന് പറയുന്നത് F2/A2 എന്നാണ്. അപ്പൊ F1 എത്ര എന്നാണ് വേണ്ടത്, അല്ലെങ്കിൽ അപ്പൊ അവിടെ എത്ര മാസിനെ വെക്കണമെന്നാ വേണ്ടത്. അപ്പൊ F1 ഞാൻ അസ്യൂം ചെയ്യുന്നു സ്മാൾ m ആണ് ഇതിനെ വെക്കേണ്ടത്. അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് വരും മക്കളെ നമ്മൾ സ്മാളർ പിസ്റ്റണിൽ m മാസുള്ള ഒരു ബോഡി വെച്ചു. അപ്പൊ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര മക്കളെ mg ആണ്. സ്മാളർ പിസ്റ്റണിൽ നമ്മൾ m മാസുള്ള ഒരു ബോഡി വെച്ചു. അപ്പൊ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര മക്കളെ mg. അവന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവന്മാരുടെ ഷേപ്പ് എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പ് ആണ്. അതുകൊണ്ട് തന്നെ ഏരിയ എന്ന് പറയുന്നത് πr1² എന്ന് വരും. ഇനി മക്കളെ ലാർജർ പിസ്റ്റണിലേക്ക് വെച്ചിരിക്കുന്ന ആരാ, നമുക്ക് 1500 kg മാസുള്ള കാറിനെയാണ് പൊക്കേണ്ടത്. അപ്പൊ ലാർജർ പിസ്റ്റണിൽ വെച്ചിരിക്കുന്ന മാസ് 1500 ആണ്. അപ്പൊ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 1500 × G ആണ്, ഡിവൈഡഡ് ബൈ അവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ π × R2² ആണ്. അപ്പൊ ജിയും എന്ത് ചെയ്ത് പോകും മക്കളെ, ക്യാൻസൽ ആയി പോകും. പൈയും എന്ത് ചെയ്ത് പോകും മക്കളെ, ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എമ്മിന്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പൊ എം എന്ന് പറയുന്നത്, അപ്പൊ എം എത്രയാണെന്ന് ചോദിക്കുവാണെങ്കിൽ എം എന്ന് പറയുന്നത് 1500 × R1²/R2² എന്ന് വരും. 1500 × R1²/R2² എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 1500 × പറയട്ടെ R2/R1 എന്ന് പറഞ്ഞാൽ 20/1 ആണ്. അങ്ങനെയാണെങ്കിൽ R1/R2 എന്ന് പറയുന്നത് എന്താ മക്കളെ, 1/20 ആണ്. അങ്ങനെയാണെങ്കിൽ R1/R2 എന്ന് പറയുന്നത് 1/20 ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ എടുത്താൽ 1/400 എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ അതിന്റെ സ്ക്വയർ എടുത്താൽ 1/400 എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ രണ്ട് സീറോസും എന്ത് ചെയ്തു പോകും, ക്യാൻസൽ ആയി പോകും. അപ്പൊ ആൻസർ വിൽ ബി 15/4 ആണ്. അപ്പൊ 15/4 എന്ന് പറയുന്നത് 3.75 ആണെന്ന് വിചാരിക്കുന്നു. സോ ദ ആൻസർ വിൽ ബി 3.75 kg. കേട്ടോ. അപ്പൊ ആ കാറിനെ ലിഫ്റ്റ് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് പ്ലേസ് ചെയ്യേണ്ട മാസ് എന്ന് പറയുന്നത് ജസ്റ്റ് 3.75 kg ആണ്. അപ്പൊ ഇതും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മക്കളെ. ഇത് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ക്വസ്റ്റൻ ആണ്. F1/A1 = F2/A2 രീതിയിലാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് എ വുഡൻ സിലിണ്ടർ ഫ്ലോട്ട്സ് വെർട്ടിക്കലി ഇൻ വാട്ടർ വിത്ത് ഹാഫ് ഓഫ് ഇറ്റ്സ് ലെങ്ത് ഇമേഴ്സ്ഡ്. പറോക്കളെ, അപ്പൊ എന്താണ്, ആ ഒരു സിലിണ്ടർ ഉണ്ട് അല്ലേ, വുഡൻ സിലിണ്ടർ. അപ്പൊ ഒരു സിലിണ്ടറിന്റെ എത്ര പോർഷൻ മാത്രമേ വെള്ളത്തിനുള്ളിൽ വന്നിട്ടുള്ളൂ, അവന്റെ ലെങ്ത്തിന്റെ L/2 മാത്രമേ വെള്ളത്തിനുള്ളിൽ വന്നിട്ടുള്ളൂ. ഓക്കെ, അവന്റെ ലെങ്ത്തിന്റെ L/2 മാത്രമേ എവിടെ വന്നിട്ടുള്ളൂ മക്കളെ, ഒരു വുഡൻ സിലിണ്ടറിന്റെ ടോട്ടൽ ലെങ്ത്തിന്റെ. എ വുഡൻ സിലിണ്ടർ ഫ്ലോട്ട്സ് വെർട്ടിക്കലി ഇൻ വാട്ടർ വിത്ത് ഹാഫ് ഓഫ് ഇറ്റ്സ് ലെങ്ത് ഇമേഴ്സ്ഡ്. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് ഫുഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. പറോക്കളെ, അപ്പൊ അവിടെ ഫ്ലോട്ട് ചെയ്യുവാണ്. ഫ്ലോട്ട് ചെയ്യണമെന്നുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് mg മസ്റ്റ് ബി ഈക്വൽ ടു അപ്ത്രസ്റ്റ് ആയിരിക്കണം. ഓക്കെ, ഫ്ലോട്ട് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് mg മസ്റ്റ് ബി ഈക്വൽ ടു അപ്ത്രസ്റ്റ് ആയിരിക്കണം. മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് സിലിണ്ടർ ഇൻറ്റു വോളിയം ഓഫ് ദ സിലിണ്ടർ എന്ന് പറയേണ്ടി വരും. ഏരിയ ഓഫ് ദ സിലിണ്ടർ ഞാൻ A എന്ന് എടുക്കുന്നു. ടോട്ടൽ ലെങ്ത് ഓഫ് ദ സിലിണ്ടർ L എന്ന് എടുക്കുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ദ സിലിണ്ടർ എന്ന് പറയുന്നത് AL ആണ്. ഇൻറ്റു എന്തെന്ന് കിട്ടും മക്കളെ, G എന്ന് പറയുന്നത് കിട്ടും. കേട്ടോ. ഇനി അപ്ത്രസ്റ്റിന് ഒരു ഫോർമുലയുണ്ട്. അപ്ത്രസ്റ്റിന്റെ ഫോർമുല എന്താ മക്കളെ, അപ്ത്രസ്റ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് Vin × റോയൽ × G എന്നാണ്. അപ്ത്രസ്റ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് Vin × റോയൽ × G എന്നാണ്. V എന്ന് പറഞ്ഞാൽ ഇമേഴ്സ്ഡ് വോളിയം ഓഫ് ദ ബോഡിയാണ്. റോയൽ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ്. ഇൻറ്റു G എന്ന് പറയുന്ന വരും. അപ്പൊ ഇമേഴ്സ്ഡ് വോളിയം എന്ന് പറയുന്നത് എത്ര, A × L/2 ആണ് അല്ലേ. അവന്റെ ഇമേഴ്സ്ഡ് വോളിയം അല്ലെങ്കിൽ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത് A × L/2 ആണ് അല്ലേ. ദാറ്റ്സ് റോയൽ. ലിക്വിഡ് ആരാ മക്കളെ, ലിക്വിഡ് വാട്ടർ ആണ്. ഇൻറ്റു എന്തെന്ന് വരും, ഇൻറ്റു G എന്ന് പറയുന്നത് വരും. അപ്പൊ ആരൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും നോക്കിയാൽ G ക്യാൻസൽ ആയി പോകും, AL ക്യാൻസൽ ആയി പോകും അല്ലേ. അങ്ങനെയാണെങ്കിൽ A wooden cylinder floats vertically in water. The density of wood എന്ന് പറയുന്നത് equal to that of water, half the density of that of water, double the density of water. The question is incomplete, less than density of water. അപ്പോൾ എന്താ മക്കളെ പറയാൻ പറ്റുന്നത്, അപ്പോൾ ഡെൻസിറ്റി ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് നോക്കുക, ഡെൻസിറ്റി ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് വാട്ടറിന്റെ ഡെൻസിറ്റിയുടെ ഹാഫ് ആണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് വാട്ടറിന്റെ ഡെൻസിറ്റിയുടെ ഹാഫ് ആണ്. കാര്യം പിടി കിട്ടിയോ? അപ്പോൾ ഡെൻസിറ്റി ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് വാട്ടറിന്റെ ഡെൻസിറ്റിയുടെ ഹാഫ് ആണ്. സോ ഹാഫ് ദ ഡെൻസിറ്റി, അവിടെ ഓപ്ഷൻ 2 ഒന്ന് ഹാഫ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നാക്കണം കേട്ടോ.
അങ്ങനെയാണെങ്കിൽ നമ്മൾ 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ റിസൾട്ടിംഗ് ഫോഴ്സ് യൂസിംഗ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഫോർമുല if a steel ball of radius 6 cm is immersed in water. മക്കളെ സ്റ്റീൽ ബോൾ ആണ്, അപ്പൊ അതെന്തായാലും വാട്ടറിൽ കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആവും അല്ലേ. അപ്പൊ അതൊരു സ്റ്റീൽ ബോൾ ആണ്, അപ്പൊ അതെന്തായാലും വാട്ടറിൽ കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആവും. അപ്പൊ അതൊരു സ്റ്റീൽ ബോൾ ആണ്, അതെന്തായാലും വാട്ടറിൽ കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആവും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമൈൻ ദ റിസൾട്ടിംഗ് ഫോഴ്സ് യൂസിംഗ് ദ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഫോർമുല. മക്കളെ ഇവര് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഫോർമുല എന്ന് പറയുന്ന അപ്ത്രസ്റ്റിന്റെ ഇക്വേഷൻ ആണ് തരുന്നത് അല്ലേ. അപ്പൊ അപ്ത്രസ്റ്റ് ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലാതെ അവനിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് mg - u ഒന്നും അല്ല ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അവർ ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമൈൻ ദ റിസൾട്ടിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും യൂസിംഗ് ദ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഫോർമുല എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ കിട്ടുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ അപ്ത്രസ്റ്റിന്റെ ഫോർമുലയാണ്. അപ്പൊ ഇവിടെ അവർ കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അപ്ത്രസ്റ്റിന്റെ ഫോർമുലയാണ്. അപ്പൊ അപ്ത്രസ്റ്റിന്റെ ഫോർമുല എന്താണെന്ന് നോക്കുവാണെങ്കിൽ അപ്ത്രസ്റ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് V × റോയൽ × G ആണ്. അപ്പൊ ഇവിടെ ബോഡി എന്ന് പറയുന്ന കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ V എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ ബോഡി ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4/3 πr3. അപ്പൊ V എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ ബോഡി ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4/3 πr3. റോയൽ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ്. റോയൽ എന്ന് പറയുന്നത് എന്താ മക്കളെ? റോയൽ എന്ന് പറയുന്നത് density of liquid ആണ്. Determine the resulting force using the Archimedes principle formula if a steel ball of radius 6 cm is immersed in water. വാട്ടറിലാണ്. അപ്പൊ വാട്ടർ എന്ന് പറഞ്ഞാൽ റോയൽ എന്ന് പറയുന്ന ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് 10⁻³ ആണ്. ഇൻറ്റു G എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് എടുക്കാം? G എന്ന് പറയുന്നത് 9.8 എന്ന് എടുക്കാം. ഓക്കെ, അപ്പം അപ്ത്രസ്റ്റ് കിട്ടി. അപ്പൊ അപ്ത്രസ്റ്റ് എത്രയാണെന്ന് കിട്ടി? 4/3 πr³ ഇൻറ്റു 10⁻³ ഇൻറ്റു 9.8 എന്ന് കിട്ടി. അപ്പൊ 4/3 ഇൻറ്റു പൈ ഇൻറ്റു r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. അവന്റെ റേഡിയസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? അവന്റെ റേഡിയസ് 6 cm എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 6 ഇൻറ്റു 10⁻² ദ ഹോൾ ക്യൂബ് ആണ്, ഇൻറ്റു 10⁻³ ആണ്, ഇൻറ്റു 9.8 ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഫോർമുല. ഈ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. മക്കളെ ഇത് അപ്ത്രസ്റ്റിന്റെ വാല്യൂ ആണ്. പക്ഷേ റിസൾട്ടിംഗ് ഫോഴ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ, ഇനി താഴോട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട് മക്കളെ? ഇവന്റെ താഴോട്ട് mg എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. മുകളിലോട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട് മക്കളെ? മുകളിലോട്ട് അപ്ത്രസ്റ്റ് എന്ന് പറയുന്ന ഫോർമുലയും ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടിംഗ് ഫോഴ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് റിസൾട്ടിംഗ് ഫോഴ്സ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ mg - u എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റിസൾട്ടിംഗ് ഫോഴ്സ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ റിസൾട്ടിംഗ് ഫോഴ്സ് വിൽ ബി mg - u ആണ്. കാര്യം അവന്റെ വെയിറ്റ് mg താഴത്തോട്ട് ആക്ട് ചെയ്യും, അപ്ത്രസ്റ്റ് എന്ന് പറയുന്ന u മുകളിലോട്ട് ആക്ട് ചെയ്യും. അപ്പൊ u കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി ഈ mg എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ mg എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു G ആണ് അല്ലെ. ഡെൻസിറ്റി എത്രയാണ്? ഡെൻസിറ്റി ഓഫ് ലെഡ്, അതിന് വേണ്ടിയിട്ടാണ് ഡെൻസിറ്റി ഓഫ് ലെഡ് തന്നിരിക്കുന്നത്. അപ്പൊ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന റിസൾട്ടിംഗ് ഫോഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഡെൻസിറ്റി ഓഫ് ലെഡ് തന്നിട്ടുണ്ട്. അപ്പൊ ഡെൻസിറ്റി ഓഫ് ലെഡ് എന്ന് പറഞ്ഞാൽ 7900 ആണ് അല്ലെ. ഇനി വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 πr³ ആണ്. 4/3 πr³ എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? r എന്ന് പറഞ്ഞാൽ 6 cm ആണ്. അപ്പൊ 6 ഇൻറ്റു 10⁻² ദ ഹോൾ ക്യൂബ് ആണ്, ഇൻറ്റു എന്തെന്ന് വരും മക്കളെ? ഇൻറ്റു G എന്ന് പറയുന്ന വരും. ഇനി മൈനസ് എന്തും കൂടെ കൊടുക്കുക? അപ്ത്രസ്റ്റും കൂടെ കൊടുക്കുക. അപ്പൊ അവിടെ നമ്മൾ ഇവിടെ അപ്ത്രസ്റ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. കാര്യം പിടി കിട്ടിയോ? അപ്പൊ ഇതാണ് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ ഡിറ്റർമൈൻ ദ റിസൾട്ടിംഗ് ഫോഴ്സ് യൂസിങ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വെച്ച് കിട്ടുന്നത് അപ്ത്രസ്റ്റിന്റെ ഫോർമുലയാണ്. അപ്പൊ അതിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mg താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, u മുകളിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവനിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mg - u ആണ്. വിസ്കസ് ഫോഴ്സ് ഇല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സും കൂടെ ഉണ്ടെങ്കിൽ എഫ് കൂടെ മുകളിലോട്ട് ആക്ട് ചെയ്യും, അവൻ താഴോട്ടാണ് നീങ്ങുന്നതെങ്കിൽ. ഇവിടെ വിസ്കോസിറ്റിയെ പറ്റി ഒന്നും പറയുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് a piece of solid weighs 120 gram in air, 80 gram in water and 60 gram in a liquid, then relative density of solid and that of the liquid respectively. A piece of solid weighs 120 gram in air, 80 gram in water and 60 gram in a liquid, then relative density of solid and that of liquid are respectively. മക്കളെ ഇതിനൊരു ഫോർമുലയുണ്ട്. അതായത് നമുക്ക് ആ ബോഡിയുടെ റിലേറ്റീവ് ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആക്ച്വൽ വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻ എയർ ബൈ ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ എന്ന് കൊടുത്താൽ മതി കേട്ടോ. വെയിറ്റ് ഓഫ് ബോഡി ഇൻ എയർ ബൈ
നമുക്ക് ആ ബോഡിയുടെ ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഇതാണ് വെയിറ്റ് ഓഫ് ബോഡി ഇൻ എയർ ബൈ, ഇത് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ എന്ന് കൊടുത്താൽ മതി. വെയിറ്റ് ഓഫ് ബോഡി ഇൻ എയർ ബൈ ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ, വെയിറ്റ് ഓഫ് ബോഡി ഇൻ എയർ എന്ന് പറയുന്നത് എത്രയാണ്? 120 g ആണ് അല്ലേ? വെയിറ്റ് ഓഫ് ബോഡി ഇൻ എയർ എന്ന് പറയുന്നത് 120 g ആണ്. ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ എന്ന് പറയുന്നത്, ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടറിലേക്ക് എത്തിയപ്പോൾ 80 g ആയി. അപ്പൊ ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 40 g ആണ്. സോ ദ ആൻസർ വിൽ ബി വാട്ട്? ആൻസർ വിൽ ബി 3. അപ്പൊ ഇതാണ് ഡെൻസിറ്റി ഓഫ് ബോഡി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്, ഡെൻസിറ്റി ഓഫ് ദാറ്റ് ലിക്വിഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് വെയിറ്റ് ഇൻ ലിക്വിഡ് ബൈ ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ എന്ന് കൊടുത്താൽ മതി. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് വെയിറ്റ് ഇൻ ലിക്വിഡ്, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് വെയിറ്റ് ഇൻ ലിക്വിഡ് ബൈ ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ. ലോസ് ഓഫ് വെയിറ്റ് ഇൻ ലിക്വിഡ് ബൈ ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ. കാര്യം പിടി കിട്ടിയോ? ലോസ് ഓഫ് വെയിറ്റ് ഇൻ ലിക്വിഡ് ബൈ ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ. ലോസ് ഓഫ് വെയിറ്റ് ഇൻ ലിക്വിഡ് ബൈ ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ. അപ്പൊ ലോസ് ഓഫ് വെയിറ്റ് ഇൻ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ 120 g ഉണ്ടായിരുന്നത് 60 g ആയി. അപ്പൊ ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 60 ആണ് അല്ലേ? ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ എന്ന് പറയുന്ന 40 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും മക്കളെ? ദാറ്റ്സ് ഈക്വൽ ടു 3/2 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? ദാറ്റ്സ് ഈക്വൽ ടു 3/2 എന്ന് കിട്ടും. അപ്പൊ ആൻസർ നോക്കുവാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് 3 and 3/2 ആണ്. അപ്പൊ ആൻസർ നോക്കുവാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് 3 and 3/2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സോളിഡ് ഫ്ലോട്ട്സ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. A solid floats on the surface of water. A solid floats on the surface of water with 1/4 of its volume outside the water. 1/4 of its volume outside the water. Specific gravity ആണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? അപ്പൊ ഫ്ലോട്ട് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്, ഫ്ലോട്ട് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം മക്കളെ? അപ്ത്രസ്റ്റ് ആയിരിക്കണം. അപ്പൊ ഫ്ലോട്ട് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു അപ്ത്രസ്റ്റ് ആയിരിക്കണം. അപ്പൊ മാസിന് എന്ത് കൊടുക്കാം? മാസിന് ഡെൻസിറ്റി ഓഫ് ബോഡി ഇൻറ്റു വോളിയം ഓഫ് ബോഡി ഇൻറ്റു ജി എന്ന് കൊടുക്കാം. അപ്ത്രസ്റ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത്, അപ്ത്രസ്റ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് വീൻ ഇൻറ്റു റോയൽ ഇൻറ്റു ജി എന്നാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ജിയും എന്ത് ചെയ്ത് പോകും മക്കളെ? ജിയും ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ റോ ഇൻറ്റു വി എന്ന് പറയുന്നത്, ദെൻ റോ ഇൻറ്റു വി എന്ന് പറയുന്നത് വീൻ ഇനി പറ 1/4 ഓഫ് ഇറ്റ്സ് വോളിയം ഔട്ട്സൈഡ് ദ വാട്ടർ ആണ്. അപ്പൊ ഇൻസൈഡ് ദ വാട്ടർ നോക്കുവാണെങ്കിൽ ഇൻസൈഡ് ദ വാട്ടർ എന്ന് പറയുന്നത് 3/4 വരും. ഇനി റോയൽ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ 4ഉം എന്ത് ചെയ്ത് പോകും മക്കളെ? 4ഉം ക്യാൻസൽ ആയി പോകും. അപ്പൊ റോ ബൈ റോ ഡബ്ല്യു എന്ന് പറയുന്ന വരും. അപ്പൊ റോ ബൈ റോ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദാറ്റ് ബോഡി ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. ദാറ്റ് ഈസ് റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. സോ ദ ആൻസർ വിൽ ബി വാട്ട്? ആൻസർ വിൽ ബി 3/4. അപ്പൊ അതിന്റെ ആൻസർ നോക്കുവാണെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 3/4 എന്ന് കിട്ടും. കാര്യം പിടി കിട്ടിയല്ലോ. അപ്പൊ അതിന്റെ ആൻസർ നോക്കുവാണെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 3/4. അടുത്ത നമ്മുടെ 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ എ ലിക്വിഡ് ഫ്ലോസ് ഇൻ എ ട്യൂബ് from left to right as shown in the figure. A1 and A2 are the cross section of the portion of the tubes as shown. The ratio of speeds V1 by V2. മക്കളെ അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, അപ്പൊ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് A1 V1 is equal to A2 V2 എന്നാണ്. അപ്പൊ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് A1 V1 equal to A2 V2 എന്നാണ്. അപ്പൊ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് V1 by V2 ആണ്. അപ്പൊ V1 by V2 എന്ന് പറയുന്നത് ഒന്നും നോക്കണ്ട, ഈ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഏറ്റവും സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അപ്പൊ V1 by V2 എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? A2 by A1 എന്ന് കിട്ടും. അപ്പൊ V1 by V2 എത്രയാണെന്ന് ചോദിച്ചാൽ that will be equal to A2 by A1 ആണ്. അപ്പൊ V1 by V2 എത്രയാണെന്ന് ചോദിച്ചാൽ V1 by V2 is equal to എന്താ മക്കളെ? A2 by A1 ആണ്. ഓക്കെ മക്കളെ, അടുത്തത് ഇവിടെയും നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി തന്നെ അപ്ലൈ ചെയ്യേണ്ടത്. ആൻ ഇൻകംപ്രസിബിൾ ലിക്വിഡ് ഫ്ലോ ആസ് ഷോൺ, സ്പീഡ് ഓഫ് ദ ലിക്വിഡ് ഇൻ ലോവർ ബ്രാഞ്ച് വിൽ ബി. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദ ലിക്വിഡ് ഇൻ ലോവർ ബ്രാഞ്ച്, ഇവിടുത്തെ സ്പീഡ് ഓഫ് ദ ലിക്വിഡ് ആ വേണ്ടത്. പറോക്കളെ, അപ്പൊ ഇങ്ങനെ ഒന്നിലധികം ബ്രാഞ്ച് വന്നാൽ ഇക്വേഷൻ എന്ന് പറയുന്ന മക്കളെ ഇങ്ങനെ എടുക്കണം. A1 V1 is equal to A2 V2 plus A3 V3 എന്ന് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പൊ ഒന്നിലധികം ബ്രാഞ്ച് ഉണ്ട്. ഇങ്ങനെ ഒന്നിലധികം മക്കളെ, ആക്ച്വലി ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. അപ്പൊ ഇങ്ങോട്ട് വരുന്ന മാസ് ഇങ്ങോട്ട് പോകും, പ്ലസ് ഇങ്ങോട്ട് പോകും, അതാണ് മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ A1 V1 is equal to A2 V2 plus A3 V3 എന്ന് പറയേണ്ടി വരും. അപ്പൊ A1 V1 is equal to A2 V2 plus A3 V3 എന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ A1 നോക്കുവാണെങ്കിൽ A1 എന്ന് പറയുന്നത് എത്ര മക്കളെ? 0.12 ആണ്. V1 പറയുവാണെങ്കിൽ V1 എന്ന് പറയുന്നത് 3 ആണ്. സിമിലർലി A2 പറയുകയാണെങ്കിൽ A2 എന്ന് പറയുന്നത് 0.12 ആണ്. സിമിലർലി V2 പറയുകയാണെങ്കിൽ V2 എന്ന് പറയുന്നത് 1.5 ആണ്. പ്ലസ് A3 പറയുവാണെങ്കിൽ A3
മക്കളെ ഇത് 0.18 മീറ്റർ സ്ക്വയർ എന്നാണ്. ഇത് 0.18 മീറ്റർ സ്ക്വയർ എന്നാണ്. അപ്പൊ 0.18 മീറ്റർ സ്ക്വയർ ആണ് ഇൻറ്റു എന്തെന്ന് കിട്ടും മക്കളെ? V3 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് 0.1 ഇൻറ്റു 3 എന്ന് പറയുന്നത് കിട്ടും. ഇത് 0.1 to 1.5 എന്ന് പറയുന്നത് കിട്ടും. ഇതെന്ന് പറയുന്നത് 0.18 ഇൻറ്റു V3 എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും മക്കളെ? അവിടെ നിന്ന് നമുക്ക് V2ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും? അവിടെ നമുക്ക് V2ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം പിടി കിട്ടിയോ? എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനെ എല്ലാത്തിനെയും 0.6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.06 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അല്ലേ? അപ്പൊ ഇവിടെ എത്ര കിട്ടും മക്കളെ? അല്ലെങ്കിൽ 0.12 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ന് പറയുന്ന 3 എന്ന് പറയുന്നത് കിട്ടും. ദെൻ ഇവിടെ എന്ന് പറയുന്നത് 15 എന്ന് പറയുന്നത് കിട്ടും. അല്ലെങ്കിൽ 1.5 എന്ന് പറയുന്നത് കിട്ടും. എല്ലാ ഇക്വേഷനിലും ഞാൻ 0.12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെയും 0.12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെയും 0.12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 0.18 by 0.12 എന്ന് പറഞ്ഞാൽ 1.5 V3 ആണ്. സോ 3 minus 1.5 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. അപ്പൊ 1.5 is equal to 1.5 V3 എന്ന് പറയുന്ന വരും. അപ്പൊ V3 is equal to എത്ര എന്ന് കിട്ടും മക്കളെ? സോ വാല്യൂ ഓഫ് V3 will be 1. സോ വാല്യൂ ഓഫ് V3 will be what? വാല്യൂ ഓഫ് V3 will be 1. ഓക്കെ, അപ്പൊ വാല്യൂ ഓഫ് V3 എന്ന് ചോദിക്കുവാണെങ്കിൽ വാല്യൂ ഓഫ് V3 എന്ന് പറയുന്നത് 1 ആണ്. വാല്യൂ ഓഫ് V3 എന്ന് പറയുന്നത് 1 ആണ്. കാര്യം പിടി കിട്ടിയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ വെസൽ ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ അപ് ടു ഹൈറ്റ് h. എ വെസൽ ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ അപ് ടു ഹൈറ്റ് h. A hole is made at y is equal to h by 4. അപ്പൊ y is equal to h by 4 തന്നിട്ടുണ്ട്. അതായത് y എന്ന് പറയുന്നത് എത്ര മക്കളെ? h by 4 ആണ്. അതായത് ഈ ദൂരം എന്ന് പറയുന്നത് h by 4 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ടർ സ്ട്രൈക്സ് ദ ഗ്രൗണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് x ആണ് കണ്ടുപിടിക്കേണ്ടത്. പറോക്കളെ, അപ്പൊ നമുക്കറിയാം അത് h by 4 ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് 3h by 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ലിക്വിഡിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ലിക്വിഡിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2g h ന്റെ സ്ഥാനത്ത് എത്ര വരും മക്കളെ? 3h by 4 എന്ന് വരും. അപ്പൊ h ന്റെ സ്ഥാനത്ത് എത്ര വരും എന്ന് വെച്ചാൽ h ന്റെ സ്ഥാനത്ത് 3h by 4 എന്ന് വരും. ഓക്കെ, അപ്പൊ u is equal to root of 2g into 3h by 4 എന്ന് വരും. കാര്യം പിടി കിട്ടിയോ? അപ്പൊ കാര്യം എന്താ മക്കളെ? ഇത് h by 4 ആണെങ്കിൽ ദിസ് വൺ വിൽ ബി 3h by 4 ആണ്. അപ്പൊ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന ലിക്വിഡിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2gh ആണ്. അത് ആ സർഫസ് മുതൽ ഇവിടം വരെയുള്ള ദൂരമാണ്. ഓക്കെ, ഇനി പറോക്കളെ റേഞ്ചിന്റെ ഫോർമുല എന്താ? അപ്പൊ x എന്ന് പറയുന്ന റേഞ്ച് ആണ്. അപ്പൊ റേഞ്ചിന്റെ ഫോർമുല എല്ലാവർക്കും അറിയാം. റേഞ്ചിന്റെ ഫോർമുല എന്ന് പറയുന്നത് u into root of 2h by g എന്നാണ്. അപ്പൊ റേഞ്ചിന്റെ ഫോർമുല എല്ലാവർക്കും അറിയാം. റേഞ്ചിന്റെ ഫോർമുല എന്ന് പറയുന്നത് u into root of 2h by g ആണ്. അപ്പൊ യുവിന്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ 2g into 3h by 4 ആണ് കിടക്കുന്നത്. യുവിന്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ റൂട്ട് ഓഫ് 2g into 3h by 4 എന്നാ കിടക്കുന്നത്. ദെൻ റൂട്ട് ഓഫ് 2 into അവിടെ h എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ആണ്. ഇവിടെ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് h by 4 ആണ്. ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ പോലെയാണ് എടുക്കുന്നത്. അപ്പൊ h by 4 ആണ്. ഡിവൈഡഡ് ബൈ ആരെന്ന് വരും മക്കളെ? ഡിവൈഡഡ് ബൈ g എന്ന് വരും. അപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ രണ്ട് ജിയും മുകളിലുള്ള ജിയും താഴെയുള്ള ജിയും റൂട്ടിനകത്താണ്, ക്യാൻസൽ ആയി പോകും അല്ലേ? ഇവിടെ എന്തുണ്ട് മക്കളെ? റൂട്ട് ഓഫ് h by 4 ഉണ്ട്. ഇവിടെ റൂട്ട് ഓഫ് h by 4 ഉണ്ട്. അപ്പൊ ആര് പുറത്തിറങ്ങും മക്കളെ? h by 4 പുറത്തിറങ്ങും. ഇവിടെ റൂട്ട് 2 ഉണ്ട്. ഇവിടെ റൂട്ട് 2 ഉണ്ട്. അപ്പൊ അത് എത്രയാവും മക്കളെ? 2 ആകും. ദെൻ പിന്നെ ആരുണ്ട് മക്കളെ? റൂട്ട് 3 ആകും. അപ്പൊ 2ഉം 4ഉം വെട്ടി എത്ര വരും മക്കളെ? 2 വരും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് റൂട്ട് 3h by 2 എന്ന് വരും. അപ്പൊ ആൻസർ നോക്കുവാണെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കിയേക്കണം. ആൻസർ നോക്കുവാണെങ്കിൽ റൂട്ട് 3h by 2 എന്ന് വരും കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന ലിക്വിഡിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2gh ആണ്. h എന്ന് പറഞ്ഞാൽ ലിക്വിഡ് സർഫസ് മുതൽ ഇവിടം വരെയുള്ള ദൂരമാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 3h by 4 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 3h by 4 ആണ്. ഓക്കെ, ഇനി പറോക്കളെ ഇതിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ ആയിട്ട് കണക്കാക്കാം. അപ്പൊ x എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിന്റെ റേഞ്ച് ആണ്. അപ്പൊ റേഞ്ച് എന്ന് പറഞ്ഞാൽ u into root of 2h by g ആണ്. An application of Bernoulli's equation for fluid flow is found in ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് വിസ്കോസിറ്റി മീറ്റർ അല്ല, കാപ്പിലറി റൈസ് അല്ല, ഹൈഡ്രോളിക് പ്രസ് അല്ല, ബാരോമീറ്റർ അല്ല അല്ലേ? ഏതാ മക്കളെ വരുന്നത്? ഡൈനാമിക് ലിഫ്റ്റ് ഓഫ് എയറോപ്ലെയിൻ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, NCERT-യിൽ ആ ആപ്ലിക്കേഷൻ കിടക്കുന്നതാണ് അല്ലേ? ഡൈനാമിക് ലിഫ്റ്റ് ഓഫ് എയറോപ്ലെയിനിലാണ്. ആൻ ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ ഫോർ ഫ്ലൂയിഡ് ഫ്ലോ ഈസ് ഫൗണ്ട് ഇൻ ഡൈനാമിക് ലിഫ്റ്റ് ഓഫ് എയറോപ്ലെയിൻ. പഠിച്ചിട്ടില്ലേ? ഓക്കെ, നമ്മൾ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് വരുന്ന വഴിക്ക്. ഇതാ ഇത് തന്നെയാണെന്ന് തോന്നുന്നു. പറ. ആൻ എയറോപ്ലെയിൻ ഓഫ് വെയിറ്റ് 5 into 10⁵ Newton. ഒരു എയറോപ്ലെയിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 5 into 10⁵ Newton ആണ്. ആൻഡ് ടോട്ടൽ വിങ് ഏരിയ എന്ന് പറഞ്ഞാൽ 250 meter square ആണ്. ആൻഡ് ടോട്ടൽ വിങ് ഏരിയ എന്ന് പറഞ്ഞാൽ 250 meter square ആണ്. ഈസ് ഇൻ എ ലെവൽ ഫ്ലൈറ്റ് അറ്റ് സം ഹൈറ്റ്. ഫൈൻഡ് ദ ഡിഫറൻസ് ഇൻ പ്രഷർ ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ സർഫസസ് ഓഫ് ഇറ്റ്സ് വിങ് അല്ലേ? അപ്പൊ നമുക്കറിയാം ആ വിങ്ങിന്റെ അപ്പർ സർഫസിലെ പ്രഷർ ലോവർ സർഫസിലെ പ്രഷർ കൂടുതലായിരിക്കും
അല്ലേ? അപ്പൊ ഇവിടുത്തെ പ്രഷർ P1 ആണോന്ന്? ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്ന എത്ര മക്കളെ? P2. അപ്പൊ ഇവിടെ നിന്ന് കിട്ടുന്ന ഫോഴ്സ് എത്ര മക്കളെ? P1 into A ആണ്. ഇവിടെ നിന്ന് കിട്ടുന്ന ഫോഴ്സ് എത്ര മക്കളെ? P2 into A ആണ്. ഇനി എയറോപ്ലെയിന്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. എയറോപ്ലെയിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് mg ആണ്. മക്കളെ പഠിച്ചിട്ടില്ലേ? അപ്പൊ എയറോപ്ലെയിൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എയറോപ്ലെയിന്റെ താഴെ വെലോസിറ്റി കുറവാണ്, അതുകൊണ്ട് തന്നെ പ്രഷർ കൂടുതലാണ്. മുകളിൽ വെലോസിറ്റി കൂടുതലാണ്, അതുകൊണ്ട് തന്നെ പ്രഷർ കുറവാണ്, അല്ലേ? പ്രഷർ കുറവാണ്. അപ്പൊ എന്ത് പറ്റും മക്കളെ? ഇവിടുത്തെ പ്രഷർ P2, ഇവിടുത്തെ പ്രഷർ P1 ഗ്രേറ്റർ ദാൻ P. അപ്പൊ അതിന് ആ ലെവലിൽ തന്നെ നിൽക്കണമെങ്കിൽ എന്താ മക്കളെ കണ്ടീഷൻ എന്ന് പറയുന്നത്? P1A ആണ് മുകളിലോട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഷുഡ് ബാലൻസ് ദ ഡൗൺവേർഡ് ഫോഴ്സ്. ഡൗൺവേർഡ് ഫോഴ്സ് ആരൊക്കെയെന്ന് വെച്ചാൽ P2A plus mg എന്നാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ P1A is equal to P2A plus mg എന്നായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് P1 minus P2 into A എന്ന് പറയുന്നത് mg എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അതെന്ന് പറയുന്നത് P1 minus P2 into A is equal to mg എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിഫറൻസസ് ഇൻ പ്രഷർ ആണ് വേണ്ടത്. ഡിഫറൻസ് ഇൻ പ്രഷർ എന്ന് പറയുന്നത് mg by A എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിഫറൻസസ് ഇൻ പ്രഷർ ആ വേണ്ടത്. അപ്പോൾ ഡിഫറൻസസ് ഇൻ പ്രഷർ എന്ന് പറയുന്നത് mg by A എന്ന് കിട്ടും. പറയോക്കെ അപ്പൊ എയറോപ്ലെയിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. എയറോപ്ലെയിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 5 into 10 raised to 5 ആണ്, അല്ലേ? ഏരിയ തന്നിട്ടുണ്ട്. ടോട്ടൽ വിങ് ഏരിയ എന്ന് പറഞ്ഞാൽ 250 മീറ്റർ സ്ക്വയർ ആണ്. ഇനി കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. കാൽക്കുലേഷൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. കാൽക്കുലേറ്റ് ചെയ്യുക. കാര്യം 2000 പാസ്കൽ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്തേക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. മക്കളെ നമ്മുടെ അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് മാക്സിമം വെയിറ്റ് ഓഫ് എ നീഡിൽ വിച്ച് ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ ഹാവിംഗ് സർഫസ് ടെൻഷൻ 0.073 ന്യൂട്ടൺ മീറ്റർ, ലെങ്ത് ഓഫ് ദ നീഡിൽ ഈസ് 1 സെന്റിമീറ്റർ. പറോക്കളെ നമ്മൾ നീഡിൽ വെക്കാൻ നേരത്ത് നീഡിൽ ഒരിക്കലും എന്താകുന്നില്ല, നീഡിൽ ഒരിക്കലും സിങ്ക് ആയി പോകുന്നില്ല ചില സിറ്റുവേഷനിൽ. അപ്പൊ അതെന്ത് പറ്റും? അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിക്വിഡ് സർഫസിനെ ഇങ്ങനെ മാറ്റുക, അല്ലേ? അപ്പൊ എന്ത് പറ്റും മക്കളെ? അപ്പൊ നീഡിലിന്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നീഡിലിന്റെ വെയിറ്റ് നോക്കുവാണെങ്കിൽ നീഡിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ നീഡിലിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് mg ആണ്. ഇനി പറ ഇങ്ങോട്ടേക്ക് ആരാക്ട് ചെയ്യും മക്കളെ? ഇങ്ങോട്ടേക്ക് സർഫസ് ടെൻഷൻ കാരണമുള്ള ഫോഴ്സ് ആക്ട് ചെയ്യും. സോ ദാറ്റ്സ് ഈക്വൽ ടു TL. ദാറ്റ് ഈസ് ഓൾസോ ഇവിടെ എന്ത് കിട്ടും മക്കളെ? TL എന്ന് പറയുന്ന ഫോഴ്സ് കിട്ടും. അതായത് ഇതാണ് നീഡിൽ എങ്കിൽ നമുക്കറിയാം സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പൊ നീഡിലിന്റെ ഇത്രയും L ലെങ്ത് ഉള്ള പോർഷൻ ഇല്ലേ മക്കളെ? അപ്പൊ ഇവിടെ കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് TL ആണ്. സിമിലർലി ഇവിടെ കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് TL ആണ്. ആണോ? ഇനി ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യും ഇത് വെർട്ടിക്കൽ ആണെന്ന് അസ്യൂം ചെയ്യും കേട്ടോ. അപ്പൊ ആ ആംഗിൾ എന്തായിട്ടാണ് നമ്മൾ ആംഗിൾ ഓഫ് കോൺടാക്ട് 0 ആയിട്ട് എടുത്താൽ അത് വെർട്ടിക്കൽ ആയിട്ട് അസ്യൂം ചെയ്യും. അപ്പൊ നമുക്ക് പറയാം 2TL is equal to എന്നൊന്ന് പറയാം മക്കളെ. 2TL is equal to mg ആയിട്ട് പറയാം. ഇത് രണ്ട് വെർട്ടിക്കൽ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് 2TL is equal to എത്ര എന്ന് പറയാം? 2TL is equal to mg എന്ന് പറയാം കേട്ടോ. 2TL is equal to mg ആണ്. അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് ഓഫ് ദ നീഡിൽ ഈസ് 1 സെന്റിമീറ്റർ. ലെങ്ത് തന്നിട്ടുണ്ട്, സർഫസ് ടെൻഷൻ തന്നിട്ടുണ്ട്, മാക്സിമം വെയിറ്റ് ഓഫ് ദ നീഡിൽ ആ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് കണ്ടുപിടിക്കേണ്ട കാര്യം 2TL തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ mg എന്ന് പറയുന്നത് 2TL ആണ്. അപ്പൊ 2 into T എന്ന് പറയുന്നത് എത്ര മക്കളെ? T എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ആണ്. അപ്പൊ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് 0.073 ആണ്. ലെങ്ത് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്ററിനെ മാറ്റാൻ 1 into 10 raised to -2 കൊടുക്കുക കേട്ടോ മക്കളെ. അപ്പൊ ഇത് ചെയ്ത് നോക്കുക. കാൽക്കുലേഷൻ ഞാൻ നിങ്ങൾക്ക് വീണ്ടും വിട്ടു തരുന്നു. എനിക്ക് തോന്നുന്നു ഓപ്ഷൻ 3 ആണ് ആൻസർ കിട്ടുന്നത് കേട്ടോ. ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ 3 ആണ് കേട്ടോ. കാര്യം ഇത് 10 raised to -2 ആണ്. അപ്പോൾ ഇത് 0.73 ആകുമ്പോൾ 10 raised to -3 ആവും. 0.73 into 2 എന്ന് പറയുന്നത് 1.46 ആണ്. അപ്പോൾ 1.46 into 10 raised to -3 എന്നാണ് കിട്ടുന്നത്. അപ്പൊ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ബബിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. 6 into 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ആൻഡ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് 20 dyne per centimeter ആണ്. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ടു ചേഞ്ച് ഏരിയ അപ് ടു 12 into 10 സെന്റിമീറ്റർ സ്ക്വയർ? അപ്പൊ വർക്ക് ഡണിന് ഒരു ഫോർമുലയുണ്ട്. വർക്ക് ഡണിന്റെ ഫോർമുല എന്ന് പറയുന്നത് T into delta A ആണ് കേട്ടോ. അപ്പൊ വർക്ക് ഡണിന്റെ ഫോർമുല എന്ന് പറയുന്നത് T into delta A ആണ്. അപ്പൊ T എത്രയാണെന്ന് തന്നിട്ടുണ്ട് മക്കളെ? T എന്ന് പറയുന്നത് 20 dyne per centimeter. നമുക്ക് CGS സിസ്റ്റത്തിലാണ് വേണ്ടത്. അപ്പൊ ഏരിയയുടെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ 12 into 10 minus 6 into 10 ആണ് കേട്ടോ. 12 into 10 minus 6 into 10 ആണ്. അപ്പൊ ദാറ്റ്സ് ഈക്വൽ ടു 20 into 6 into 10 എന്ന് പറ്റും കേട്ടോ. അപ്പൊ 1200. മക്കളെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഇപ്പൊ ഇവര് തന്നിരിക്കുന്നത് ബബിളിന്റെ സർഫസ് ഏരിയ ആണെങ്കിലും ഒരു സർഫസിന്റെ കാര്യം ബബിളിന് എന്തുണ്ട് മക്കളെ? 2 സർഫസസ് ഉണ്ട്. ഓക്കെ, ബബിളിന് എന്തുണ്ട് മക്കളെ? 2 സർഫസസ് ഉണ്ട്. ആണോ? അപ്പം
ഏരിയ ഓഫ് സോപ്പ് ബബിൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ, ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞിട്ടില്ല. ഏരിയ ഓഫ് സോപ്പ് ബബിൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ഏരിയ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ ഏരിയ എടുക്കുവാണെങ്കിൽ എന്ത് വരും മക്കളെ? 2 സർഫസസ് ഉണ്ട്. അപ്പൊ ഇൻറ്റു എന്ന് കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും മക്കളെ, 2 കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ അവിടെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അവിടെ ഏരിയ ഓഫ് സോപ്പ് ബബിൾ എന്നാ തന്നിരിക്കുന്നത്. നമുക്കറിയാം ബബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ലിക്വിഡ് ഫിലിം ആണെങ്കിൽ, ലിക്വിഡ് ഫിലിം ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ലിക്വിഡ് ഫിലിം ആണെങ്കിൽ എത്ര മക്കളെ? 2 സർഫസസ് വരും. അപ്പൊ ഏരിയയുടെ ചേഞ്ച് 2 × ഡെൽറ്റ എന്ന് കൊടുക്കേണ്ടി വരും. അപ്പൊ ലിക്വിഡ് സർഫസസ് ആണെങ്കിൽ 2 സർഫസ് വരും. സോറി, ലിക്വിഡ് ഫിലിം ആണെങ്കിൽ 2 സർഫസസ് വരും. അപ്പം ഇൻറ്റു അവിടെ എന്ത് കൂടെ കൊടുക്കണം? ഒരു 2 കൂടെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പൊ ഇൻറ്റു അവിടെ എന്ത് കൂടെ ഇട്ട് കൊടുത്തേക്കണം മക്കളെ? ഒരു 2 കൂടെ ഇട്ട് കൊടുത്തേക്കണം. ഓക്കെ, ഇത് ടോട്ടൽ ഏരിയ ഓഫ് സോപ്പ് ബബിൾ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. ടോട്ടൽ ഏരിയ ഓഫ് സോപ്പ് ബബിൾ എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്? സോപ്പ് ബബിളിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ അവർ ക്വസ്റ്റ്യന് മിക്കവാറും തന്നിരിക്കുന്ന ഈ ഏരിയ ആയിരിക്കും. അപ്പൊ സോപ്പ് ബബിളിന് എത്ര സർഫസ് ഉണ്ട്? 2 സർഫസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ എടുക്കുമ്പോൾ ഇൻറ്റു 2 കൂടെ കൊടുത്തേക്കണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ 22ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ 23ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുവാണെങ്കിൽ, എ ലിക്വിഡ് വിൽ നോട്ട് വെറ്റ് ആസ് എ സോളിഡ് സർഫസ് ഇഫ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കണം അല്ലെ. വെറ്റ് ആകാതിരിക്കണമെങ്കിൽ എന്തായിരിക്കണം മക്കളെ? ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ 90 ആയിട്ടുള്ള ഒറ്റ വാല്യൂ ഉള്ളൂ. അപ്പോൾ θ is equal to 120 degree. A liquid will not wet a solid surface if angle of contact is 120 degree. അടുത്ത മക്കളെ പറഞ്ഞിരിക്കുന്നത്, എ ലിക്വിഡ് റൈസസ് ഇൻ കാപ്പിലറി ട്യൂബ് ദെൻ ഇറ്റ്സ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് θ is. മക്കളെ കാപ്പിലറി റൈസ് നടക്കണമെങ്കിൽ നമുക്കറിയാം വാട്ടർ ആണെങ്കിൽ കാപ്പിലറി റൈസ് ആണ്, മെർക്കുറി ആണെങ്കിൽ കാപ്പിലറി ഫാൾ ആണ്. മെർക്കുറി ആണെങ്കിൽ θ ഗ്രേറ്റർ ദാൻ 90 ആണ്, വാട്ടർ ആണെങ്കിൽ θ ലെസ് ദാൻ 90 ആണ്. അപ്പം കാപ്പിലറി ട്യൂബിലെ റൈസ് നടക്കണമെങ്കിൽ, കാപ്പിലറി ട്യൂബിലെ റൈസ് നടക്കണമെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ആയിരിക്കും. അപ്പൊ കാപ്പിലറി ട്യൂബിൽ റൈസ് നടക്കണമെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ആണ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8 drops of water each of radius 2 millimeter are falling through air at terminal velocities of 8 centimeter per second if they combine to form a single drop അല്ലേ, then the terminal velocity of the combined drop will be. നമുക്കറിയാം ടെർമിനൽ വെലോസിറ്റിയും റേഡിയസും എങ്ങനെയാ പ്രൊപ്പോർഷണൽ എന്ന് ചോദിച്ചാൽ ടെർമിനൽ വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് സ്ക്വയർ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം സ്മാളർ ഡ്രോപ്പിന്റെ ടെർമിനൽ വെലോസിറ്റി VT1 എന്ന് എടുക്കാം, ലാർജർ ഡ്രോപ്പിന്റെ ടെർമിനൽ വെലോസിറ്റി VT2 എന്ന് എടുക്കാം. അപ്പൊ അവരുടെ റേഷ്യോ എടുക്കുവാണെങ്കിൽ സ്മാളർ ഡ്രോപ്പിന്റെ റേഡിയസ് r² എന്ന് എടുക്കാം, ക്യാപിറ്റൽ ഡ്രോപ്പിന്റെ റേഡിയസ് ലാർജർ ഡ്രോപ്പിന്റെ റേഡിയസ് ക്യാപിറ്റൽ R എന്ന് എടുക്കാം അല്ലേ. അപ്പൊ VT1/VT2 എന്ന് പറഞ്ഞാൽ r² ക്യാപിറ്റൽ R² എന്ന് വരും. അപ്പൊ VT1/VT2 എന്ന് പറഞ്ഞാൽ r² ക്യാപിറ്റൽ R² എന്ന് വരും. പറോക്കളെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 8 drops of water കമ്പൈൻ ചെയ്താണ് സിംഗിൾ ഡ്രോപ്പ് ആയിട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പൊ എന്താ വോളിയം സെയിം ആയിരിക്കും. അപ്പൊ 8 × 4/3 πr³ എന്ന് പറയുന്നത്, അപ്പൊ 8 × 4/3 πr³ എന്ന് പറയുന്നത് 4/3 π ക്യാപിറ്റൽ R³ ആയിരിക്കും അല്ലെ. 8 × 4/3 πr³ എന്ന് പറഞ്ഞാൽ 8 ഡ്രോപ്സ്, ആ കുഞ്ഞു ഡ്രോപ്പിന്റെ റേഡിയസ് ഞാൻ സ്മാളർ എന്നാ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്ത് പറ്റും മക്കളെ? That's equal to 4/3 capital pi r³ ആയിരിക്കും. അപ്പൊ 4/3 pi ക്യാൻസൽ ആയി പോകും. ക്യൂബ് റൂട്ട് എടുക്കുവാണെങ്കിൽ 2r is equal to ക്യാപിറ്റൽ R എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം VT1 എന്ന് പറഞ്ഞാൽ സ്മാളർ ഡ്രോപ്പിന്റെ ടെർമിനൽ വെലോസിറ്റി ആണ് അല്ലേ. സ്മാളർ ഡ്രോപ്പിന്റെ ടെർമിനൽ വെലോസിറ്റി എത്ര എന്ന് തന്നിട്ടുണ്ട് മക്കളെ? സ്മാളർ ഡ്രോപ്പിന്റെ ടെർമിനൽ വെലോസിറ്റി 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ സ്മാളർ ഡ്രോപ്പിന്റെ ടെർമിനൽ വെലോസിറ്റി 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 8 ഡിവൈഡഡ് ബൈ VT2 എന്ന് വരും. അപ്പൊ 8 ഡിവൈഡഡ് ബൈ VT2 എന്ന് വരും. Then that will be r/r the whole square അല്ലേ. അപ്പൊ r/r എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പൊ r/r the whole square എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പൊ സോൾവ് ചെയ്ത് നോക്കിയാൽ VT2 എന്ന് പറയുന്നത് 32 cm/s എന്ന് വരും. മക്കളെ ടെർമിനൽ വെലോസിറ്റിയുടെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് ഈ മോഡൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻ ആ ഒരു എക്സാമ്പിൾ കൂടെ ചെയ്ത് കാണിച്ചത് മക്കളെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കാൻ സമയമായി. അപ്പൊ എല്ലാവരും നന്നായിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.